ഈ മൂന്നാമത്തെ സീരിയസ് പ്രോഗ്രാമിന് ആദ്യമായി തന്നെ എല്ലാ ആശംസകളും നേരിടണം. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് മൂന്നാമത്തെ ഒരു പ്രോഗ്രാമും സംഘടിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച കോഴിക്കോട് ജില്ലാ KSSIA വൃദ്ധിയുടെ സാരഥികളെയും ആദ്യമായി തന്നെ അഭിനന്ദിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിന് ആവശ്യമായുള്ള പ്രോഗ്രാമുകളാണ് ഞങ്ങൾ കഴിഞ്ഞ 2 തവണയായിട്ടും നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച് ഇപ്പം മൂന്നാമതും ഉദ്ദേശിച്ചിരിക്കുന്നത് MSME സ്റ്റാർട്ടപ്പുമായിട്ടുള്ള കൊളാബറേഷൻ ഉള്ള നിലക്ക് കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം വ്യവസായ ലോകത്തിന് അല്ലെങ്കിൽ വ്യവസായ സമൂഹത്തിന് തന്നെ ഏറ്റവും നല്ല ഒരു മുതൽക്കൂട്ടായിരിക്കും ഈ ഒരു പ്രോഗ്രാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ നമ്മൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. സജി ഗോപിനാഥ് സാറും നവാസ് മീരാനും റസാഖ് VKC, അശോക് കുര്യന്, തോമസൻ, അശ്വിനി പണിക്കർ തുടങ്ങി എല്ലാവരും വളരെ നന്നായി തന്നെ ഈ ഒരു പ്രോഗ്രാമിൽ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനും MSMEയും സ്റ്റാർട്ടപ്പുമായിട്ടുള്ള കൊളാബറേഷനിൽ എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ അഭിപ്രായം പറയാൻ പറ്റുന്ന വ്യക്തികളാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഈ പ്രോഗ്രാമിൽ ഇന്ന് ഏകദേശം 80-ൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തു എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഒരു വലിയ വിജയമാണ്. കേരളത്തിൽ നമുക്ക് ഇപ്പോൾ അടുത്തുണ്ടായിരിക്കുന്ന 2 സംഭവങ്ങളിൽ ഒന്ന് നമ്മുടെ വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്നുള്ള നിലക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ അത് ലോക ബാങ്കിന്റെ ഒക്കെ വേൾഡ് ബാങ്കിന്റെ ഒക്കെ റേറ്റിംഗിൽ നമ്മൾ നേരത്തെ ഉള്ള 21-ൽ നിന്ന് 28-ലേക്ക് നമ്മളെ റാങ്ക് കുറഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. രണ്ടാമത് നമുക്ക് സന്തോഷം നൽകുന്നത് ഈ സ്റ്റാർട്ടപ്പിൽ നമ്മൾ കേരളം ഏറ്റവും മുന്നിലാണ് എന്നൊരു വാർത്തയാണ് നമുക്ക് പോകുന്നത്. ഈ റാങ്കിങ്ങിൽ നമുക്ക് കുറയാനുള്ള പ്രധാന കാരണം നമ്മൾ കേരള ഗവൺമെന്റ് വളരെ എളുപ്പമായിട്ട് വ്യവസായങ്ങൾ തുടങ്ങാനും വ്യവസായത്തിന് ലൈസൻസ് ലഭ്യമാക്കാനും ഒക്കെ ഗവൺമെന്റ് വളരെ നല്ല നിയമങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ലൈസൻസ് ലഭ്യമാക്കാൻ വേണ്ടി KSHIFT പോലെയുള്ള സംവിധാനങ്ങളും 3 വർഷത്തേക്ക് തന്നെ ലൈസൻസ് ആവശ്യമില്ല, വ്യവസായം തുടങ്ങിക്കോ എന്നുള്ള രീതിയിലേക്കുള്ള നിയമനിർമ്മാണങ്ങളൊക്കെ ഗവൺമെന്റ് നടത്തിയിട്ടും നമ്മുടെ ഈ ഒരു കേരളത്തിന്റെ റേറ്റിംഗ് ഇത്രയും താഴ്ന്നു പോകാനുള്ള പ്രധാന കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വേണ്ട രീതിയിലുള്ള ഒരു അറ്റൻഷൻ ഈ കാര്യത്തിൽ ഉണ്ടാവാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിന് ഗവൺമെന്റ് ആ രീതിയിലേക്ക് ഒരു മാറ്റങ്ങൾ വരുത്തി അതിനൊരു സംവിധാനം ഉണ്ടാക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മളെ റേറ്റിംഗ് താഴ്ന്നു പോയി ആ രീതിയിലൊരു റിപ്പോർട്ട് വന്നതുകൊണ്ട് തന്നെ പുതിയ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലുള്ള പുതിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പറ്റുന്ന എന്റർപ്രണേഴ്സും വ്യവസായികളൊക്കെ കേരളത്തിന്റെ ഇപ്പോഴും വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്നുള്ള റാങ്കിങ്ങിൽ വളരെയധികം പിന്നോട്ട് പോയത് കൊണ്ട് തന്നെ കേരളത്തിന്റെ നില ആ രീതിയിലാണ് എന്നുള്ളതാണ് ഇപ്പോഴും പുറമേയുള്ള ആളുകളൊക്കെ മനസ്സിലാക്കുന്നത്. അത് നമുക്ക് മാറണമെങ്കിൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകളുടെ മനോഭാവം ഒന്ന് മാറേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും ഗൈഡ് ലൈൻസും ഒക്കെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഗവൺമെന്റ് നിയമനിർമ്മാണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും താഴേക്കിടയിലുള്ള അതൊരു ഇംപ്ലിമെന്റേഷൻ വളരെ സുതാര്യമായ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് സാധിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ ആയിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ അസോസിയേഷൻ എന്നുള്ള നിലക്ക് നിങ്ങളിപ്പം പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നു, വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളും ഈ ഗവേണിംഗ് കൊണ്ടുവരണം എന്നുള്ളതും ഈ ഓൺലൈൻ സംവിധാനം വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഡിലേ ഒഴിവാക്കാനും
അതേപോലെ തന്നെ മറ്റ് പല പ്രയാസങ്ങളും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ലൈസൻസിങ് സമ്പ്രദായം ഈസിയാക്കാനും ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ കൃത്യമായി തന്നെ മോണിറ്റർ ചെയ്യാനും പറ്റുമെന്നുള്ളത് കൊണ്ട് നിർബന്ധമായും എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ഓൺലൈൻ സംവിധാനത്തിൽ കൊണ്ടുവരികയും വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള ലൈസൻസിങ് വ്യവസായ ഡയറക്ടറുടെ കീഴിലോ വ്യവസായ വകുപ്പിന്റെ കീഴിലോ ആക്കണം എന്നുള്ളത് മാത്രം. എല്ലാ ലൈസൻസും ഒരേ സ്ഥലത്ത് നിന്ന് കിട്ടുന്ന രീതിയിൽ വ്യവസായ വകുപ്പിനെ ഈ ഒരു ലൈസൻസിങ് അതോറിറ്റി ആയിട്ട് മാറ്റി മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ ബന്ധപ്പെടുന്നത് ഒഴിവാക്കുന്ന രീതിയിലേക്കുള്ള സംവിധാനം കൊണ്ടുവരണം എന്നുള്ളതും അസോസിയേഷന്റെ നിർദ്ദേശങ്ങളിലുണ്ട്. ഗവൺമെന്റ് ഇങ്ങനെയുള്ള ഈ പരിസ്ഥിതിയിലൊക്കെ അത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ച് ഗവൺമെന്റിന്റെ പരിഗണന ഉണ്ടാവുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും തെലുങ്കാനയും കർണാടകയും ഒക്കെ വ്യവസായികളെ മാടി പിടിക്കുന്ന രീതിയിൽ അവരെ പുതിയ വ്യവസായ നയത്തിലൊക്കെ ധാരാളം ഇൻസെൻറ്റീവുകളും സ്കീമുകളും സബ്സിഡികളും ഒക്കെ കൊടുക്കാനുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ കേരള ഗവൺമെന്റിലേക്ക് അന്യ സംസ്ഥാനങ്ങൾ ഈ രീതിയിലുള്ള സ്കീമുകളാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സർക്കാർ ആ രീതിയിലേക്കുള്ള പുതിയൊരു വ്യവസായ നയത്തിൽ ഉൾക്കൊള്ളിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ ഈ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് അതേപോലെ തന്നെ വ്യവസായങ്ങളൊക്കെ ഒരു നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു പ്രവർത്തനം ഗവൺമെന്റ് ഭാഗത്ത് ഇനിയും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വ്യവസായ രംഗത്തുള്ള കടന്നു വരുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ നൽകാൻ സന്നദ്ധമായി കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ കേരള സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ 14 ജില്ലയിലുള്ള ജില്ലാ ഭാരവാഹികളും ജില്ലാ പ്രസിഡന്റുമാരൊക്കെ അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ കേരളത്തിലെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേറ്റാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ എല്ലാവരുടെയും പ്രവർത്തനം ഉണ്ടാവണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയും ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകം നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച് ഖാലിദ് ഖാൻ. ചുരുങ്ങിയ സമയത്തിൽ ഇത്ര വ്യത്യസ്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ തന്നതിലും പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് റാങ്കിങ് 2 വിധത്തിലുള്ള കാര്യങ്ങളും നമ്മളൊക്കെ എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നതിലും കുറെ നന്ദി. താങ്ക് യു വെരി മച്ച്. So the way today's series session is structured, we have Dr. Saji Gopinath, CEO of Kerala Startup Mission, who is going to talk about how the startup ecosystem in Kerala can help and collaborate with MSMEs and what is that KSUM can offer to us. We have 2 eminent business personalities today, Mr. Nawaz Miran and Mr. VKC Razak. Both of them will talk about the technology intervention and transformation, which has led to the growth of both the industry, stalwarts in the retail segment and the manufacturing segment. We have Mr. Ashok Kurian from KSUM, Kerala Startup Mission, who will talk about the products and offerings from Kerala Startup Mission for the MSME segment, where we can take the benefits and be a part of the collaboration between the MSME and the startup. സ്റ്റാർട്ടപ്പ് രംഗത്ത് നിന്ന് നമുക്ക് 2 സ്റ്റാർട്ടപ്പ് ആണ് ഇന്നിവിടെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഒന്ന് റാപ്പിഡോർന്ന് തോംസൺ സെക്കറിയ, സെക്കൻഡ് വണ്ണിന്ന് അശ്വിൻ പണിക്കർ. ബോത്ത് ഓഫ് ദം അവർ രണ്ടുപേരും എങ്ങനെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ചെറുകിട വ്യവസായി MSME സെഗ്മെന്റിൽ അല്ലെങ്കിൽ SME സെഗ്മെന്റിൽ നമുക്ക് എങ്ങനെ ടെക്നോളജി കൊണ്ട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാവുമെന്നും അതിനെ പറ്റിയിട്ട് എങ്ങനെ അവരുടെ പ്രൊഡക്റ്റ് കസ്റ്റം നമുക്ക് ചെയ്ത് നമുക്ക് ഉപകാരപ്പെടുത്താം രീതിയിൽ ചേഞ്ച് ചെയ്യാവുന്നുള്ള കാര്യങ്ങളാണ് അവർ വ്യക്തമായിട്ട് പറയാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ കംപ്ലീറ്റ് ഇതാണ് നമ്മൾ ഇന്ന് ഫുൾ ഈ 3rd സീരീസിൽ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. to talk about this, the entire series, Mr. K. Jain, the past president of CMA and the one and all of Vrddhi Consulting and Training Services, he is the brainchild of this particular program. Sitting with KSSIA and the rest of the industry bodies, he has been conceptualizing how best can MSMEs get the benefit in the entire ecosystem within the Malabar region.
Now we were looking at Kozhikode Malabar, but with the initiatives of Mr. K.A.J.N., this has become a complete state level and at the same time national level program where people around Kerala, across Kerala and India are now participating and getting the benefit out of it. So I would invite KHAN, the brainchild of this particular program, sorry, the person behind this particular program, to brief about this series of webinar. Mr. Ajay, sir. Thank you, Anil. It's a great opportunity for me for the total ecosystem, because this has spread message throughout Kerala and even outside Kerala. People have started calling me, asking me, this is a great initiative which is going to give lots of results for this ecosystem. And many even speakers have even called me and told that they are willing to come forward and talk. And many have come forward and told me also that they can contribute even without any payments for the development of the SME segment and all. So this is the kind of mileage, commitment, mileage this program has taken, the brand has taken. So I should thank KSSIA who welcomed this initiative, stood with us, we worked together, and we already did 2 programs which have already been discussed and very well participated. And this time Kerala Startup Old Mission also has come and joined us, and we already we have great speakers who always we have great speakers who come forward, show their readiness and talk to them, talk to the MSME segment, and give their experience, tell them stories, tell them lessons, how to bring it up. And I also thank all the startups and the participants. We have already crossed 120, almost 113 members today. So this is the third of the webinar, which we are doing with a purpose. That is a commitment, that is to give handhold the MSMEs to not only sail through this crisis, but also to develop and evolve as one of the leading brands in India, not only in India, if possible, outside India also. Today we have 3 eminent persons, Dr. Saji Gobinath, Mr. Rasa VKC, Mr. Nawaz Miran. These 3 persons, they have already changed the face of Kerala already, because they have built brands that not only highlighted what Kerala can do, not only made a brand at national level, they have done it in international level also. So they have not only changed the culture, they also ignited so many young minds, and they also asked us to be very confident that yes, we can do that. Yesterday I was talking to Dr. Saji Gobinath. I was telling him the total scenario of Kerala has changed, how people perceive Kerala has changed. കേരളത്തിനെ എങ്ങനെ ജനങ്ങൾ കാണുന്നു എന്നുള്ളത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബിക്കോസ് ദിസ് ഈസ് വളരെ റയർ ആയിട്ടുള്ളൊരു ചേഞ്ചാണ് നടക്കുന്നത്. ഡോക്ടർ സജി ഒരിക്കൽ പറഞ്ഞിരുന്നു, നമ്മൾ ഈ ബസ് മിസ്സായാൽ നമുക്ക് ഇനി മിസ്സാവും. എന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ പല ബസ്സും കേരള മിസ്സായിരിക്കുന്നു, ഈ ബസ് മിസ്സാവരുതെന്ന്. യു ഡിഡ് ഇറ്റ് ഡോക്ടർ സജി, യു ഡിഡ് ഇറ്റ് ഫോർ കേരള. And Dr. Mr. Nawaz Miran, you did it for the people of Kerala, and you showed them how to grow. And VKC Rasak, your team has done wonderful job. We are all proud of you. And there are lots of MSMEs, there are lots of SMEs who find it difficult, and they don't even have one day's cash flow. We have to handhold them, bring them up. And this is a crisis time. We can listen to them. The crisis is what the pandemic has brought. What the pandemic has given to us is unprecedented. പലരും ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പറയും. Day before yesterday I was reading, it is nothing. Tom Friedman എന്ന് പറഞ്ഞ ന്യൂയോർക്ക് ടൈംസിന്റെ ആള് പറഞ്ഞത്, it is just a stampede of herd of black elephants. കുറെ കറുത്ത ആനകൾ ഒരുമിച്ച് വന്ന് സ്റ്റാമ്പീഡ് ചെയ്യുന്നതാണ് ഈ നടന്നിരിക്കുന്നത്. ബിക്കോസ് ഈ കറുത്താനകൾ വിച്ച് ഈസ് ഓൾറെഡി ഇൻ യുവർ റൂം, നിങ്ങളുടെ റൂമിലും നിങ്ങളുടെ വീട്ടിലുള്ള കർത്താനകൾ. ഈ കർത്താനകൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് പരസ്പരം സ്വാധീനിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. ഓൾ ദീസ് ഗ്ലോബൽ വാർമിംഗ്, ഡിഫോറസ്റ്റൈസേഷൻ, ഓഷൻ acidifications, mass extinction of fresh water pollution, ഇങ്ങനെ കുറെ കാര്യങ്ങൾ. ദീസ് ആർ ദ ബ്ലാക്ക് എലിഫൻസ്. ഇതെല്ലാം കൂടി സ്റ്റാമ്പേഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ക്രൈസിസിൽ വന്നിരിക്കുന്നതെന്നാണ് ടോം ഫ്രിഡ്മാൻ പറഞ്ഞായിട്ട് ഞാൻ വായിച്ചത്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ദാറ്റ്
And he says that it is a predictable, multiple and catastrophic event. ഈ ഒരു ഇവന്റ് ഇങ്ങനത്തെ ഒരു ഇവന്റ് ആണെന്നാണ് അങ്ങോട്ട് പറയുന്നത്. ബട്ട് മെനി പീപ്പിൾ സേ ദാറ്റ് ഇറ്റ്സ് എ ബ്ലാക്ക് സ്വയൻ ഇവന്റ്, നമ്മൾ ആരും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇവന്റ് ആണെന്ന് പറയുന്നു. എന്തൊക്കെ തോട്ട്സ് ആയാലും ഇറ്റ് ഹാസ് ടോട്ടലി ചേഞ്ച് ദ സിനേറിയോ. നമ്മുടെ ഇൻഡസ്ട്രീസ് ആർ അഫക്റ്റഡ്, എക്കോണമീസ് ആർ അഫക്റ്റഡ്, റിച്ച് ആൻഡ് പുവർ അഫക്റ്റഡ്. There is nearly 24 drop in our GDP now. This impact is very tough, but it may vary with പലരും സാധാരണക്കാരനുള്ള ഇമ്പാക്ട് വളരെ കൂടുതലായിരിക്കും. Recession risk is very real, and as the saddest part is that unorganized sector, the unorganized sector of this country, ഈ കൺട്രിയിലെ unorganized sector who contribute mostly for the national development. ഈ രാജ്യത്ത് ഓരോ ബിൽഡിങ്ങുകളും ഓരോ കൺസ്ട്രക്ഷൻസിനും ഒക്കെ പറ്റുന്ന അൺഓർഗനൈസ്ഡ് സെക്ടർ, അവര് ദേ ആർ ദ മോസ്റ്റ് എഫക്റ്റഡ്. നോബഡി ഹാസ് തോട്ട് അബൌട്ട് ദം. നൗ പീപ്പിൾ ഹാവ് സ്റ്റാർട്ടഡ് ടോക്കിംഗ് അബൌട്ട് ദം. ആൻഡ് മോസ്റ്റ്ലി MSME ഓൾസോ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, എക്കോണമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന MSME, SME സെഗ്മെന്റ്, ആൻഡ് ദേ ആർ ഓൾസോ മോസ്റ്റ്ലി എഫക്റ്റഡ്. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, വൺ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ദാറ്റ് ഐ റിയലൈസ് ഈസ് ദാറ്റ് എല്ലാവരും ഇന്നൊരേ ഫൂട്ടിങ്ങില്ല. വെദർ ഇറ്റ് ഈസ് ടാറ്റ ഓർ എ സ്മോൾ SME, MSME ഓർ എ സ്മോൾ യൂണിറ്റ്, ദേ ആർ ഓൾ ഇൻ ബിക്കോസ് ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു നൗ. ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ആർക്കും ഒരു അടി കിട്ടിയ മാതിരി നിൽക്കുകയാണ്. എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഇന്ന് ഒരേ അവസ്ഥയിലാണ്. പക്ഷേ ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് ക്യാഷ് ഫ്ലോ കൂടുതലുള്ളവരുണ്ടാവും, ചിലർ ക്യാഷ് ഫ്ലോ കുറച്ചുള്ളവരുണ്ടാവും. ബട്ട് സ്റ്റിൽ എവരിബഡി ഈസ് ഇൻ ദ സെയിം ഫൂട്ടിങ്. എന്താണ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക? ബിക്കോസ് നമുക്ക് ആർക്കും ഇതിൽ ഇങ്ങനത്തെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ്, ഇങ്ങനത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ആർക്കും ഇതേവരെ ഇല്ല. ഇതൊരു പുതുതാണ്. അതൊരു അഡ്വാൻറ്റേജ് ആണ്. എന്തുകൊണ്ടാണ്? ടാറ്റാസിനും നമുക്കും എല്ലാവരും ഇത് പുതുതായിട്ട് ഹാൻഡിൽ ചെയ്യാൻ നിൽക്കുകയാണ്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആരാണ് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളത്? ദാറ്റ് ഈസ് വാട്ട് ഈസ് ബീങ് ഡിസ്കസ്ഡ്. അതിന് സാധിക്കുന്നത് ആർക്കാണോ ടെക്നോളജി ഏറ്റവും കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഡിജിറ്റലൈസേഷൻ ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കമ്പനികൾ, ആർക്കാണോ ഏറ്റവും പിവോട്ട് ചെയ്യാൻ പറ്റുന്നത്, വളരെ നിമ്പിൾ, ഡാൻസുകാർ കളിക്കുന്നവർ എത്ര വേഗത്തിൽ സ്റ്റെപ്പുകൾ മാറ്റി പുതിയ പുതിയ ആക്ഷൻസിലേക്ക് പോകാൻ പറ്റുന്നു, സിറ്റുവേഷൻസ് മാറാൻ പറ്റുന്നു, വളരുന്നതനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം, ഇവർക്ക് അതേമാതിരി ഇതിനോടൊക്കെ അഡാപ്റ്റ് ചെയ്യുന്നതും റീടൂൾ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സിസ്റ്റത്തിനാണ്. അത് വെദർ ഇറ്റ് ഈസ് എ ടാറ്റാസ് ആയാലും ശരി, SME ആയാലും ശരി, ഇത് ചെയ്യുന്നവർക്കായിരിക്കും നിങ്ങൾക്ക് നെറ്റ്വർക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നവർക്കായിരിക്കും ഇനിയുള്ള കാലഘട്ടങ്ങൾ ഉള്ളതെന്നാണ് പൊതുവെ എനിക്കും അതാണ് തോന്നുന്നത്. ഐ ഓൾസോ സബ്സ്ക്രൈബ് ടു ദാറ്റ് വ്യൂ. പിന്നെ ഇതിൻ്റെ ഒപ്പം ചേർന്നിരിക്കുന്ന വേറൊരു സംഭവം, പണ്ടൊക്കെ നടക്കാത്ത ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ, പണ്ടൊക്കെ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ആരാണ് നമ്മുടെ കോമ്പറ്റീഷൻ, അവനെ എങ്ങനെ തകർക്കുക എന്നുള്ളതാണ്. ഇന്നതല്ല. നമ്മുടെ കോമ്പറ്റീഷൻ മുന്നോട്ട് പോകാൻ വേറൊരാളുടെ കൈ പിടിച്ച് എങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം, ഒന്നും കൂട്ടിയാൽ 11 എങ്ങനെയാക്കാം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഇപ്പോൾ ബാങ്കിങ് സെക്ടറിലായാലും ശരി, എല്ലാ സെക്ടറിലായാലും നമ്മൾ കാണുന്നത് ടെക്നോളജിക്ക് സ്കില്ലുള്ള കുറച്ച് ആൾക്കാരെ കൊണ്ട് നമ്മൾക്ക് അവരെ കൊണ്ട് എത്ര ഗുണങ്ങൾ ചെയ്യിക്കാൻ പറ്റുമോ അവരോടൊപ്പം ചേർന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നു. ആ കൊളാബറേറ്റ് ചെയ്യുക, ഇത് വേറൊരു കാര്യം. ഈ സ്കില്ലുകളാണ് നമുക്ക് ഇന്ന് വേണ്ടത്. ഈ സ്കില്ലുകൾ നിങ്ങൾക്ക് തരാനും ഈ സ്കില്ലുകളെ കുറിച്ച് പറഞ്ഞു തരാനും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരാനുമാണ് നമ്മൾ ഇങ്ങനത്തെ ഈ വെബിനാർ കൂടെ സാധിക്കുന്നത്. ഇതൊരു വെബിനാർ മാത്രമായിട്ടല്ല, വേറെ പലരും ഇതിനെക്കുറിച്ച് ഒരു പെർമനന്റ് സ്ട്രക്ചർ കൊടുക്കെന്ന് പറയുന്നുണ്ട് MSMEയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. പിന്നെ നമുക്ക് ഈ അവസാനമായ ഒരു കാര്യം പറയേണ്ടത്, നമുക്ക് എല്ലാവർക്കും വേണ്ടത് ബ്രൂട്ടൽ ഒപ്റ്റിമിസം, ക്രൂരമായ ശുഭാപ്തി വിശ്വാസം. അതില്ലെങ്കിൽ പോയി വേണം. ഇതെല്ലാം കൂടി നമുക്ക് ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് തരണം ചെയ്യാം. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. സ്റ്റാർട്ടപ്സ് ദേ ആർ വെരി ഗുഡ്. എനിക്കറിയാം നല്ല സ്റ്റാർട്ടപ്പുകളുണ്ട്. പലപ്പോഴും നിങ്ങളുടെ പല സംഗതികളും ഇത് വെറും IT കമ്പനികൾ മാത്രമല്ല, നിങ്ങൾക്ക് പല ടെക്നോളജികളും, നിങ്ങളുടെ HR ആയാലും ശരി, പ്രൊഡക്ഷനിലായാലും ശരി, ഫിനാൻസിനായാലും ശരി, നിങ്ങളുടെ പ്രൊഡക്ഷൻ കൂട്ടാനും ഒക്കെ ഇവരുടെ ടെക്നോളജി കൊണ്ട് എത്രത്തോളം ഈസി ആയിട്ട്, അത് മാത്രമല്ല നിങ്ങൾക്ക് എത്രത്തോളം അഡാപ്റ്റബിൾ ആയിട്ട് ചെറിയ കോസ്റ്റിന്, അതായത് വലിയ കമ്പനികൾക്ക് കൺസൾട്ടൻസിന് കൊടുക്കുന്നതിനേലും നല്ല സ്കില്ല് കുറഞ്ഞ വിലയ്ക്ക് ഒരു വിൻ സിറ്റുവേഷൻ അവർക്കും നമ്മൾക്കും ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ്റെ പ്രത്യേക ഒരു ഉദ്ദേശം. സോ വി ആർ ബിങ്ങിങ് MSME and we have good speakers who will talk to you about how they were able to evolve by accepting technology. And we have some startups who, only a couple of startups who will just showcase what they have.
നമ്മുടെ കേരളത്തിൽ നല്ലൊരു സിസ്റ്റം ഉണ്ട്, കുറേ സ്റ്റാർട്ടപ്സ് ഉണ്ട് who can help you in this. So that we'll talk later. We'll take it forward later. I had a detailed discussion with Dr. Saji also on this. So let us make this technology available even to the smallest SME at an affordable cost. Let us see everybody grows tomorrow. Thank you everyone for being with us. ഇത് എല്ലാവർക്കും നല്ലൊരു സെഷനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. Let us take it forward. Thank you very much. Thank you, Ajay sir. Like Ajay sir said, during this pandemic time where we have been going through multiple challenges, whether it is state or in country or in the globe, but we are very blessed with a couple of good news, which is from Kerala Startup Mission as well as from Eastern group of companies, which is adorable, which is admirable. Now, all the three plenary speakers today, Dr. Saji Gopinath, Mr. Nawaz Miran, Mr. Razak VKC, does not need an introduction among us because we all know them very well. Right? They are part of Kozhikode. I take the liberty of including Saji sir also as part of Kozhikode. You know, he in spite of being in Kerala, he is a Kozhikodan. He is part of us, right? And so as Nawaz ji as well as Razak. But due to people participating from across the state and also out of Kerala, I would just do a brief introduction of three of the speakers one by one. Dr. Saji Gopinath is the Chief Executive Officer of Kerala Startup Mission since April 2017. Before joining Kerala Startup Mission, Dr. Saji Gopinath served with IIM Kozhikode for about 17 years as Professor, Gene Academic and Gene Development. He also set up the satellite campus of IIM at Kochi and IIM Amritsar campus in Amritsar. He also served as founding dean of Bennett University of Times of India Group. He was also associated with Manipal Group as director of TA Pai Management Institute, Manipal, one of the top 15 business schools in the country. A mechanical engineer with PhD in management from Indian Institute of Science, serves in various national boards, academic syndicates, and also associated with several leading universities in the world. He is a recipient of several national and international awards, and I'm not going to go through that, right? He is known across state, country, and now worldwide. A thought leader and visionary who transformed the startup ecosystem of Kerala after taking over as the CEO of Kerala Startup Mission. He is one of the co-founders of IIM Live, Laboratory for Innovation, Venturing and Entrepreneurship. He supported setting up of incubator in Bennett University, Greater Noida. He was a person who has launched the Fund of Fund program for startup and facilitated investments for startup in the ecosystem. Signed multiple MOUs like with Airbus, University of Illinois, ICT Academy, Kerala, ISRO, Startup India, Chai Kerala, INC 42, Zone Startups India, FAB Foundation for implementation of various schemes under Startup Mission. Very proudly received the Top Performer State Award from DIPP, Government of India in the State Startup Ranking Framework for 2 consecutive years, 2018 and 2019. We are really proud of you, Dr. Saji, being, you know, you started with a goal, with a vision, and we are really proud that you have achieved, right? Over to you, Dr. Saji, sir, to share, you know, about the collaboration and about this third webinar series part 3. Over to you, Dr. Saji, sir. Sir, you have been to unmute. Yes, sir. Yeah. Are you allowing me to present? Can you give me that share screen? Yeah, you can do that, sir. Okay. Good afternoon, Ajay ji, Khalid ji, other dignitaries. It's a great pleasure for me to be today here. In fact, I consider it a privilege because Keralathile 2 major industry icons, Razak ji, Nawaz Miran ji, രണ്ടുപേരും എങ്ങനെ ടെക്നോളജി കൊണ്ട് നമുക്ക് നമ്മുടെ വ്യവസായങ്ങളെ ലോകോത്തര നിലവാരത്തിൽ എത്താനും ഈവൻ ഒരു എക്കോസിസ്റ്റം തന്നെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്ത ആൾക്കാരാണ്. It's a great pleasure to be with them today. And also my young friends from startup ecosystem. I'll consider Anilji also as a startup because you are also one of our leading startup in the Kerala startup ecosystem.
Thomson is the last time selected as India's best B2B startup. He was supposed to be in US at this point of time because the last competition, global competition, he was selected for that. And Ashwin is one, Ajayanji നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ അൺഓർഗനൈസ് സെക്ടറിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരാൻ കഴിയുന്നത് ആക്ച്വലി പ്രൂവ് ചെയ്ത ഒരാളാണ് Ashwin, and I'm sure that there will be a lot of interesting discussions with all these top industry leaders and the emerging industry leaders in this forum. It's great that Vrddhi and KSICA has put up such a very impressive panel of people, and my only regret is that I may have to leave at 4 o'clock for some time, but because I would have loved to continue whole thing, I'll miss for some time. I'll come back after that. So in fact സ്റ്റാർട്ടപ്പുകളും ഇൻഡസ്ട്രിയുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ അത് നമ്മുടെ ഒരു ഡ്രീമാണ്. ഇൻഫാക്ട് നവാസി ഇപ്പോ CIAയുടെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിന്റെ ഹെഡാണ്. So I'm sure that with his interventions we will see more linkages between startups and the industry per se. കാരണം പലപ്പോഴും നമ്മുടെ നാട്ടിലല്ല, പല ഇന്ത്യയിൽ പ്രത്യേകിച്ചും സ്റ്റാർട്ടപ്പുകൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഐഡിയ കൊണ്ടുവരുമ്പോൾ പലപ്പോഴും ഒരു ലോക്കൽ ബിസിനസിനെ അഡ്രസ് ചെയ്തിട്ടല്ല കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. There are exceptions. Thomson is one good exception where he has actually products primarily for MSME sector. പക്ഷെ പലപ്പോഴും അങ്ങനെയുള്ളതല്ല കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അതേസമയം വേൾഡിലെ മറ്റു ചില ഈവൻ ചില ആഫ്രിക്കൻ കൺട്രികളിൽ പോലും എങ്ങനെയാണ് സ്റ്റാർട്ടപ്പുകൾക്ക് അവിടുത്തെ ഇൻഡസ്ട്രിയുമായിട്ട് ചേർന്ന് ഇൻഡസ്ട്രിയും വികസിപ്പിക്കാൻ കഴിയും, സ്റ്റാർട്ടപ്പുകളെ വികസിപ്പിക്കാൻ കഴിയും, വളരെ നന്നായിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കോവിഡ് ആ ഒരു അതിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കോവിഡിന്റെ ഒരു വലിയൊരു ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ്. അതായത് എങ്ങനെ നമുക്ക് നമ്മുടെ പുതിയ ടെക്നോളജി കമ്പനികൾ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വ്യവസായങ്ങളുമായിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വ്യാപാരവുമായിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ രണ്ടുപേർക്കും ബെനിഫിറ്റ് ആവുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ കഴിയും. അങ്ങനെ ഒരു പാത്തിലേക്ക് നമുക്ക് പോകാനുള്ള ഒരു അവസരമാണ് നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത്. So I'll just make a brief presentation. My guess is that all of us here knows Malayalam. അതുകൊണ്ട് മലയാളത്തിൽ പറയുന്നത് കുഴപ്പമില്ലല്ലോ. So I hope it is visible. Yeah. So basically നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പുതിയ നോർമലിലേക്ക് എത്തുകയാണ്. നമ്മുടെ എങ്ങനെയായിരുന്നു ജനുവരിയോ ഫെബ്രുവരി ഇരുന്നത് അത് വളരെ വ്യത്യസ്തമായ ഒരു ലോകത്തിലാണ്. അത് ഈവൻ കോവിഡ് മാറിയാൽ പോലും മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഒരു പുതിയ ലോകത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ആ ലോകത്തില് നമുക്ക് അടുത്ത തലത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊളാബറേഷനുകളുടെ ആവശ്യമുണ്ട്, മൈൻഡ് സെറ്റ് ചേഞ്ചിന്റെ ആവശ്യമുണ്ട്, റീതിങ്കിങ്ങിന്റെ ആവശ്യമുണ്ട്. അജയൻജി പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അതായത് കോവിഡ് കൊണ്ടുവന്ന ഒരു പക്ഷെ പോസിറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കോവിഡിന് മുമ്പേ നമ്മൾ പലരുടെയും ഓർഗനൈസേഷൻസ് പല രീതിയിൽ ഗ്രോ ചെയ്യുകയായിരുന്നു. അത് ഒരു ഓർഗനൈസേഷൻസ് മാത്രമല്ല, അതിന്റെ ആ സെക്ടറിൽ പോയി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടൂറിസം സെക്ടർ എടുക്കുകയാണെങ്കിൽ ടൂറിസം സെക്ടറിലെ കമ്പനികൾ ഈവൻ കോവിഡിന് മുമ്പ് തന്നെ ദേ വർ ഫേസിങ് എ ലോട്ട് ഓഫ് സ്ട്രെയിൻ. കാരണം ന്യൂ ഏജ് കമ്പനികൾ വന്നിരുന്നു, മേക്ക് മൈ ട്രിപ്പിനെ പോലെയൊക്കെയുള്ള അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോം വന്നിരുന്നു. ഇവ നമ്മുടെ കൺവെൻഷണൽ ആയിട്ടുള്ള ടൂർ ഓപ്പറേറ്റേഴ്സിനെല്ലാം ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആയിട്ടുള്ള ഇഫക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ കോവിഡ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ഒരു പക്ഷേ ഒരൊറ്റ നിലയിലേക്ക് കൊണ്ടുവന്നു. ഐ നോട്ട് സേ ദേ ബ്രോട്ട് എവരിതിങ് ടു സീറോ, ബട്ട് നമ്മൾ എല്ലാവരെയും ഒരൊറ്റ പൊസിഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. ഇറ്റ് ആക്ച്വലി ബ്രോട്ട് ബിഗ് സ്മോൾ highly technical, non-technical, everybody has been brought to one level, ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡിലേക്ക് എത്തി. അപ്പൊ ഇവിടെയാണ് നമ്മുടെ അടുത്ത ചോദ്യം വരുന്നത്. ഈ ക്രൈസിസ് കഴിഞ്ഞ് എങ്ങനെയായിരിക്കും ഗ്രോ ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഒരു വി മോഡൽ ഓഫ് ഗ്രോത്ത് ഉണ്ടാവും, അതായത് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു വി മോഡൽ ഓഫ് ഗ്രോത്ത് ഉണ്ടാവും. പക്ഷെ ഇന്ത്യയിൽ ഇപ്പൊ പല എക്കോണമിസ്റ്റും പറയുന്നത് നമ്മളൊരു വി മോഡലിൽ നിന്ന് മാറിയിട്ട് ഒരു കെ മോഡലിലേക്ക് മാറുമോ എന്നൊരു ഭയമാണുള്ളത്. അതായത് എന്താണ് ഈ കെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയേറെ ഇൻഡസ്ട്രികൾ അല്ലെങ്കിൽ കുറേയേറെ കമ്പനികൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നു. അത് ഒരുപക്ഷെ സെക്ടർ ആവാം, പക്ഷെ ആ സെക്ടറിനകത്ത് തന്നെ മറ്റു ചില കമ്പനികൾ ഗ്രോത്ത് ഉണ്ടാവാതെ താഴേക്ക് പോകുന്നു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മുടെ മുമ്പിൽ വരികയാണ്. പ്രത്യേകിച്ച് അൺലോക്കിംഗ് വരുന്ന ഒരു സമയത്ത് ഇവിടെ നിന്ന് നമുക്ക് ടോപ്പ് ലൈനിലേക്കാണോ പോകുന്നത്, അതോ നമ്മള് ബോട്ടം കുറയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ പ്രസക്തമാണ്.
അപ്പൊ എല്ലാവരെയും ഒരിടത്ത് എത്തിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എങ്ങനെ നമുക്ക് ആ ബ്ലൂ ലൈനിലേക്ക് പോകാൻ കഴിയും, എങ്ങനെ നമുക്ക് ഗ്രോ ചെയ്യാൻ കഴിയും, എങ്ങനെ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യണം, ഇതായിരിക്കണം എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് തയ്യാറെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. KSSIAയും വൃദ്ധിയും ഇന്ന് ചെയ്യുന്നത്, അത് നേരത്തെ ഗവൺമെന്റ് സപ്പോർട്ടിനെ കുറിച്ച് ഉള്ള സെമിനാർ ഉണ്ടായിരുന്നു, മാർക്കറ്റിംഗ് സപ്പോർട്ടിനെ കുറിച്ചുള്ള സെമിനാർ ഉണ്ടായിരുന്നു, ഇന്നിപ്പോ സാങ്കേതിക വിദ്യയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ എങ്ങനെ വി ക്യാൻ ആക്ച്വലി ഗെറ്റ് ഇൻ ടു എ റിക്കവറി വേർ വി നീഡ് ടു ആക്ച്വലി ഗോ ഇൻ ടു എ ഫാസ്റ്റ് ഗ്രോത്ത് മോഡ് റാദർ ദാൻ ഡിക്ലൈനിങ് ആസറ്റ്സ്. അപ്പൊ ആ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് ഒരു പീപ്പിൾ ലിമിറ്റഡ് മൊബിലിറ്റി വരുന്നു, ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് അതുകൊണ്ട് തന്നെ ഒരു നേരത്തെയുള്ള ഒരു മേഖലയിൽ നിന്ന് മാറിയിട്ട് നമുക്ക് നമ്പർ ഓഫ് എംപ്ലോയീസ് ഫിസിക്കലി ബീങ് പ്രസന്റ് ഇൻ എ ലൊക്കേഷൻ, ഈവൻ ഇഫ് യു ഗെറ്റ് വാക്സിൻ വന്നാൽ പോലും അടുത്ത 2 കൊല്ലത്തിനകത്ത് വാക്സിൻ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന വരെ നമുക്ക് ഇങ്ങനെ ഒരു ലിമിറ്റഡ് ഫിസിക്കൽ ആക്ടിവിറ്റി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള കുറേയേറെ ചലഞ്ചുകൾ നമ്മുടെ മുമ്പിലുണ്ട്. മാത്രമല്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ഡിസ്ക്രിഷണറി സ്പെൻഡുകൾ കുറവായിരിക്കും. അപ്പൊ എഫിഷ്യൻസിക്ക് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചലഞ്ച് വരും. നമുക്കറിയാം എക്കോണമി ഗ്രോ ചെയ്യണമെങ്കിൽ ബിസിനസ് നടക്കണം, ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ കൊണ്ടാണ് പലപ്പോഴും എക്കോണമി ഫർദർ ഗ്രോ ചെയ്യുന്നത്. അപ്പൊ ഒരു ഫണ്ടിന്റെ ഒരു ചലഞ്ച് ഉണ്ടാവും, ഒരു ക്രോസ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു അഗ്രസീവ് ആയ ഒരു മോഡൽ നമ്മുടെ മുമ്പിൽ വരും. ഇവയെല്ലാം നമ്മുടെ മുമ്പിൽ ഉള്ള ചലഞ്ചുകളാണ്. അതേസമയം നമ്മുടെ മുമ്പിൽ പുതിയ കുറേയേറെ മാർക്കറ്റുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് അറിയാം ഈ കാലത്ത് തന്നെയാണ് നമ്മുടെ ഒരു മാസ്ക് പോലും ഉണ്ടാക്കാത്ത ഒരു കേരളത്തിൽ ഇന്നിപ്പോ N95 മാസ്ക് ഉണ്ടാക്കുന്ന 1-2 കമ്പനികൾ വന്നു. കോഴിക്കോട് തന്നെ അങ്ങനെയുള്ള കമ്പനികൾ വന്നു. പുതിയ ഹെൽത്ത് സെക്ടറിലുള്ള പുതിയ ഒരുപാട് പ്രൊഡക്റ്റുകൾ വന്നു. അപ്പൊ നമ്മള് ഒരു പുതിയ സെറ്റ് ഓഫ് മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ഹൈപ്പർ ലോക്കൽ ആയിട്ടും ഹൈപ്പർ ഗ്ലോബൽ ആയിട്ടുള്ള മാർക്കറ്റുകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള 2 ചോദ്യമാണുള്ളത്. ഒന്ന്, നമുക്ക് എങ്ങനെ ഇതിനെ സർവൈവ് ചെയ്യാം. 2, നമ്മൾ എങ്ങനെ ഗ്രോ ചെയ്യാം. ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സെമിനാറുകളിൽ കൂടി എല്ലാം ആണ് ശ്രമിക്കുന്നത്. So basically for survival, obviously you need to cutting down the cost. At the same time, you need to also see how we can enhance the revenue. Naturally, that is a simple logic. പ്രത്യേകിച്ച് ഒരു റോക്കറ്റ് സയൻസ് അല്ല, ചെയ്യുന്നത് വിഷമമായിരിക്കും. രണ്ടാമത്തത്, ഗ്രോത്തിന് നമ്മൾ പുതിയ മാർക്കറ്റുകൾ കണ്ടുപിടിക്കണം. പുതിയ നമ്മൾ നേരത്തെ എത്താൻ വിഷമമാണ് എന്ന് കരുതിയിരുന്ന മാർക്കറ്റുകൾ. ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ ഞങ്ങൾ നേരത്തെ സ്റ്റാർട്ടപ്പുകൾ പലപ്പോഴും വരുമ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ സ്റ്റാർട്ടപ്പുകളെ ഡിസ്കറേജ് ചെയ്യാറുണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ യു ടു പെനിട്രേറ്റ് ഇൻ ടു ദി മാർക്കറ്റ് എന്ന് നമ്മൾ പറയാറുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്നാണ് എഡ്യൂടെക് മാർക്കറ്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തത്. ഇന്ന് കേരളത്തില് ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 4 മാസത്തിനകത്ത് സ്റ്റാർട്ടപ്പുകളിൽ തന്നെ ഏകദേശം 400 കോടി രൂപയോളം നിക്ഷേപം വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു 30% നിക്ഷേപം വന്നത് എഡ്യൂടെക് സ്റ്റാർട്ടപ്പുകളിലാണ്. അപ്പൊ അങ്ങനെ ഒരു ഫാസ്റ്റർ ഗ്രോത്തിലേക്കുള്ള ഒരു പോസിബിലിറ്റി നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ നോർമലിനെ മാനേജ് ചെയ്യുന്ന ഒരു മേഖലയിലേക്ക് വരും. അതോടൊപ്പം തന്നെ ഇത് കോവിഡ് നമ്മളെ ഒരു ഡിസ്റപ്ഷൻ ആക്സിലറേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിനു മുമ്പ് തന്നെ കുറേയേറെ ഡിസ്റപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ലാർജ് കമ്പനികളെ മാറിയിട്ട് ലാർജ് കമ്പനികൾ പ്ലസ് സ്മോൾ കമ്പനീസ്, അത് ഒരു ഇലക്ട്രോണിക് മേഖലയിലാവാം. അജൻജി ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, ബാങ്കിങ് സെക്ടറിൽ ഇപ്പൊ നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് സിംഗപ്പൂർ. വളരെ ലേറ്റ് ആയിട്ട് വന്നൊരു ബാങ്കാണ്, അവിടുത്തെ വളരെ ബാക്കി കിടന്ന ഒരു ബാങ്കാണ്. പക്ഷെ ഇന്ന് ലോകത്ത് തന്നെ വൺ ഓഫ് ദി ടോപ്പ് ബാങ്ക്സ് ആയി മാറി. അതിന്റെ വളരെ സിമ്പിൾ ആണ്, അവരുടെ ഡേറ്റ APIs അവൈലബിൾ ആക്കി. കൺവെൻഷണൽ ബാങ്കാണ് ബാങ്ക്, പക്ഷെ അവരുടെ ഡേറ്റയുടെ മേൽ സൊല്യൂഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ വിളിച്ചു, സ്റ്റാർട്ടപ്പുകളെ വിളിച്ചു. അങ്ങനെ വളരെ പെട്ടെന്ന് ലാർജ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഗോട്ട് ഇൻ ടു ദാറ്റ്. ഒരു സിറ്റി ബാങ്കിനോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിനോ ഒന്നും കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് അത്ര പെട്ടെന്ന് ആ ബാങ്കിന് വളരാൻ കഴിഞ്ഞത് ഈ ഒരു കൊളാബറേഷൻ കൊണ്ടാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കൊളാബറേറ്റീവ് മോഡല് നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. ഒരു ലാർജർ കമ്പനി അല്ലെങ്കിൽ ഒരു SME അതിന്റെ കൂടെ ചേർന്ന് കുറേയേറെ സ്റ്റാർട്ടപ്പുകളും ടെക്നോളജി കമ്പനികളുമായിട്ട് ചേർന്നിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ പോകുമ്പോഴാണ് പലപ്പോഴും അൺടാപ്ഡ് ആയിട്ടുള്ള മാർക്കറ്റുകളിലേക്ക് എത്തുന്നത്. നമ്മുടെ ഓരോ മേഖലയിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതായത് നമ്മുടെ മിക്കവാറും എല്ലാ പ്രൊഡക്റ്റും സർവീസും എടുക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കുന്നവരെക്കാളും കൂടുതലാണ് ഉപയോഗിക്കാത്തവർ ഇന്ത്യയിൽ. സോ ദർ ഈസ് എ ലാർജ് നോൺ കസ്റ്റമേഴ്സ് ഫോർ ഓൾമോസ്റ്റ് എവറി പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്.
അത് ബാങ്കിങ് മേഖല എടുക്കുകയാണെങ്കിൽ 50-55% ഇപ്പോൾ ഫോർമൽ ബാങ്കിങ് ഉള്ളത്. ദാറ്റ് മീൻസ് 45% is still not been approached by the banks, which is an important element. ഇതേപോലെ നമുക്ക് ഒരു പാക്ഡ് ഫുഡ് സെക്ടർ എടുത്താലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം എടുത്താലും അതായത് മീറ്റ് ചെയ്യാത്ത അത് ഉപയോഗിക്കാൻ ഇതുവരെ ഉപയോഗിക്കാത്തവർ, നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ കാറ്റഗറി ഉപയോഗിക്കാത്ത ആൾക്കാർ ഒരു വലിയ ശതമാനമുണ്ട്. അവരെ എത്തിപ്പെടാൻ നമുക്ക് പല തടസ്സങ്ങളുമുണ്ട്. ആ തടസ്സങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ഈ ന്യൂ നോർമലിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ച് ആത്മനിർഭർ പോലെയുള്ള പുതിയ പ്രൊജക്ടുകളെ കൂടി ലിവറേജ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അവിടെയാണ് ബിസിനസ്സിന് ഒരു ഇന്നോവേഷൻ കൊണ്ടുവരേണ്ട ആവശ്യം ഉള്ളത്. അതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. റസാഖ് ജി ഇവിടെ ഉണ്ട്, അദ്ദേഹം അതിനെക്കുറിച്ച് പറയും. എങ്ങനെയാണ് 2000-ൽ ഒരു പക്ഷേ തളർന്നു കിടന്നിരുന്ന നമ്മുടെ ഫുട്വെയർ ഇൻഡസ്ട്രിയെ, കോഴിക്കോടിലെ ഫുട്വെയർ ഇൻഡസ്ട്രി ഇന്ന് ഇന്ത്യയിലെ തന്നെ ഒരു വളരെ പ്രമുഖ വ്യവസായമായിട്ട് മാറ്റിയെടുക്കാൻ ആ ഒരു ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ മുമ്പിൽ തന്നെ ഉള്ളൊരു ഉദാഹരണമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത് നമുക്ക് ഈ സമയത്ത് ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റുക എന്നതാണ് നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളത്. അവിടെ ഉള്ള ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്. ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഡിജിറ്റൽ ആവുക എന്നുള്ളതല്ല, മറിച്ച് ഡിജിറ്റൽ ടെക്നോളജിയെ എങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കാം. ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറയുമ്പോൾ IT മാത്രമല്ല, ഒരു ലാർജ് നമ്പർ ഓഫ് ടെക്നോളജീസ് ക്യാൻ കം അണ്ടർ ഡിജിറ്റൽ ടെക്നോളജീസ്. അത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യം വാട്സപ്പ് ആയിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ ബിസിനസ്സിൽ ഇന്ന് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ ഒരുപാട് സഹായിക്കുന്ന ഒരു ടൂളാണ് വാട്സപ്പ് അല്ലെങ്കിൽ മൊബൈൽ, ഇന്റർനെറ്റ്, ഇ-കൊമേഴ്സ്, ക്ലൗഡ്, RPA, IoT, AI, റോബോട്ടിക്സ്, ഇതെല്ലാം നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഇതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് പല രീതിയിലുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് വിശദമായിട്ട് പറയാം. രീതിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി നമ്മുടെ മുമ്പിലുണ്ട്. അത് കോസ്റ്റ് കുറയ്ക്കാനാവാം, ബിസിനസ് വളർത്താനാവാം. അതിനു വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കുന്ന സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പല ഭാഗത്തുമുണ്ട്. ഇൻഫാക്ട് സ്റ്റാർട്ടപ്പ് മിഷൻ ഇന്ന് ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി ഈവൻ കേരളത്തിന് പുറത്തുള്ള സ്റ്റാർട്ടപ്പിനെ പോലും കേരളത്തിനകത്ത് അവർ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിലും അവർക്കൊരു GST രജിസ്ട്രേഷൻ ഉണ്ട്. അവരൊരു 2000 സീറ്റെങ്കിലും കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഒരു ജീവോ അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്റ്റാർട്ടപ്പുകളെ പോലും നമുക്ക് ഇങ്ങനെ ഒരു നമ്മുടെ വ്യവസായങ്ങൾക്കും നമ്മുടെ വ്യാപാരങ്ങൾക്കും വേണ്ടിയിട്ട് ഉള്ള വികസനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് അടുത്ത ഒരു 10 മിനിറ്റിലൂടെ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഐ വിൽ ഹാൻഡ് ഓവർ ടു ദ others. And Ashok my colleague Ashok is there. He will specifically speak about startup mission ചെയ്യുന്നതും നമ്മുടെ സ്റ്റാർട്ടപ്പ് ഓഫറിങ്ങിനെ കുറിച്ചും അശോക് സംസാരിക്കുന്നതാണ്. അപ്പൊ ഞാൻ 4 തലത്തിലാണ് നോക്കുന്നത്. ഒന്ന്, we can cost restructuring, which is very important. Financial discipline, increasing the financial discipline. ഇത് രണ്ടും നെസസറി കണ്ടീഷൻ ആണ് ഏത് MSMEക്കും ഏത് കമ്പനിക്കും ഒരു ക്രൈസിസ് ടൈമിൽ. അതിന് അടുത്തതാണ് എൻഹാൻസിങ് ദ ഗ്രോത്ത് ത്രൂ ഇന്നോവേഷൻ ആൻഡ് കൊളാബറേഷൻ. സോ ഇതിന് ഓരോന്നും എടുക്കുകയാണെങ്കിൽ കോസ്റ്റ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നതിനകത്ത് തന്നെ നമുക്ക് നമ്മുടെ മുമ്പില് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും നമുക്ക് റീസ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരുപാട് നോൺ വാല്യൂ ആഡിങ് ആയിട്ടുള്ള കോസ്റ്റുകളുണ്ട്. അത് പലതും സാങ്കേതിക വിദ്യയ്ക്ക് മറികടക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ ഇന്ന് ചെയ്യുന്ന പല കോസ്റ്റ് എലിമെന്റിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ മുമ്പിൽ തന്നെ നമുക്കറിയാം, നമ്മളെ ഒരു ജനുവരി മാസം നമുക്കൊരു ബിസിനസ് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമായിരുന്നു. നമ്മുടെ ട്രാവൽ കോസ്റ്റ് എത്രയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം. ഇന്ന് അത്രയും ബിസിനസ് കിട്ടിയില്ലെങ്കിൽ പോലും അതിലൊരു നല്ലൊരു ശതമാനം നമുക്ക് ഫോണിൽ കൂടെ ചെയ്യാൻ കഴിയുന്നുണ്ട്. പഴയ വ്യാപാരികൾ ചെയ്യുന്ന പോലെ നമുക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴിയോ മൊബൈൽ വഴിയോ വാട്സപ്പ് വഴിയോ ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ മേഖലയിൽ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ എല്ലാം എടുക്കുന്നില്ല, ചില മേഖലകൾ നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ ട്രാവൽ, ടെലികമ്മ്യൂട്ടിംഗ് എന്ന് പറയുന്നത് നമുക്കിപ്പം വളരെ കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ തന്നെ ഇപ്പൊ സംവദിക്കുന്നത്. സൂം പോലെയുള്ള ഒരു സ്റ്റാർട്ടപ്പ് പ്രൊഡക്റ്റ് എങ്ങനെ നമ്മളെ വളരെ പെട്ടെന്ന് നമ്മുടെ ബിസിനസ് ചെയ്യാൻ സഹായിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ട്രാവലിന്റെ കോസ്റ്റ് നമുക്ക് സബ്സ്റ്റാൻഷ്യലി ആയിട്ട് കുറയ്ക്കാൻ കഴിയും. ഇതിന്റെ അടുത്ത ലെവലിലേക്ക് നമുക്ക് ഈവൻ മോണിറ്ററിംഗ് സിസ്റ്റംസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും. ന്യൂസ് പേപ്പർ ആഡ്
ആയിരുന്നു പലപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറി ഡിജിറ്റൽ മൊബൈൽ പ്ലേസ്മെന്റ്, ഇന്ന് വളരെ ചെറിയ കമ്പനികൾ പോലും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് പോകുന്ന ആൾക്കാർ കൂടുതലും ഒരു വളരെ പ്രിസൈസ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റ് കൊടുക്കാനുള്ള ഇതിലേക്ക് എത്തുന്നു. മറ്റൊന്ന്, നമ്മുടെ ഒരു കൺവെൻഷണൽ തിങ്കിങ്ങിൽ നമ്മൾ എപ്പോഴും നമ്മുടെ എംപ്ലോയീസ് 100% നമുക്ക് വേണ്ടി മാത്രമാവണം എന്നുള്ള ഒരു തിങ്കിങ്ങിലായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. ഒന്ന്, നമുക്ക് എക്സ്പെൻസീവ് ആയിട്ട് എംപ്ലോയീസിനെ ഹയർ ചെയ്യാൻ പറ്റില്ല, ടാലന്റിനെ ഹയർ ചെയ്യാൻ പറ്റില്ല. രണ്ട്, അങ്ങനെ ഹയർ ചെയ്യുകയാണെങ്കിൽ അവർ വളരെയധികം വേസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇൻ ദ ന്യൂ വേൾഡ് യു ഡോണ്ട് നീഡ് ദാറ്റ്. യു ഹാവ് എ കമ്മിങ് എ വേൾഡ് വേർ ഒരു ഗിഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റില് നമുക്ക് റിസോഴ്സുകളെ ഷെയർ ചെയ്യാൻ കഴിയുന്നത്, നോൺ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പക്ഷേ എക്സ്പെൻസീവ് ആയിട്ട്, ഇപ്പോൾ വെർച്വൽ CFO എന്ന് പറഞ്ഞ് ഇപ്പൊ എനിക്കൊന്ന് അജയൻ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ അങ്ങനെയുള്ള ഷെയർഡ് ആയിട്ടുള്ള ഷെയർ ചെയ്യാൻ പറ്റുന്ന റിസോഴ്സുകൾ വരുന്നുണ്ട്. നമ്മൾ ഇന്ന് റെന്റൽസിന് ഒരു വലിയൊരു എമൗണ്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആലോചിക്കേണ്ട ഒരു ചോദ്യം, നമ്മുടെ ഷോപ്പിലോ നമ്മുടെ ഫെസിലിറ്റിയിലോ ഇത്രയധികം പ്രൊഡക്റ്റിന്റെ ആവശ്യമുണ്ടോ? ആ പ്രൊഡക്റ്റുകൾ ഇത്രയും ഡിസ്പ്ലേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പീപ്പിൾ ഹു ആർ കമ്മിങ് ആൻഡ് ടേക്കിംഗ് എ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് കണ്ടേ അവർ വാങ്ങുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങുന്ന എക്സ്പെൻസീവ് കാർ പോലും നമ്മൾ കണ്ടല്ല വാങ്ങുന്നത്, നമ്മൾ അതിന്റെ ഒരു റിപ്ലിക്കയാണ് കാണുന്നത്. നമ്മൾ വാങ്ങുന്ന കാർ പിന്നീട് എപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ പോയിന്റ് ഈസ് ദാറ്റ് ഇതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. എവറിഥിങ് ഹാസ് ടു ബി ഫിസിക്കലി ദെയർ എന്നുള്ളത്. അങ്ങനെ ഒരു ലെവലിലേക്ക് വരുന്ന അത് ക്രിയേറ്റ് ചെയ്യുന്ന സൊല്യൂഷൻസ് ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ്, പലതും നമുക്ക് ഷെയർഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കാൻ കഴിയും. നമ്മൾ പലപ്പോഴും നമ്മൾ കാണാത്ത ഒരു കാര്യമാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇൻവെന്ററി നമ്മുടെ പലരുടെയും കമ്പനികളിലെ ഒരു വലിയൊരു ബ്ലോക്ക് അല്ലെങ്കിൽ കോസ്റ്റ് എടുക്കുന്നത് ഇൻവെന്ററി ആണ്. അവിടെ നമുക്ക് കൊളാബറേഷനിലും പ്രൊക്യൂർമെന്റ് ട്രേഡിങ്ങിലും ഒക്കെ ഉള്ള പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതെല്ലാം സ്റ്റാർട്ടപ്പുകളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ പലപ്പോഴും വളരെ കുറവാണ്. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മൾ ഡേറ്റ ഒരുപാട് നമ്മുടെ കയ്യിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് ഇന്റലിജൻസ് എടുക്കുന്നത് ഇന്ന് മനസ്സിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ബിസിനസ്മാൻ മറ്റൊരാളും നന്നായിട്ട് ചെയ്യുന്നത്. പക്ഷെ അതിനെ ഒരു സ്ട്രക്ചേർഡ് മോഡലിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻസൈറ്റ് നമുക്ക് അതിന് കിട്ടും. പ്രത്യേകിച്ച് ERP പോലെയുള്ള സിസ്റ്റംസ് ഉള്ള ഒരു കേസ്. I'm sure that VKC can give a lot of interesting examples. എങ്ങനെയാണ് VKCയുടെ ഗ്രോത്തിന് ഒരു ERPയും അങ്ങനെയുള്ള അനലിറ്റിക്സും സഹായിച്ചെന്നുള്ളത്. അതേപോലെ തന്നെയാണ് ഇൻട്രസ്റ്റ് കോസ്റ്റ് നമ്മുടെ മറ്റൊരു വലിയൊരു ഘടകമാണ്. ഇവിടെ നമുക്ക് പുതിയ P2B നെറ്റ്വർക്കുകൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് IoT പോലുള്ള സൊല്യൂഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം നേരത്തെ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു, അതെല്ലാം ഇപ്പോൾ വളരെ വളരെ കുറഞ്ഞു വരുന്ന ഒരു കേസാണ്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബാലൻസ് ഷീറ്റിലെ പല ഘടകങ്ങളും നമുക്ക് റീലുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ റീസ്ട്രക്ചർ ചെയ്യാൻ ഉള്ള ഒരു പോസിബിലിറ്റി. ഡീറ്റെയിൽ സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. ഗ്രോത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എക്സിസ്റ്റിംഗ് ക്ലയന്റ് തിങ്കിങ്ങിൽ നിന്ന് മാറിയിട്ട് പുതിയ ക്ലയന്റുകളെ കൂടി കാണാൻ കഴിയുകയും അവർക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ നമ്മൾ കാണാത്ത രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റ് പൊസിഷൻ ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ വേറൊരു വെഹിക്കിളിൽ കൂടി മുമ്പിൽ എത്തിക്കാൻ കഴിയുക എന്നുള്ള ഒരു ചലഞ്ചിൽ വരികയാണെങ്കിൽ ഇത് ഒരു പോസിബിലിറ്റിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പോസിബിലിറ്റി നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോ ഇതിന്റെ ഒരു ചോദ്യം വരുന്നത്, ഇതെല്ലാം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുമോ, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യും? അതിന് ഉത്തരം നിങ്ങൾ ചെയ്യരുത് എന്ന് തന്നെയാണ്. ഇത് ചെയ്യാനായിട്ട് അതിന്റെ സ്പെഷ്യലിസ്റ്റ് കമ്പനികളുണ്ട്. ഈ സ്റ്റാർട്ടപ്പുകൾ പലരും ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെക്നോളജി കമ്പനികൾ പലരും ചെയ്യുന്നത്, ഇതിൽ ഓരോരോ മേഖലകള് ഉള്ള സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാം. ആ സൊല്യൂഷൻസ് എങ്ങനെ നമ്മുടെ ബിസിനസ്സിലേക്ക് അഡോപ്റ്റ് ചെയ്യാം എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇങ്ങനെ ഒരു അഡോപ്ഷനിൽ കൂടി നമുക്ക് ഒരു നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഗ്രോത്തിലേക്ക് പോകാൻ കഴിയും. കാരണം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇന്ന് നിങ്ങളും റിലയൻസും ഒരേ ലെവലിൽ നിൽക്കുകയാണ്. അവരുടെ കയ്യിൽ ഒരു വലിയൊരു ഡീപ്പ് പോക്കറ്റ് ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ റിലയൻസിന് വളരെ പെട്ടെന്ന് ഓടിയെത്താൻ കഴിയും. ആ ഓടിയെത്താൻ കഴിയുന്ന റിലയൻസിനെ നമുക്ക് കോമ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ഒരു കൊളാബറേഷനിലേക്ക് പോയേ പറ്റുള്ളൂ. അവിടെയാണ് നമ്മുടെ പുതിയ ഒരു കൊളാബറേറ്റീവ് മോഡലിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളത്. ഹൗ ഡു യു ഡ്രൈവ് ദിസ് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഈസ് ദ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അതിലാണ് നമുക്ക് ടെക്നോളജി കമ്പനികളുമായിട്ടുള്ള പല മോഡലുകൾ നമുക്ക് ചെയ്യാം. അവരുടെ സൊല്യൂഷൻസ് വാങ്ങാം. പലപ്പോഴും നമുക്ക് ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് മടിയായിരിക്കും. നമുക്ക് പലപ്പോഴും നമ്മുടെ ക്യാഷ് സേവ് ചെയ്യേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിയായിരിക്കും. അതിന് പകരം
നമുക്ക് സാസ് പോലെയുള്ള, അതായത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് അല്ലെങ്കിൽ സർവീസ് ഒരു ഷെയറിംഗ് മോഡലിലേക്ക് പോകാം, പാർട്ട്ണർഷിപ്പ് മോഡലിലേക്ക് പോകാം. അത് പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകളുടെ ഒരു വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് അവരുടെ സെയിൽസിന് അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സെയിൽസ് വോളിയം കിട്ടുകയാണെങ്കിൽ അവർക്ക് ഒരു പരിധി വരെ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. ആ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വളരെ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ക്ലൗഡ് സൊല്യൂഷൻസ് കൊണ്ടുവരാൻ കഴിയും. ഇപ്പൊ MSMEക്ക് ആണെങ്കിൽ ക്ലൗഡ് സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നതിന് സബ്സിഡി പോലും MSME മിനിസ്ട്രി നൽകുന്നുണ്ട്. അപ്പൊ ഇത് എങ്ങനെ ചെയ്യാന്നുള്ളതിന് നമുക്ക് 3 കാര്യങ്ങൾ പറയാം. അത് പറഞ്ഞു നിർത്താം. 3 കാര്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. പുതിയ സംരംഭം നമ്മൾ തന്നെ തുടങ്ങാം. ഒരുപക്ഷെ സാങ്കേതികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ അത് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ സ്റ്റാർട്ടപ്പ് മിഷൻ പോലെയുള്ള സ്ഥാപനങ്ങൾ ചെയ്തു കൊടുക്കാറുമുണ്ട്. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് എഴുതിയതുപോലെ ഒരുപക്ഷെ സ്റ്റാർട്ടപ്പ് മിഷന് ഒരു ഹയർ റാങ്കിങ് കിട്ടുകയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഡിഫിക്കൽട്ട് ആവുകയും ചെയ്യുന്നതിന്റെ കാരണം തന്നെ ഇന്നിപ്പോ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയോ ഒരു ടെക്നോളജി കമ്പനിയോ തുടങ്ങുക എന്ന് പറയുന്ന ഒരു കോഴി ഫാം തുടങ്ങുന്നതിനേക്കാളും എളുപ്പമാണ്. അത് വളരെ ട്രൂ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺവെൻഷണൽ ഇൻഡസ്ട്രി തുടങ്ങുമ്പോഴാണ് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളത്, ഒരുപാട് ചലഞ്ചസ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ നമുക്ക് അപ്പൊ ആ ഒരു ചലഞ്ച് ഇല്ലായ്മ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫേവറബിൾ എൻവറോൺമെന്റ് ഉള്ളത് കൊണ്ട് കുറെ പേർക്ക് അങ്ങനത്തെ സാങ്കേതികമായിട്ടുള്ള തുടങ്ങാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയുന്നില്ല, കാര്യം ഈ സെക്ഷന്റെ ഉദ്ദേശം അതല്ലാത്തതുകൊണ്ട്. രണ്ടാമത്തത്, നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സൊല്യൂഷനെ നമ്മുടെ ബിസിനസ്സിലേക്ക് അഡോപ്റ്റ് ചെയ്യാം. നമ്മുടെ ഹാൻഡ് ഹോൾഡിംഗ് എന്ന് പറയുന്ന ഇത് നമ്മുടെ പ്രോബ്ലംസും അവരുടെ സൊല്യൂഷൻസും കൂടി നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. മൂന്നാമത്തത് ഇതൊന്നും അല്ല, നമുക്ക് ഇതിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. സ്പെസിഫിക്കലി ഐ വിൽ ഗോ ഇൻ ടു ദ അഡാപ്ഷൻ മോഡൽ. ദാറ്റ് ഇസ് ബേസിക്കലി സ്റ്റാർട്ടപ്പ് മിഷൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ഫോക്കസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അശോക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ പറയും. അവിടെ നമ്മൾ എങ്ങനെ ഒരു MSMEയുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ സ്റ്റാർട്ടപ്പിന്റെ പ്രൊഡക്റ്റും സർവീസുമായിട്ട് ജോയിൻ ചെയ്ത് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന്. അവരുടെ പ്രോബ്ലംസ്, MSMEയുടെ പ്രോബ്ലംസ് എങ്ങനെയാണ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് കോസ്റ്റ് കുറയ്ക്കുകയോ ബിസിനസ് കൂട്ടുകയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരിക, ഇന്നത്തെ പെയിൻ പോയിന്റ്സിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് എങ്ങനെ നമുക്ക് സ്റ്റാർട്ടപ്പ് മേഖലയിൽ നിന്ന് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. ഇത് 4 രീതിയിൽ നമുക്ക് ഈ കൊളാബറേഷന് പോസിബിൾ ആണ്. ഒന്ന്, പ്രൊഡക്റ്റ് ഓർ സർവീസ് എൻഹാൻസ്മെന്റ്, അല്ലെങ്കിൽ ഓപ്പറേഷണൽ കോസ്റ്റ് റിഡക്ഷൻ, ബിസിനസ് എക്സ്പാൻഷൻ, റിസോഴ്സ് ഓർ കപ്പാസിറ്റി ബിൽഡിംഗ്. ഈ 4 മേഖലകളിലും നമുക്ക് പോസിബിൾ ആണ്. പ്രൊഡക്റ്റ് ഓർ സർവീസ് എൻഹാൻസ്മെന്റ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റിനെ പോലും ഒരു മോഡുലറൈസ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാൻ ഉള്ള സാങ്കേതിക വിദ്യ പല സ്റ്റാർട്ടപ്പുകളുടെ കയ്യിലുണ്ട്. അത് ഒരു പ്രൊഡക്റ്റ് ഇന്റലിജൻസ് കൊണ്ടുവരാം. പ്രൊഡക്റ്റിന് പലപ്പോഴും നമുക്കൊരു ഇന്റലിജൻസ് ഉണ്ടാവാറില്ല. ഇത് ഓരോ പ്രൊഡക്റ്റിനനുസരിച്ച് വേരി ചെയ്യും. ആ പ്രൊഡക്റ്റിൽ ഒരു ഇന്റലിജൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ്. ഇപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വാങ്ങുന്ന പച്ചക്കറിക്ക് ഇന്റലിജൻസ് ഇല്ല. ഇന്ന് നമ്മൾ വാങ്ങുന്നു പച്ചക്കറി, നമ്മൾ ആഹാരം കഴിക്കുന്നു. പച്ചക്കറിയിൽ ഒരു QR കോഡ് കൊടുക്കുകയും ആ QR കോഡിനെ നമ്മൾ ഫാർമറുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ പച്ചക്കറിക്ക് ഒരു ഇന്റലിജൻസ് വരുന്നു. കാര്യം വാങ്ങുന്ന ഒരാൾക്ക് ഈ പച്ചക്കറി എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യം അറിയാൻ കഴിയും. ഫാർമേഴ്സ് ഫ്രഷ് സോൺ എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട്. ഇന്ന് ഒരുപക്ഷെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഫാർമേഴ്സിനായിരിക്കും ഏറ്റവും കൂടുതൽ പച്ചക്കറിക്ക് വില കിട്ടുന്നത്. ഇന്ത്യയിലെ തന്നെ B2C വെജിറ്റബിൾ മാർക്കറ്റിൽ കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്തിയ കമ്പനിയാണ് ഫാർമേഴ്സ് ഫ്രഷ് സോൺ. അപ്പൊ അത് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്, വളരെ വളരെ എലിമെന്ററി എക്സാമ്പിൾ ആണ്. പക്ഷെ ഇതിന്റെ പല അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകാൻ കഴിയും. നമ്മുടെ പ്രൊഡക്റ്റുകളെ അടുത്ത ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. രണ്ടാമത്തത് ഡേറ്റ ഇന്റലിജൻസ് ആണ്. ഡേറ്റ ഇന്റലിജൻസ് നമുക്ക് പ്രെഡിക്റ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരാൻ ഡേറ്റ ഇന്റലിജൻസിന് കഴിയും. ഇത് നമ്മുടെ സർവീസ് എൻഹാൻസ്മെന്റിലേക്ക് കൊണ്ടുവരാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ പുതിയ മേഖലയിലുള്ള ആൾക്കാരെ പുതിയ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സർവീസ് എൻഹാൻസ്മെന്റ് ചെയ്യാൻ കഴിയും. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് തന്നെ നമുക്കൊരു ചെറിയ മോഡൽസ് വെച്ച് ചെറിയ പൊസിഷൻ കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിന് ഒരു എക്സ്പാൻഷൻ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരു പുതിയൊരു മേഖലയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത്, നമുക്ക് വേണ്ടത് നമ്മുടെ ഓപ്പറേഷണൽ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിരിക്കും. അവിടെയാണ് സപ്ലൈ ചെയിനും ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറയ്ക്കുന്ന സൊല്യൂഷൻസ്. നമ്മൾ ചെയ്യുന്ന പല ആക്ടിവിറ്റികളിലും കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാങ്കേതികമായ സഹായങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കസ്റ്റമർ അക്വിസിഷന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ്, ഇൻവെന്ററി കോസ്റ്റിനുള്ള സൊല്യൂഷൻസ്,
എല്ലാം ഇതിന്റെ എക്സാമ്പിൾ ആണ്. ഇപ്പോ ഉദാഹരണമായിട്ട് ഇത് തോംസന്റെ പ്രൊഡക്റ്റ് ആണ്. തോംസൺ അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എങ്ങനെയാണ് ഇന്ന് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്? ഒരു സൈലോ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഓരോ സ്റ്റെപ്പിൽ നമുക്ക് വേസ്റ്റേജ് ഉണ്ടാവുന്നുണ്ട്, കാണാത്തൊരു വേസ്റ്റേജ് ആയിരിക്കും. അതിനെ എങ്ങനെ ഒരു ഇന്റഗ്രേറ്റഡ് സൊല്യൂഷൻ ആക്കാൻ കഴിയും എന്നുള്ളതാണ് തോംസന്റെ പ്രൊഡക്റ്റ് SMEസിന് കൊണ്ടുവരുന്നത്. ആ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കോസ്റ്റില് ഒരു വേരിയേഷൻ കൊണ്ടുവരാൻ കഴിയും. അപ്പൊ ഇതുപോലെയുള്ള കുറേയേറെ പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ കൊണ്ട് നമുക്ക് ഇന്റഗ്രേറ്റഡ് മോഡലിലേക്ക് പോവുക എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മൂന്നാമത്തത് ബിസിനസ് എക്സ്പാൻഷൻ ആണ്. പുതിയ മാർക്കറ്റുകൾ, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്റർനെറ്റ് മേഖല വഴി പോകുമ്പോൾ നമുക്ക് മാർക്കറ്റുകളുടെ പരിമിതി, ജോഗ്രഫി റിമൈൻസ് ആസ് എ ഹിസ്റ്ററി എന്ന് പറയും. അതായത് ജോഗ്രഫി ഇനി നമുക്ക് ഹിസ്റ്ററി പോലെ ചരിത്രമാകും, കാരണം ജോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ് ഇല്ല. മാത്രമല്ല വളരെ ഫോക്കസ്ഡ് ആയിട്ട് കസ്റ്റമറിലേക്ക് എത്തുവാനും അതുകൊണ്ട് കഴിയും. സർവീസുകൾ പോലും ഡീമെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റും. ചാറ്റ് ബോട്ടുകൾ പോലെയുള്ളത് കൊണ്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തി ഇല്ലാതെ തന്നെ വ്യക്തിക്ക് തരുന്ന അതേ ലെവൽ ഓഫ് സർവീസ് കൊടുക്കാൻ കഴിയുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. സർവീസ് കമ്പനികൾക്കാണ് അത് കൂടുതൽ ലെവൽ. ഡേറ്റ അനലിറ്റിക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ പുതിയ കാണാത്ത മാർക്കറ്റുകളെ ടാപ്പ് ചെയ്യാനുള്ള ടെക്നോളജി സൊല്യൂഷൻസും നമ്മൾക്ക് പലയിടത്തും അവൈലബിൾ ആണ്. ഷെയർഡ് റിസോഴ്സസും അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോംസും ഇപ്പോൾ ഗിഗ് പോലെയുള്ള സൊല്യൂഷൻസ് ഉണ്ട്. അവിടെ നമുക്ക് അവറിന് വേണ്ടി മാത്രം ഒരാളെ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് റിസോഴ്സിന് വളരെ ഫ്യൂ പീരീഡിലേക്ക് വേണ്ടി മാത്രം. ഇതെല്ലാം ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അത് കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. റിമോട്ട് വർക്കേഴ്സ്, ഫ്രീലാൻസേഴ്സ് അവൈലബിൾ ആണ്. P2P നെറ്റ്വർക്ക് അവൈലബിൾ ആണ്. പ്ലാറ്റ്ഫോം എക്കോണമി എന്ന് പറയുന്ന രീതിയിൽ ഉള്ള അവൈലബിലിറ്റി ഉണ്ട്. ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള അവസരങ്ങളാണ്. ഈ അവസരങ്ങൾ എങ്ങനെ നമ്മൾ ഉപയോഗിക്കും എന്നതാണ് അടുത്ത ലെവലിലേക്ക് പോകാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ആസ്പെക്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് 3 തരത്തിൽ ചെയ്യാം. അല്ല, അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതെല്ലാം ഷെയർഡ് ആയതുകൊണ്ട് ഇതിന്റെ കോസ്റ്റ് വളരെ കുറവാണ്. മിക്കവാറും ഉള്ള കേസുകളിൽ യു ആർ നോട്ട് ബൈയിങ് ദ പ്രൊഡക്റ്റ്, യു ആർ ഓൺലി ഷെയറിംഗ് ദ പ്രൊഡക്റ്റ്. സോ അതുകൊണ്ട് തന്നെ ഒരു അപ്ഫ്രണ്ട് കോസ്റ്റ്, ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ട ആവശ്യം വരുന്നില്ല. മറിച്ച് വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റും ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റുമായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ ഇതൊരു ലോ റിസ്ക് മോഡലുമാണ്. പക്ഷെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ബിസിനസിന്റെ നോളജും ഈ സ്റ്റാർട്ടപ്പ് കൊണ്ടുവരുന്ന പ്രൊഡക്റ്റും തമ്മിൽ ഒരു വലിയ ഒരു ലിങ്ക് വേണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. കണ്ണൂരുള്ള ഒരു ഷോപ്പ് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും കുറെ കാലമായിട്ടുള്ളതാണ്, 100 കൊല്ലം പഴക്കമുള്ള ഒരു ഷോപ്പാണ്. അവിടുത്തെ ബിസിനസ് വരുന്നത് അവിടുത്തെ വാക്കിൻസ് ആണ്. ആ ഷോപ്പിന്റെ പേര് ആൾക്കാർ പറഞ്ഞു ആ ഷോപ്പിനുള്ള വാക്കിൻസ് ആണ് വരുന്നത്. ഇന്ന് ആൾക്കാർ വരുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ബിക്കോസ് ഓഫ് കോവിഡ് കാരണം അവർക്ക് നമ്പർ ഓഫ് ഫുഡ് ഫോൾസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു സൊല്യൂഷൻ കൊടുത്തു, നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാം, വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് മാർക്കറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വെബ്സൈറ്റ് അല്ല ഇവർക്ക് ശരിക്കും ആവശ്യമുള്ളത്. ഇവർക്ക് വേണ്ടത് ഇൻബൗണ്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയുണ്ട്. അതായത് നമ്മുടെ കാര്യങ്ങൾ പറയുകയല്ല ചെയ്യുന്നത്, മറിച്ച് നമ്മളിലേക്ക് എങ്ങനെയാണോ അവിടെ ഇതുവരെ ഫുഡ് ഫോൾസ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അതുപോലെയുള്ള ഒരു മേഖലയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആൾ വരേണ്ട ആവശ്യം. അപ്പൊ ഇൻബൗണ്ട് മാർക്കറ്റിംഗ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അത്യാവശ്യമായിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ബിസിനസ് വളർത്തിയത്, നമ്മുടെ വ്യവസായം വളർത്തിയത് നമ്മുടെ കുറെ സ്ട്രെങ്സ് കൊണ്ടാണ്. ആ സ്ട്രെങ്സിനെ ഓഗ്മെന്റ് ചെയ്യുന്ന സൊല്യൂഷൻസ് കൊണ്ടുവരികയും നമ്മുടെ ഇപ്പോൾ ഉള്ള വീക്ക്നെസ്സുകളെ മിനിമൈസ് ചെയ്യുന്ന സൊല്യൂഷൻസും ആണ് നമുക്ക് വേണ്ടത്. അങ്ങനത്തെ ഒരു വിൻ വിൻ മോഡലാണ് നമ്മുടെ മുമ്പിൽ വരേണ്ട ആവശ്യമുള്ളത്. അതിനു വേണ്ടിയിട്ട് സ്റ്റാർട്ടപ്പ് മിഷൻ 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഡിമാൻഡ് ഡേ എന്ന് പറഞ്ഞിട്ട് MSMEകളും അസോസിയേഷൻസുമായിട്ട് സംസാരിച്ച് ബിസിനസ് പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്ത്, പലപ്പോഴും നമ്മൾ വളരെ ഒരു ടോപ്പ് ലെവലിലായിരിക്കും പറയുന്നത്, അതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആക്കുന്നു. വൃദ്ധി പോലെയുള്ള കൺസൾട്ടിങ് ഗ്രൂപ്പുകൾക്കും സപ്പോർട്ടിംഗ് ഗ്രൂപ്പുകൾക്കും ഇത് ചെയ്യാൻ കഴിയുന്നതാണ്. അങ്ങനെ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റിനെ അഡ്രസ് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. എന്നിട്ട് നമുക്ക് അതിന്റെ എങ്ങനെ കൊളാബറേറ്റ് ചെയ്യാൻ കഴിയും എന്ന് തീരുമാനിക്കാം. ഇതാണ് ഒരു മോഡൽ. രണ്ടാമത്തെ ഒരു മോഡൽ ഡെമോ ഡേ എന്ന് പറയുന്ന മോഡലാണ്. ഇവിടെ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ള സൊല്യൂഷനുകൾ അത് എങ്ങനെ ബിസിനസിനെ സഹായിക്കും എന്നുള്ള രീതിയിൽ അവർ കേസ് സ്റ്റഡിയോടുകൂടി കാണിക്കും. അത് നമുക്ക് നമ്മുടെ രീതിയിലേക്ക് കസ്റ്റമൈസ് ചെയ്ത് അഡോപ്റ്റ് ചെയ്യാം.
ഈ രണ്ട് മോഡൽ കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ബേസിക്കലി ഗോയിങ് ഇൻ ടു ദ നെക്സ്റ്റ് ലെവൽ ഓഫ് ഗ്രോത്ത് ആസസ്. നമ്മൾ തമാശയായിട്ട് പറയാറുണ്ട്, അതായത് പണ്ട് കാലത്ത് ആമയും മുയലും കൂടെ മത്സരമായിരുന്നു. ഇന്ന് ആമയും മുയലും കൂടെ മത്സരം അല്ല ചെയ്യുന്നത്, മറിച്ച് അവർ ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോ എവിടെയൊക്കെ വെള്ളം കിടക്കുന്നോ അപ്പൊ അവിടെ മുയല് ആമയുടെ മുകളിൽ കയറിയിരിക്കും. എവിടെയെല്ലാം നോർമൽ ടെറൈൻ ആണ് അവിടെ ആമയെ മുയൽ ചുമക്കും. ഇതുകൊണ്ട് രണ്ടുപേർക്കും ഫാസ്റ്റ് ആയിട്ട് മറ്റിടത്ത് എത്താൻ കഴിയും. ഇതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ക്രൈസിസ് കടക്കേണ്ട ഏറ്റവും വലിയ ഒരു മെസ്സേജ്. ഹൗ ഡു വി ആക്ച്വലി കം ടുഗദർ ടു ഗെറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് ലെവൽ? ആസ് ലെവി സെഡ്, വി കനോട്ട് ഗോ ബാക്ക് ആൻഡ് ചേഞ്ച് ദ ബിഗിനിങ്. നമുക്ക് പഴയ രീതിയിലേക്ക് പോവുകയോ പഴയത് മാറ്റാനോ പറ്റില്ല. പക്ഷെ നമുക്ക് ഇന്ന് തീരുമാനിക്കാം നമുക്ക് എങ്ങനെ എൻഡിങ് മാറ്റാൻ കഴിയുമെന്നുള്ളത്. ആ എൻഡിങ് മാറ്റുവാനുള്ള ശ്രമമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. അതിന് സ്റ്റാർട്ടപ്പുകളുമായിട്ടും ടെക്നോളജി കമ്പനികളുമായിട്ട് സഹകരിച്ച് എങ്ങനെ സാങ്കേതിക വിദ്യ കൊണ്ട് നമുക്ക് അടുത്ത ലെവലിലേക്ക് എത്തുവാനുള്ള ഗ്രോത്ത് കൊണ്ടുവരികയും, കേരളത്തിലെങ്കിലും കെ മോഡൽ ഉണ്ടാവില്ല, വി മോഡൽ മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മുടെ വ്യവസായത്തിന് വി മോഡൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന ഒരു പ്ലഡ്ജിലേക്ക് നമുക്ക് പോകാം. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച് ഫോർ എ വെരി പേഷ്യന്റ് ലിസണിങ്. ആൻഡ് if you have any questions, I'll be happy to take. അല്ലെങ്കിൽ അവസാനം നമുക്ക് ക്വസ്റ്റ്യൻ എടുക്കാം. Thank you. Thank you very much, Dr. Saji. Sir, Saji sir, ഈവനിംഗിൽ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നുണ്ടാവോ സെഷനിലേക്ക്? എനിക്കൊരു 15 മിനിറ്റ് മതി. അത് ഞാൻ ഒരു 15 minutes ഉള്ളൂ. ശരി. Okay, then we will leave the question. I'm going to Gujarat and I'll come back after 15 minutes. Okay, fair enough. That's what technology. ആലോചിച്ച് നോക്കുക, ടെക്നോളജി എത്ര മാറിക്കഴിഞ്ഞു. സജി സാർ പറഞ്ഞ മാതിരി നമ്മൾ ചെറുകിട വ്യവസായം, നമ്മൾ ടെക്നോളജി IT പറയുമ്പോൾ നമുക്കൊരു ഭയമാണ് ഉള്ളത്. ഇതെന്താ ഈ ടെക്നോളജി, ഇവരെന്താ കാണിക്കുന്നത്, എന്താ ചെയ്യുന്നത്? പക്ഷെ സജി സാർ പറഞ്ഞ മാതിരി ഇതൊരു അപാരമായ സാധനമല്ല. കുറെ സ്റ്റാർട്ടപ്സ് നമുക്കുണ്ട്. ചെറിയ ചെറിയ സ്റ്റാർട്ടപ്സുകളും നമ്മളെ കൊളാബറേറ്റ് ചെയ്ത് നമ്മുടെ കുറെ കാര്യങ്ങൾ ഈസിയായി ചെയ്ത് പിടിക്കാൻ പറ്റും. പക്ഷെ അത് എങ്ങനെ നമ്മളത് അഡോപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്ത് കൊളാബറേറ്റ് ചെയ്ത് നമ്മൾ സക്സസിലോട്ട് എത്തുന്നു, ആ ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു എന്താ പറയാ, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ ബാരിയർ ഓൾവേസ് എന്നുള്ളൊരു പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി നമുക്ക് ഡെമോയുടെ സ്ലൈഡ് ഒന്നും ഉണ്ടാവും. അപ്പോൾ ആ ഒരു ചാലഞ്ചാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഐ തിങ്ക് ഇങ്ങനത്തെ ഒരു സീരീസും വെബിനാർ സീരീസും ഇങ്ങനത്തെ പ്രോഗ്രാംസും നമ്മൾ നടത്തി കഴിയുമ്പോൾ ആ ഒരു ഗ്യാപ്പ് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് വാട്ട്. താങ്ക് യു വെരി മച്ച് ഡോക്ടർ സജി സർ. നെക്സ്റ്റ് സ്പീക്കർ ഈസ് മിസ്റ്റർ നവാസ് മീരാൻ. മിസ്റ്റർ നവാസ് മീരാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. എന്നാൽ പോലും ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, Mr. Nawaz Miran is the chairman at Eastern Condiments Private Limited, son of M.E. Miran, who was known as India's curry powder king. Mr. Nawaz belongs to a conservative Muslim family from Kottamangalam, an hour's drive from his home in Adimali. His family, that was engaged in trading of provisions, began to think big and set his sights and vision on the Gulf, European and American markets. Started with the provision business in 1970 in a small way, got into marketing and distribution of several major consumer products, including soaps, bulbs, batteries, and biscuits. Discontinued marketing of consumer products and took up manufacturing of curry powders in 1984. And the curry powder business took a serious turn in 1991, coinciding with the economic reforms ushered by the then finance minister and previous Prime Minister Dr. Manmohan Singh. Started exports from 1995 onwards, and from then on the growth that has been consistent, and we have been seeing the changes happening in front of us. So with this എന്താ പറയാ, പീക്കിലോട്ട് പോയ ഫുൾ ജേർണി ടെക്നോളജി യൂസ് ചെയ്തിട്ട് ടെക്നോളജിന്റെ സപ്പോർട്ടും കൊണ്ടും ട്രാൻസ്ഫോർമേഷൻ ചെയ്ത എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വലിയൊരു ഗ്രൂപ്പ് ഈസ്റ്റേൺ കോണ്ടിമെന്റ്സ് എന്ന ഗ്രൂപ്പ് വളർന്നതും എങ്ങനെയായിരുന്നു അവർക്ക് ടെക്നോളജിയിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടിയതും അത് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം മിസ്റ്റർ നവാസ് മിരാൻ സർ ഉണ്ട്. ഓവർ ടു യു മിസ്റ്റർ നവാസ് മിരാൻ സർ. Thank you very much. In fact, Saji sir's presentation was really good. I need to appreciate that a lot of effort is being taken by the startup community in Kerala, and the perfect handholding happening. I should put on record my appreciation for the startup initiatives of Kerala. So, ഇവിടെ നമ്മൾ എന്നോട് ചോദിക്കുകയാണ്, has technology helped us in our growth?
ഞാൻ പറയും 50% technology has helped, 50% technology we haven't taken advantage of technology. So if we had taken advantage of technology, we probably would have gone much beyond what we are right now. So to start, I would say that it all depends on three things. One, whether we have the right culture. നമ്മുടെ ഓർഗനൈസേഷന്റെ ഉള്ളിൽ ഒരു ടെക്നോളജിയെ ഇംബൈബ് ചെയ്യാൻ പറ്റിയ ഒരു സംസ്കാരം ഉണ്ടോ എന്നുള്ളത് ഒരു വലിയ പോയിന്റാണ്. അപ്പോ സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റിംഗ് ഓഫീസർ വന്നിട്ട് നമ്മളുടെ അടുത്ത് പറയും ഇന്ന കമ്പ്യൂട്ടർ ഉണ്ട് അല്ലെങ്കിൽ ഇന്ന സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് പറയുമ്പോൾ we go with that software, but generally what happens is we probably might use hardly say 30 to 40% of that software. അതാണ് സാധാരണ സംഭവിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കേപ്പബിലിറ്റിയാണ്. നമ്മളുടെ ഹ്യൂമൻ ക്യാപിറ്റൽ, ആർ ദേ കേപ്പബിൾ ഇനഫ് ടു use that technology. അപ്പോൾ first is the culture, whether organization has got a culture of imbibing technology. രണ്ടാമത് കേപ്പബിലിറ്റി ഉണ്ടോ, നമ്മളുടെ ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത കാര്യം. മൂന്നാമത്തത് ഏറ്റവും പരമപ്രധാനമായത് നമുക്ക് വേണ്ടത്, നമുക്കൊരു പെർഫോമൻസ് റിവ്യൂ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടോ. അതായത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്, ഇത് ഒരു പെർഫോമൻസിനെ റിവ്യൂ ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ടാണ് നമുക്ക് ടെക്നോളജി ആക്ച്വലി ഹെൽപ്പ് ചെയ്യും. സോ നോർമൽ കേസിൽ ഇന്നിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന സ്റ്റാർട്ടപ്പ് ഇനിഷ്യേറ്റീവ്സ് ഉള്ള ആൾക്കാരും MSME ആൾക്കാരും എല്ലാം സാധാരണ രീതിയിൽ നമ്മൾ ഒരു generally when you talk about technology or anything related to digital arena, സംഭവിക്കുന്ന എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഓട്ടോമേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഓട്ടോമേഷൻ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് ആണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഓട്ടോമേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഇന്ന് ഓട്ടോമേഷൻ എന്ന് പറയുന്ന ഒട്ടും ഒരു എക്സ്പെൻസീവ് അഫെയർ അല്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ 100 പേര് വർക്ക് ചെയ്യുന്ന ഒരു ഷോപ്പ് ഫ്ലോറിനെ നമ്മളൊരു ചെറിയ രീതിയിലൊരു ഓട്ടോമേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 പേരെ കൊണ്ട് നമുക്ക് ആ സെയിം പ്രൊഡക്ടിവിറ്റി എടുക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ 10 പേരെ കൊണ്ട് ആ സെയിം പ്രൊഡക്ടിവിറ്റി എടുക്കത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന്. അങ്ങനെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ ഇതിനെ നമ്മളുടെ സെൻട്രൽ സിസ്റ്റവുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമേഷന്റെ കാര്യം നമ്മൾ ചെയ്തു, അതിനകത്ത് ആഡിക്വേറ്റ് ഡേറ്റ നമ്മളുടെ മെയിൻ സെർവറിലേക്ക് വരുന്നില്ല എങ്കിൽ പിന്നെ അത് ഫീഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒരാളെ ഇരുത്തണം. അതിൽ നിന്നായിരിക്കും പിന്നെയും നമ്മൾ, അതായത് we will be creating more hurdles to get the report from the system. അപ്പോൾ അതാണ് ഒരു തുടക്കം. രണ്ടാമത്തത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. നമ്മളുടെ ഏതൊരു ഓർഗനൈസേഷനെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. The key to business is human resource, and human resource-നെ നമുക്ക് how do we better our business with the help of human resource എന്ന് പറയുമ്പോൾ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഈ ഹ്യൂമൻ റിസോഴ്സസ് റിലേറ്റഡ് ഡേറ്റാസ്, അതിനെ നമുക്ക് ഒരു പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടുള്ള അസസ്മെന്റിന്റെ രീതിയിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരാളുടെ പ്രൊഡക്ടിവിറ്റി അറിയാൻ സാധിക്കും, ഒരാളുടെ കീ റിസൾട്ട് ഏരിയ അസസ്മെന്റ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് എല്ലാ ആഴ്ചയിലും ഒരിക്കൽ അതിലേക്ക് ഡേറ്റാസ് ഫീഡ് ചെയ്യാൻ സാധിക്കും, അതെല്ലാം മാസത്തിലൊരിക്കൽ ഫീഡ് ചെയ്യാൻ സാധിക്കും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ബൈ ദ എൻഡ് ഓഫ് ദ ഇയർ ഒരാൾക്ക് അറിയാം ഞാൻ ഓർഗനൈസേഷന് വേണ്ടി എന്ത് ചെയ്തു എന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് സാധാരണ രീതിയിൽ നമ്മളുടെ എല്ലാം
ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പോകുന്ന ഏരിയ നമ്മുടെ അക്കൗണ്ടിങ് ഏരിയ ആണ്. അക്കൗണ്ടിങ് ഏരിയയിലാണ് നമ്മൾ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതുപോലും നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ഡാറ്റ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ then it has to be completely system driven. It shouldn't be ഓരോ ഏരിയയിലിരുന്ന് നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവരുത്. ഒരു സ്ഥലത്ത് ഒരിക്കൽ ഡാറ്റ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കയറിയ ഡാറ്റേനെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പൊ നമ്മൾ ഈ ERP എന്നെല്ലാം പറയുന്നതുകൊണ്ടുള്ള പ്രത്യേകത. അപ്പോ ഈ കാര്യങ്ങളെല്ലാം ജനറലി നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ കൂടെ നമ്മൾ സെയിൽസിന്റെ റിവ്യൂസും സെയിൽസിന്റെ അസസ്മെന്റ്സും ഈ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള പ്രോസസ്സ് വഴി നമുക്ക് ഡാറ്റ മൈനിങ് വളരെ ഫാസ്റ്റ് ആയിട്ടും വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടും നമുക്ക് കിട്ടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. ഇതാണ് നോർമൽ കേസിലുള്ള ഒരു ചെറിയ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ജേർണി എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബട്ട് വാട്ട് ഈസ് ദാറ്റ് നെക്സ്റ്റ് ലെവൽ? സജി സാറിന്റെ സ്ലൈഡ് വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡ് ആയിരുന്നു. ബിക്കോസ് ഇറ്റ് ഹാസ് ത്രോൺ ലൈറ്റ് ഇൻ ടു ടു മെനി ഏരിയാസ് വേർ ഈ ഡോക്ടർമാര് പണ്ട് MBBS പണ്ട് നമ്മൾ ഫാമിലി ഡോക്ടർ എന്ന് പറയുന്ന ഒരു സാധാരണ MBBS കാരനാണെങ്കിൽ ഇന്ന് നമുക്ക് ഓരോ ഓർഗനും നമുക്ക് സ്പെഷ്യലിസ്റ്റുകളുണ്ട്. സോ എന്ന് പറയുന്ന പോലെ നമുക്ക് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൽ there are people who come up with solutions on specific area. അപ്പൊ അതിന് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് സൊല്യൂഷൻസിനെ കുറിച്ച് സജി സാർ സൂചിപ്പിച്ചു. We have gone and invested in a startup company called ShipNext. ഈ ഷിപ്നെക്സ്റ്റിന്റെ ഒരു പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ that's Uber in trucking ആണ്. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കണ്ട ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സിസ്റ്റർ കൺസേൺ ഒന്ന് ഞങ്ങളുടെ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഞങ്ങൾക്ക് കൺസിഡറബിളി കുറയ്ക്കാനായിട്ട് പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. So that we took that as an opportunity to invest in that company. Second thing, ഞങ്ങളുടെ ഒരു സിസ്റ്റർ കമ്പനിയുടെ ക്ലയന്റേലും ഈ സോഫ്റ്റ്വെയറിന്റെ ക്ലയന്റേലും ഒന്നാണ്. അപ്പോൾ ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് ഹ്യൂമൻ റിസോഴ്സിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സാർ നേരത്തെ സൂചിപ്പിച്ചത്, ഈ കൊളാബറേറ്റിംഗ് how do you collaborate to get to the next level എന്ന് സാർ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പൊ ഈ രീതിയിലുള്ള ഇപ്പൊ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, നമ്മള് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ജനറലി വാട്ട് ഹാപ്പൻസ് ഇസ് നമുക്ക് if you are into an electronic industry you need to have it is all service based, it is not product based. Product selling കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് സർവീസ് കിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ then people will not buy your product. So ഇതെല്ലാം ഇങ്ങനെയുള്ള ഓരോ I'm just putting ഒരു 3-4 ഏരിയ ഇങ്ങനെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഓരോ ഏരിയയിലും there are specialist right now in the market. അപ്പോൾ അവരെ ആയിട്ട് നമുക്ക് എങ്ങനെ കൊളാബറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അവര് കൊണ്ടുവരുന്ന സൊല്യൂഷൻസിന് നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, ഇതെല്ലാം നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുക. നമുക്ക് വളരെ ലീൻ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. നമ്മൾ വിചാരിച്ചിരുന്ന പല സ്ഥലങ്ങളിലും ആൾക്കാർ ആ സ്ഥലത്ത് വേണം ഈ സ്ഥലത്ത് വേണം. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ ഓർഗനൈസേഷനിൽ ഞങ്ങളുടെ ഒരു റീതിങ്കിങ് ടീം, that team is actually looking into ഓരോ ഏരിയയിലും. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ മാൻ പവർ അലോൺ, ദ പ്രോസസ് ഇസ് കംപ്ലീറ്റ്ലി ബീൻ റീവിസിറ്റഡ് ജസ്റ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ഈ നമ്മള് പണ്ട് കാലം മുതലേ ചെയ്തിരുന്ന പല കാര്യങ്ങളും അന്ന് ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി, പക്ഷെ ഇന്നത് ആവശ്യമുണ്ടോ എന്ന് ഒന്ന് നോക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമുക്കൊരു റീവിസിറ്റിംഗ് നമുക്ക് നടത്താനായിട്ട് പ്രോസസ് ചെക്കിൽ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു സജഷൻ, ഇറ്റ്സ് നോട്ട് an advice, it's a suggestion that we need to make sure that we are culturally on it. ഓർഗനൈസേഷന്റെ ഉള്ളിൽ ഒരു കൾച്ചർ ഉണ്ടാവണം ടെക്നോളജി ഇംബൈബ് ചെയ്യാനായിട്ട്.
അതിന് പറ്റിയ രീതിയിലുള്ള കേപ്പബിലിറ്റീസ് നമ്മളുടെ ആൾക്കാരിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ആൾക്കാരെ ഇപ്പോൾ നമ്മളിപ്പോ ഒരു 2 വർഷം കഴിഞ്ഞാൽ സാപ്പ് ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെങ്കിൽ ഒറാക്കിൾ ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അവരെ നമ്മൾ 90,000 റുപ്പീസോ അല്ലെങ്കിൽ 1,00,000 രൂപ സ്പെൻഡ് ചെയ്യേണ്ട വരും. പക്ഷെ സ്പെൻഡ് ചെയ്ത് നമ്മൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ ട്രെയിനിങ്ങിന് വിട്ടിട്ടുണ്ടെങ്കിൽ ദിസ് പീപ്പിൾ വിൽ ബി ഓഫ് ഹെൽപ്പ് when you start implementing the project. അപ്പോൾ that is the second thing. But ഇതിനെല്ലാം ഓവറാർക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് within the organization there should be a performance review system. If you don't have a performance review system, then all these things are going to be a waste. So objective of doing a digital ecosystem within the organization is to make sure that you get the right information. Based on that, you take the right decision. This is what I would conclude. Thank you. Thank you very much, Nawaz sir. I think very valuable points ആണ് നമ്മളത് ഷെയർ ചെയ്തത്. സർ, സാറിന് ഒന്ന് ധർദി പോകണമെന്നുണ്ടായിരുന്നു, അത് അല്ലെങ്കിൽ യു ഗോണ സ്റ്റേ ഫോർ സം മോർ ടൈം? I can stay for some more time. So should we take up the questions a little later, because there are a lot of questions which is there. I am fine. All right, thank you very much. Thank you very much. So I think ഇപ്പോൾ നമ്മൾ നവാസ് സാറിനെ കേട്ടു, കാര്യങ്ങൾ ഈസ്റ്റേണിൽ ഇങ്ങനെ ചെയ്തെന്നും അതിന് പുറമെ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള ഒരു ഉപദേശം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. So thank you very much, sir. Next speaker for today is a well-known personality, right? A part of a family in KSSIA, Abdul Razak VKC, right? ഒരു brief introduction ഞാൻ കൊടുക്കാൻ തരികയാണ് ഇവിടെ, because a lot of people are there and we thought of it's important. Mr. Razak VKC, the managing director of VKC Group of Companies, is very well known among the business community in this part of Kerala and amongst all of us. Son of Shri VKC Mohammed Koya, social worker, politician, and the founder of the VKC Group of Companies. The enthusiasm to become an entrepreneur attracted Mr. Razak towards family business even during school days. After completing graduation in Kozhikode, he joined the PhD for MBA degree and involved in the family business with brother Naushad since 1992, with the motto to supply quality footwear at affordable prices and to meet the market demand to achieve a prominent position in the footwear industry. From 600 pair footwear manufacturing unit, Mr. Razak, along with his brother Naushad, was instrumental in introducing innovative ideas and increasing the production of different kinds of footwear to 3.5 lakh pairs a day. As we speak, VKC Group is the largest producer of PU footwear in India, with a turnover close to 2,350 crores and employs over 12,000 people directly and another 8,000 indirectly through vendors. We very well know the growth of VKC Group with both Mr. Razak and Mr. Naushad. We would be very delighted to hear from Mr. Razak sir in terms of how technology and the latest machineries has helped them transform from 600 units to 3.5 lakh pairs of units per day sort of a composition. Over to you, Razak sir. Good evening. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റിൽ ഇപ്പം സജി സാറും നവാസും എന്താ പറയുക, വളരെ നല്ല ഇൻപുട്ടാണ്. ഇപ്പോൾ ഈ സാധാരണ പറയലില്ല, തേർഡ് സ്പീക്കർ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഉദ്ദേശിക്കുന്ന പല പോയിന്റും കവർ ചെയ്ത് പോയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും എനിക്കിപ്പോൾ ഏകദേശം അത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പല പോയിന്റുകളും ഒന്ന് സജി സാറിൻ്റെ പ്രസന്റേഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് വന്നു. പിന്നെ അതുപോലെ തന്നെ നവാസ് മിറാന്റെ ഒരു പ്രസന്റേഷനിൽ മേജർ ആയിട്ടുള്ള ഒരു പോർഷൻ, അതായത് നമ്മൾ ഈ ഇത് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവേണ്ട പ്രത്യേകതകളെ കുറിച്ചും കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്ന കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ ഈ MSMEയും സ്റ്റാർട്ടപ്പും അപ്പൊ പൊതുവെ അതിൻ്റെ ഒരു പ്രത്യേകതകളും അതെങ്ങനെ നമ്മളിലേക്ക് നമുക്ക് എങ്ങനെ നമ്മുടെ പ്രത്യേകിച്ച് ഫുട്വെയർ ഇൻഡസ്ട്രിയെ റിലേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ മാത്രം കുറച്ച് പറയാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം MSME പുതിയ ഒരുപാട് ചേഞ്ചസ് അതിൻ്റെ ഈ ഡെഫിനിഷനിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ ജൂൺ 2020 കൂടിയിട്ട്. സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന സമയത്ത് പൊതുവെ
നമ്മളൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. പുതിയ യൂണിറ്റുകൾ സ്റ്റാർട്ടപ്പ് ആണ് എന്നോ അല്ലെങ്കിൽ പുതിയ MSME യൂണിറ്റുകൾ സ്റ്റാർട്ടപ്പ് ആണ്, അത് ആ രൂപത്തിൽ പറയുന്ന ഒരു ചില ഒരു ഡെഫിഷ്യൻസ് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ MSME എന്ന് പറയുന്നത് MSME കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ട്. സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടപ്പ് നമ്മൾ ഈ ഗവൺമെന്റിന്റെ DPIIT എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് എന്ന് വെച്ചാൽ അവർക്ക് ചില പ്രത്യേക പ്രിഫറൻസുകൾ കൊടുക്കുന്നത് കൊണ്ടാണ് അവരുടെ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുള്ള ചില ക്രൈറ്റീരിയാസ് വരുന്നുണ്ട്. അതായത് ടേൺ ഓവർ ഇത്ര കൂടാൻ പാടില്ല, സ്കെയിലബിൾ ആയിരിക്കണം, അങ്ങനെയുള്ള ഒരുപാട് ഈ കണ്ടീഷൻസ് അതിൽ പറയുന്നുണ്ട്. പിന്നെ കമ്പനി 10 വർഷത്തിൽ താഴെയുള്ള കമ്പനി ആയിരിക്കണം. പിന്നെ അപ്പൊ അങ്ങനെയുള്ള കമ്പനികൾ ഈ നമ്മുടെ MSMEയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് രൂപത്തിലേക്ക് മാറ്റം വരുത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം VKSയെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജി എന്ന് പറയുന്നത്, ടെക്നോളജിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1986 നമ്മൾ ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞ 600 പേർ ഹവായി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹവായിൽ നിന്ന് റീപ്രോസസ് PVC ചെരുപ്പുകളിലേക്ക്, PVC റീപ്രോസസ്സിൽ നിന്ന് വിർജിൻ PVC ചെരുപ്പുകളിലേക്ക്, വിർജിൻ PVCയിൽ നിന്ന് നമ്മുടെ മൈക്രോസെല്ലുലാർ PVC, മൈക്രോസെല്ലുലാറിൽ നിന്ന് എയർ ഇഞ്ചക്റ്റഡ് PVC, അതിൽ നിന്ന് EVA ഫുട്വെയർ, അതിൽ നിന്ന് PU ഫുട്വെയർ. വലിയൊരു ടെക്നോളജിക്കൽ ചേഞ്ച് ആണ് നമ്മുടെ ഈ കഴിഞ്ഞ ഒരു 30 വർഷത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇതിലെല്ലാം വളരെ കൃത്യമായിട്ട് ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ ആ മാറ്റങ്ങൾ സമയത്തിനനുസരിച്ച് മാറ്റാനും നമ്മൾ കാണിച്ചിട്ടുള്ള, നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനത്തിന്റെ ഫലമാണ് ഇന്ന് നമുക്ക് കാണുന്ന ഈ വളർച്ച തീർച്ചയായിട്ടും. അപ്പൊ അതിൽ ചില മെഷീനുകൾ നമ്മൾ കോടിക്കണക്കിന് രൂപക്ക് വാങ്ങിച്ച മെഷീനറികൾ ചിലപ്പോൾ തൂക്കി വിറ്റിട്ടുള്ള, അതായത് നമ്മൾ ബൈ വെയിറ്റിന് നമ്മൾ കൊടുത്ത് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ള കേസുകൾ വരെ നമ്മുടെ പാസ്റ്റ് ഹിസ്റ്ററിയിലുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് പലപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റാത്ത ചില തീരുമാനങ്ങൾ, അതായത് നമ്മൾ ഈ ചില മാറ്റങ്ങൾ നമ്മൾ പൊതുവെ നമ്മൾ 2-3 വട്ടം ആലോചിക്കും, അത് വേണോ അല്ലെങ്കിൽ ഇത്ര വലിയ നഷ്ടമല്ലേ. പക്ഷെ അതിനേക്കാളും വലിയ ഒരു ബെനിഫിറ്റ് നമുക്ക് മറ്റൊരു ഭാഗത്ത് ഉണ്ട് എങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി നമ്മുടെ സ്ഥാപനം നല്ല രൂപത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത. അപ്പം നേരത്തെ നവാസ് ജി പറഞ്ഞതുപോലെ ആ ചേഞ്ചുകൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ചേഞ്ചുകൾ നമ്മൾ ഉൾക്കൊള്ളാനുള്ള ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ വ്യത്യാസങ്ങൾ വരുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇതിൽ ഒരുപാട് നമ്മളിപ്പം ഒരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ടെക്നോളജി, ഇപ്പം ഇതിൽ ടെക്നോളജിയാണ് ഏറ്റവും പ്രധാനം. വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ സ്വാഭാവികമായിട്ടും അതിൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതോട് കൂടി തന്നെ ആ ഉൽപ്പന്നങ്ങൾ വില കുറച്ചോ അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടിയോ ഉൽപാദനം വർദ്ധിപ്പിച്ച് നൽകാനുള്ള സാധ്യതകൾ വരികയാണ്. ഇപ്പം മുൻകാലങ്ങളിൽ നമ്മളിപ്പം PVC ചെരുപ്പുകൾ റോട്ടറി മെഷീനിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മെഷീനിൽ പരമാവധി 24 hours 2500 പെയറാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നതെങ്കിൽ ഇന്ന് PU മെഷീനറി വന്ന സമയത്ത് അതിന് ആ 2500-ന് പകരം ഏകദേശം 10,000 പെയർ വരെ നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാവുന്ന സാഹചര്യം ഇന്ന് വന്നു. അപ്പം ആ ഒരു കുറഞ്ഞ ഫെസിലിറ്റിയിൽ അല്ലെങ്കിൽ കുറഞ്ഞ സ്ഥലത്ത് നേരത്തെ ഉണ്ടാക്കിയതിനേക്കാളും 4 ഇരട്ടി അല്ലെങ്കിൽ 5 ഇരട്ടി കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാവുന്ന ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യാണ്. അപ്പം ഈ രൂപത്തിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നേരത്തെ സജി സാറ് പറഞ്ഞ പോലെ കേരളത്തിലെ ഫുട്വെയർ ഇൻഡസ്ട്രി ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്തിൽ പുതിയ ചില ടെക്നോളജിയെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും നമ്മുടെ കോഴിക്കോട്ടുള്ള ഒട്ടുവിധ മിക്ക ഫുട്വെയർ മാനുഫാക്ചറേഴ്സും ഒരുപാട് പുതിയ ആളുകളും ആ രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം വന്ന് ഒരുക്കിയത്. ആ ഒരുക്കിയതിന്റെ ഫലമാണ് ഇന്ന് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുന്ന ചെരുപ്പുകളിൽ ഏകദേശം 50%-ലധികം PU ചെരുപ്പുകൾ ഇന്ന് ഉണ്ടാക്കുന്നത് കേരളത്തിലാണ് എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കേരളം മാറിയത്. ഇനി അതിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനേക്കാളും നല്ല ടെക്നോളജി അല്ലെങ്കിൽ നല്ല ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളമുള്ള കടമ. അപ്പം നമുക്കറിയാം ഈ കോവിഡ് നമ്മളെല്ലാവരെയും ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും, നേരത്തെ സജി സാർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു
ഒരു മാറ്റം എന്ന് പറയുന്നത് ഒരു വി കർവ് അല്ലെങ്കിൽ ഒരു യു കർവ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡഡ് യു കർവ് എന്നൊക്കെ പല രൂപത്തിലുള്ള കാഴ്ചപ്പാടുകളായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അതിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടാവുന്ന സെമിനാറുകളിലുള്ള ഒരു പുതിയ കൺസെപ്റ്റാണ് ഈ കെ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ഗ്രാഫ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ വളരെ നല്ല രൂപത്തിൽ നമ്മുടെ ഇൻഡസ്ട്രി കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ പറയാ താഴേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇതേ പൊസിഷനിൽ നിന്ന് പോകാനുള്ള ഒരു സാധ്യത പലരും കാണുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അപ്പൊ നമുക്കറിയാം ഈ കോവിഡ് വലിയ പ്രോബ്ലം ഉള്ള ഒരു അസുഖമാണ്. പക്ഷെ അത് കൂടുതലും ബാധിക്കുന്നത് അല്ലെങ്കിൽ ബാധിച്ചാൽ അത് കുഴപ്പത്തിലെത്തുന്നത് മറ്റ് അസുഖങ്ങൾ, മറ്റ് പലതരത്തിലുള്ള അസുഖമുള്ള ആളുകളെയാണ്. അതായത് ചില നമ്മളെ പ്രഷറുമായി ബന്ധപ്പെട്ട് അല്ലെ ഹാർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെ അങ്ങനെയുള്ള രോഗങ്ങളുള്ളവരെയാണ് ഈ കോവിഡ് അസുഖം കൂടുതലായിട്ട് ബാധിക്കുന്നതും അതൊരു ഫേറ്റൽ സ്റ്റേറ്റിലേക്ക് പോകുന്നതും. അതേപോലെ തന്നെയാണ് ബിസിനസ്. നമ്മുടെ ബിസിനസ്സിൽ മറ്റ് പല വിഷയങ്ങൾ അല്ലെ മറ്റുള്ള രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ട് അല്ലെ മാർക്കറ്റ് പരമായിട്ട് അല്ലെ പ്രൊഡക്ഷൻ പരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മുടെ പല സ്ഥാപനങ്ങളും ഈ നമ്മുടെ ഡിമോണറ്റൈസേഷന്റെയും GSTന്റെയും ശേഷം പൊതുവെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ സാഹചര്യത്തിൽ നിന്ന് അതിനെ കവർ ചെയ്ത് വരുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു വലിയ ഇമ്പാക്റ്റിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കോവിഡ് പോലെ തന്നെ ഇത് നമ്മളെയും ബാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന എന്താ പറയാ മാറ്റങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ സൈസാർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് കോസ്റ്റ് കട്ടിങ്. നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണ് നമുക്ക് വരുന്ന കോസ്റ്റുകൾ എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മുടെ ക്യാഷ് ഫ്ലോ അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മൾ ഈ എന്താ പറയുക അടുത്ത 2-3 മാസം കൂടെ നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാഴ്ചപ്പാട്. അപ്പം ഇതെല്ലാം നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു സംവിധാനം നമ്മൾ അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളുമായി കൂടിച്ചേർന്നുകൊണ്ട് അതിന് എക്സ്പെർട്ടുള്ള ആളുകളുമായിട്ട് സംസാരിച്ചുകൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ സ്ഥാപിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ പൊതുവെ നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പം അല്ലെങ്കിൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ ഈ ടെക്നോളജിക്കൽ ബേസ്ഡ് അല്ലെങ്കിൽ IT ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പൊതുവെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. പക്ഷെ അതിലുപരിയായി മെക്കാനിക്കലായിട്ടും അല്ലെങ്കിൽ ഇലക്ട്രിക്കലായിട്ടുമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങൾ, നേരത്തെ പറഞ്ഞ ഓട്ടോമൈസേഷൻ, ഈ ഓട്ടോമൈസേഷൻ നമ്മുടെ ഇപ്പം ഒരു പ്രത്യേക ആക്ടിവിറ്റി, ഒരു ഉദാഹരണം നമ്മൾ ചെരുപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെരുപ്പിന്റെ ഇൻസോള് നമ്മൾ ഈ ഔട്ട്സോഴ്സിങ്ങിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തി നമ്മൾ ബണ്ടിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും. അപ്പം അതിനുള്ള ഒരു സംവിധാനം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു ഇതേപോലുള്ള ഒരു കമ്പനി, ഒരു കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഇത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു ടീമിന്റെ ഒരു സ്ഥാപനം, അവര് അത് കൃത്യമായിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് 50 ആണോ 25 ആണോ ആ 25 എണ്ണത്തിന്റെ രൂപത്തിലേക്കുള്ള പ്രൊഡക്റ്റിന്റെ എണ്ണം മാറ്റി തരാനുള്ള സംവിധാനം അവർ ഡെവലപ്പ് ചെയ്ത് തരാൻ അവർ തയ്യാറായി. അപ്പൊ ഇതേ രൂപത്തിൽ നമ്മുടെ സ്ഥാപനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പൊ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, നമ്മൾ ആ നേരത്തെ 2-3 ആളെ വെച്ച് നമ്മൾ ചെയ്തിരുന്ന ജോലി ഒരാളെ കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം പൊതുവെ ലേബർ പൊതുവെ അവൈലബിലിറ്റി കുറവാണ്. നമ്മുടെ പ്രത്യേകിച്ച് മൈഗ്രന്റ് ലേബേഴ്സ് ഇന്ന് എണ്ണത്തിൽ വളരെ കുറവാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ ഓരോ രംഗത്തെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഈ മണി സ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ മണി ഇത് ചെലവഴിക്കപ്പെടുന്നത് ഈ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട ഏരിയകളിലാണ്. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഈ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട പ്രൊഡക്ഷൻ പ്ലാനിങ്, അതല്ലെങ്കിൽ നമ്മുടെ മോൾഡ് പ്ലാനിങ്, നമ്മുടെ ഓരോ പ്രൊഡക്ഷൻ എടുക്കണമെങ്കിൽ നമ്മൾ എത്ര ദിവസം മുമ്പ് അപ്പർ നമുക്ക് കിട്ടിയിരിക്കണം, അപ്പൊ എത്ര ദിവസം മുമ്പ് നമ്മൾ അത് ഔട്ട്സോഴ്സിങ്ങിലേക്ക് കൊടുക്കണം, അപ്പൊ എത്ര ദിവസം മുമ്പ് നമുക്ക് മെറ്റീരിയൽ കിട്ടണം, ഇതെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ ERP പോലുള്ള നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ രൂപത്തിലേക്കുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാം. അതല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ഈ നമ്മുടെ അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിതിയിലല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പ്രോബ്ലം കാണുന്ന ഏരിയയിൽ മാത്രം അതുമായി ബന്ധപ്പെട്ട ഈ കമ്പനികളുമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക ഇഷ്യൂ സോൾവ് ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രോബ്ലം എന്താണ് ആ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് എഴുതി അതിന് പ്രത്യേക ഒരു പരിഹാരം നിർദ്ദേശിക്കുന്ന ആളുകളുമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാം.
അപ്പം നമുക്ക് ഓരോ ദിവസവും നമ്മുടെ പ്രൊഡക്ഷൻ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഒരു കട്ട് സൈസ് റിക്വയർമെന്റ് നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ കട്ട് സൈസ് പ്രൊഡക്ഷൻ എടുക്കുന്ന സമയത്ത് 2 or 3 മോൾഡുകൾ നമുക്ക് പ്രൊഡക്ഷൻ എടുക്കാതെ നമ്മൾ വെറുതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിൽ വരും. അപ്പൊ നമ്മളൊരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയാണ് അത് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മെഷീനിലുള്ള മോൾഡ് നമുക്ക് 100% കംപ്ലീറ്റ് ആയിട്ട് ഓടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. എന്ന് വെച്ചാൽ നമുക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്തുകൊണ്ട് ഈ കട്ട് സൈസ് വരുന്ന ഉൽപ്പന്നങ്ങളിൽ ഈ വേറെ ഏതെങ്കിലും ഒരു മോഡലിന്റെ മറ്റൊരു സൈസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, നമുക്ക് കൂടുതൽ വേണ്ട സൈസ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റും കൂടെ ഇതിന്റെ കൂടെ എടുക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ മെറ്റീരിയൽ, നമ്മളിപ്പം നമുക്കറിയാം, നമ്മളിപ്പം ഒരു പ്രത്യേക ആർട്ടിക്കിൾ നമ്മൾ ഒരു 100 കേസ് പ്രൊഡക്ഷൻ എടുക്കണമെങ്കിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഓരോ മെറ്റീരിയലും എത്ര നമ്മൾ ക്വാണ്ടിറ്റി ഓർഡർ കൊടുക്കണം. മെറ്റീരിയൽ റിക്വയർമെന്റ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സിസ്റ്റം നമ്മുടെ ബോംബ് വെച്ചിട്ട് നമുക്ക് അതിനുള്ള ഒരു സംവിധാനം, ഇതെല്ലാം പല കാര്യങ്ങളും നമുക്ക് എക്സൽ വഴി നമുക്ക് ഇൻഹൗസ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പൊ നമ്മളെല്ലാം ആദ്യം ചെയ്തിരുന്നത് ഇത് എക്സലില് അല്ലെങ്കിൽ നമ്മുടെ ചെറിയ പ്രോഗ്രാമുകളിലൂടെ നമ്മൾ ചെയ്ത് പിന്നീടാണ് നമ്മൾ വലിയ ERP-യിലേക്ക് മാറുന്നത്. അപ്പം വളരെ ചുരുങ്ങിയിട്ടുള്ള ചെലവിൽ നമുക്കറിയാം നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം തന്നെ ചെറുകിട രൂപത്തിലുള്ള, അതിൽ പറ്റുന്ന ആളുകൾ കുറച്ചുകൂടി നന്നായിട്ട് പറ്റുന്ന ആളുകളുണ്ട്. പക്ഷെ എങ്കിലും കൂടുതലും നമ്മൾ ചെറുകിട രൂപത്തിലുള്ള വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കമ്പനികളാണ് എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ അവർക്ക് ആ പറ്റുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ കണ്ടുപിടിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ സെയിൽസിലൊക്കെ നമുക്ക് പലപ്പോഴും നമ്മൾ അറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ സെയിൽസുമായി ബന്ധപ്പെട്ട് നമ്മൾ കളക്ഷനും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ പലപ്പോഴും നമുക്ക് ടാലി ആവാത്ത ഇഷ്യൂ നമ്മൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിന് നമ്മളിപ്പോൾ ഒരു പ്രത്യേക നമ്മുടെ സെയിൽസ് പ്രതിനിധി നമ്മുടെ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് അവൻ ഏതൊക്കെ കടയിൽ സന്ദർശിക്കുന്നു, ഏതൊക്കെ സമയത്ത് അവിടെ പോയി, അല്ലെങ്കിൽ ഏതൊക്കെ എത്രയൊക്കെ കളക്ഷൻ അവിടുന്ന് എടുത്തു, എത്രയൊക്കെ ഓർഡർ നമുക്ക് കിട്ടി, ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് കിട്ടാവുന്ന രൂപത്തിലേക്ക് ഇന്ന് സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സംവിധാനങ്ങൾ നമുക്ക് ഷെയറിംഗ് ബേസിസിൽ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്കായിട്ട് ഡെവലപ്പ് ചെയ്ത് നമ്മളെ സിസ്റ്റത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ കമ്പനിയിൽ ഓരോ പ്രൊഡക്റ്റിന്റെയും സ്റ്റോക്ക് ഈ സെയിൽസ്മാൻ അറിയാവുന്ന രൂപത്തിലേക്കുള്ള സംവിധാനങ്ങൾ. അപ്പം എല്ലാ രൂപത്തിലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പം ഡിജിറ്റലായി അല്ലെങ്കിൽ നമ്മുടെ ഈ സാങ്കേതിക വിദ്യയിലൂടെ നമ്മളെ കസ്റ്റമറിനോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫിനോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനോ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ രൂപത്തിൽ നമ്മുടെ എല്ലാ രംഗത്തും, ഇപ്പം നമ്മൾ ഫിനാൻസിലായാലും ശരി, മെറ്റീരിയൽസ് മാനേജ്മെന്റിലായാലും ശരി, ഓപ്പറേഷൻസ് മാനേജ്മെന്റിലായാലും ശരി, HR-ലായാലും ശരി, എല്ലാ രംഗത്തും നമുക്ക് ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഈ എന്താ പറയാ ഓരോ കോസ്റ്റും നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരുപാട് ചെലവുകൾ നമ്മളിപ്പം വണ്ടി നമ്മളൊരു സ്ഥലത്തേക്ക് വിളിച്ചു പോകുന്ന സമയത്ത് അതിനെ പ്രത്യേക രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കോസ്റ്റ് കുറച്ചുകൊണ്ട് നമ്മുടെ ടോട്ടൽ ലോജിസ്റ്റിക്സ് കോസ്റ്റ് കുറയ്ക്കാനുള്ള സംവിധാനം നമുക്ക് പ്ലാൻ ചെയ്തെടുക്കാം. അപ്പൊ ഏത് രംഗത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും അതിൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള സാങ്കേതിക വിദ്യ, ആ സാങ്കേതിക വിദ്യ ഒന്നുകിൽ നമുക്ക് വേണ്ടി നമ്മുടെ ടീം ഡെവലപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ ഇതേപോലെയുള്ള നമുക്ക് പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പ് കമ്പനികൾ. ഇപ്പൊ സ്റ്റാർട്ടപ്പ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ ഓരോ പ്രോജക്റ്റ് കിട്ടുക എന്നുള്ളത് തന്നെ വളരെ എന്താ പറയാ ഒരു ചലഞ്ചിങ് ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഫസ്റ്റ് ഇത് ചെയ്യുന്ന സമയത്ത് അവർക്ക് അതൊന്ന് സക്സസ് ആയി കഴിഞ്ഞാൽ, അല്ലാതെ സക്സസ് ആയി അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാനുള്ള ഒരു എന്താ പറയാ ഒരു ഇത് വഴിയും കൂടെ. അപ്പം ഇങ്ങനെ രണ്ട് ടീമും നമ്മുടെ സ്റ്റാർട്ടപ്പും MSMEയും കൂടെ ഒരു ജോയിന്റ് ആയിട്ട്, ഇപ്പം നമുക്കറിയാം ഫർദർ ആയിട്ട് അതിന്റെ ബന്ധപ്പെട്ട ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് VKSയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും പ്രത്യേക ഏരിയകളിൽ കൂടുതലായിട്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അത് ക്ലിയർ ചെയ്യാം. കാരണം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ രണ്ടുപേരും പറഞ്ഞത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. കാരണം അതൊരു ആവർത്തന വിരസത മാത്രമേ ആവുള്ളൂ. അപ്പോൾ വളരെ കൃത്യമായിട്ട് എല്ലാ രംഗത്തും നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യകൾ, നമ്മുടെ ടെക്നോളജി, IT എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരാൻ ഇതേപോലെയുള്ള സംരംഭങ്ങൾ, ഇതേപോലെയുള്ള സെമിനാറുകൾ സഹായകരമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇതിന് അവസരം നൽകിയിട്ടുള്ള നമ്മുടെ KSSIAക്കും നമ്മുടെ ടീമിന് എല്ലാവിധ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു വെരി മച്ച് റസാഖ് സർ. റസാഖ് സർ പറഞ്ഞത് ഇപ്പോൾ ബാക്കിയുള്ളവർക്കും അറിയാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ
കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ CRM ആയാലും ശരി, ERP ആയാലും ശരി, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് SCM എന്ന് വിചാരിച്ചാലും ശരി, ഈ ഒക്കെ ആപ്ലിക്കേഷൻസ് വലിയ വലിയ പ്രൊഡക്ട്സ് ഒറാക്കിളും സാപ്പും പീപ്പിൾസോഫ്റ്റ് അല്ലാത്ത രീതിയിൽ ചെറുകിട വ്യവസായികൾക്ക് പറ്റുന്ന, I mean, SAP implementation എന്നൊക്കെ പറയുമ്പോൾ you need to have ഒരു particular volume of കമ്പനീസിനെ പറ്റുള്ളൂ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ട്, ചെറിയ ചെറിയ വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതേമാതിരി കുറെ ഓപ്പൺ സോഴ്സ് ടൂൾസ് ഉണ്ട്. ഇപ്പോൾ റസാഖ് സർ പറഞ്ഞ മാതിരി salesforce.com, നമുക്ക് സെയിൽസിന്റെ എല്ലാം ഇൻവെന്ററി മാനേജ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ. അങ്ങനെ കുറെ ചെറിയ ചെറിയ ERPയും SRM സോഫ്റ്റ്വെയർസും അവൈലബിൾ ആണ്. അങ്ങനത്തെ ഒരു സ്റ്റാർട്ടപ്പ് ആണ് ഇപ്പൊ നമ്മുടെ അടുത്ത് കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാൻ പോകുന്നത്. വെച്ചാൽ നമുക്ക് ബിഗ് ബഡ്ജറ്റിന്റെ ആവശ്യമില്ല, ചെറിയ ബഡ്ജറ്റിലും ചെറിയ ചെറിയ വ്യവസായങ്ങൾക്കും അതേമാതിരത്തെ ഗുണങ്ങളും നമുക്ക് കിട്ടാനുള്ള സാഹചര്യം ഇന്നുണ്ട്. ഓപ്പൺ സോഴ്സ് ആയാലും ശരി, കസ്റ്റമൈസേഷൻ ചെയ്താലും ശരി. അപ്പോൾ എന്നുവെച്ചാൽ പൊതുവെ നമ്മൾ സാപ്പും പീപ്പിൾസോഫ്റ്റ് പറയുമ്പോൾ ഇത് ഭയങ്കര ഭാരമായ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഭയങ്കര കോസ്റ്റ് വരും എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവാറുണ്ട്. അത് ഒഴിവാക്കി നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കുറെ വ്യത്യസ്തമായുള്ള സോഫ്റ്റ്വെയർസ് ഇപ്പോൾ അവൈലബിൾ ആണ്. കുറെ സ്റ്റാർട്ടപ്സ് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് പുതിയ സ്റ്റാർട്ടപ്സ് ആയിട്ട് നമുക്ക് കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച് റസാഖ് സർ. താങ്ക് യു ഫോർ ദിയർ ഇന്നോവേറ്റീവ് ആൻഡ് ഐഡിയാസ് ആൻഡ് ഓൾസോ ഷെയറിംഗ് യുവർ തോട്ട്സ്. ഇനി നമ്മളത്തെ നെക്സ്റ്റ് പങ്കുവയ്ക്കാൻ പോകുന്നത് മിസ്റ്റർ അശോക് കുര്യൻ പഞ്ചിക്കരനാണ്. അശോക് ഈസ് ഹെഡിങ് ദി ബിസിനസ് ഡെവലപ്മെന്റ് ഇൻ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. And I would request Ashok to share with the different products and offerings that Kerala Startup Mission has got for, which is primarily targeted to MSME segment. Over to you, Ashok. Thank you, Anilji. ആദ്യമായിട്ട് ഇപ്പം സജി സാറും നവാസ് സാറും റസാഖ് സാറും പറഞ്ഞതുപോലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പറയുന്ന സ്റ്റാർട്ടപ്സ് എങ്ങനെ ഈ പറയുന്ന MSMEനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ തന്നു. ഞാൻ തുടക്കത്തിൽ ഞാൻ ഈ പറയുന്ന ടെക്നോളജി സ്റ്റാർട്ടപ്സ് എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് പറയാം. ഇത് പ്രൈമർലി ഈ പറയുന്ന ഒരു നൂതന ആശയത്തിലായിരിക്കും സ്റ്റാർട്ടപ്പുകൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജി വർക്ക് ചെയ്ത് അതിനടിസ്ഥാനമാക്കി ഒരു പ്രോഡക്റ്റ് അവർ ഡെവലപ്പ് ചെയ്യുകയാണ്. ആ പ്രോഡക്റ്റിന് ഒരു ഐദർ ഇറ്റ് വിൽ ബി എ പ്രോഡക്റ്റ് ഇന്നോവേഷൻ, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് ഇന്നോവേഷൻ ആയിരിക്കും ഈ പറയുന്ന പർട്ടിക്കുലർ സ്റ്റാർട്ടപ്പ് കൊണ്ടുവരുന്നത്. അവരുടെ ക്ലയന്റ് ആയ ഒരു വ്യക്തിക്ക് അവർക്ക് വരുമാനം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ പ്രോഡക്റ്റ് അഡോപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ സാസ് മോഡലിലുള്ള പ്രോസസ് അഡോപ്റ്റ് ചെയ്യുന്നത് വഴി അവരുടെ വരുമാനം കൂടുകയും അവരുടെ അൺവാണ്ടഡ് എക്സ്പെൻസസ് കുറയ്ക്കാനും പറ്റുന്ന ഒരു അവസരമാണ് സാധാരണ ഈ പറയുന്ന ടെക്നോളജി സ്റ്റാർട്ടപ്സ് നേടിക്കൊടുക്കാറുള്ളത്. ഇപ്പം വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു വളരെ കുറഞ്ഞ മൂലധനത്തില് ലോകോത്തര നിലവാരമുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുകയും അത് വളരെ പെട്ടെന്ന് ഈ പറയുന്ന നിക്ഷേപരെ ആകർഷിച്ച് അത് ആ പ്രോഡക്റ്റിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയായിരിക്കും ഈ പറയുന്ന ടെക്നോളജി സ്റ്റാർട്ടപ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം പ്രൈമറിലി ഈ പറയുന്ന ടെക്നോളജി സ്റ്റാർട്ടപ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഈ പറയുന്ന ടൈമാണ്. അവർ എത്രയും പെട്ടെന്ന് സ്കെയിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു ടെക്നോളജി സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്രിട്ടിക്കൽ. ബാക്കിയെല്ലാം ഓൾ അതർ ഫോൾ ഇൻ ലൈൻ ആക്ച്വലി. അപ്പം എത്രയും പെട്ടെന്ന് അവരുടെ പ്രോഡക്റ്റ് നിരത്തിലേക്ക് ഇറക്കുക എന്നുള്ളതായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന പ്രോസസ് ഇന്നോവേഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഇന്നോവേഷനിലായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. അതിലുപരി ഏതെങ്കിലും ഇപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അവർ പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്നത് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അവരൊരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്, ഒരു സെക്ടറിലുള്ള ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്ത് അതിനെ ദൂരീകരിക്കാൻ പറ്റിയ എന്ത് പ്രോഡക്റ്റ് ആണ് ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നാണ് ഈ പറയുന്ന സ്റ്റാർട്ടപ്സ് ഫോക്കസ് ചെയ്യുകയും അങ്ങനത്തെ പ്രോഡക്ട്സ് ആയിരിക്കും ഇതിനകത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നത്. അപ്പം ഒരു ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം അതിൽ ആ ഒരു വീല് റീഇൻവെന്റ് ചെയ്യാതെ ഈ പറയുന്ന പ്രോഡക്റ്റ് സ്റ്റാർട്ടപ്സിനെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു ഓപ്പറേഷണൽ എക്സ്പെൻസ് ആണ് കുറയുന്നത്. ഈ പറയുന്ന പ്രോഡക്റ്റ് എടുക്കുന്നത് വഴി അവർക്ക് ആ ഒരു വലിയൊരു ഓപ്പറേഷണൽ എക്സ്പെൻസ് കുറയുകയും വളരെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് അവരുടെ ബിസിനസ് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. അതാണ് ഈ പറയുന്ന ഇപ്പം സ്റ്റാർട്ടപ്സും ഈ പറയുന്ന ഇൻഡസ്ട്രിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്താലുള്ള ഏറ്റവും വലിയ പ്രയോജനം അതാണ്. പിന്നെ ഈ പറയുന്ന സ്റ്റാർട്ടപ്സ് കൂടുതൽ ഫ്രണ്ട്ലി ആയിരിക്കും, നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും അവരുമായിട്ട് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ. ഇപ്പം നേരത്തെ അനിൽജി പറഞ്ഞ പോലെ സാപ്പ് എന്ന് പറയുന്ന വലിയ വലിയ ഓർഗനൈസേഷൻസും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. പക്ഷെ ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടേതായ രീതിയിൽ നല്ല രീതിയിൽ അവർ കസ്റ്റമൈസ് ചെയ്ത്, അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ കുറവാണെങ്കിലും
നെക്സ്റ്റ് ലെവലിലേക്ക് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകളെ കൊണ്ട് നമുക്ക് സഹായകമാണ്. അതുപോലെ ഇപ്പം സ്റ്റാർട്ടപ്പിന് ഏറ്റവും വളരെ അത്യാവശ്യം ഏർലി അഡോപ്റ്റേഴ്സിനെയാണ്. ഇപ്പം അവരുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അവർ പൈലറ്റിംഗ് നടത്തുമ്പോൾ അവര് ഈ പറയുന്ന MSME അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലേക്ക് അവർക്ക് ഒരു ഏർലി അഡോപ്റ്ററിനെ കിട്ടുവാണെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഈ പറയുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓപ്പറേഷണൽ എക്സ്പെൻസ് വളരെ നല്ലതുപോലെ കുറയ്ക്കാനും വളരെ എഫിഷ്യന്റ് ആയിട്ട് അവരുടെ പ്രൊഡക്ഷൻ ലൈൻ ഇംപ്ലിമെന്റ് ചെയ്യാനും ഈ പറയുന്ന ഇൻഡസ്ട്രി അല്ലെങ്കിൽ MSME സെക്ടറിനെ കൊണ്ട് വളരെ പെട്ടെന്ന് സാധിക്കും. പിന്നെ നേരത്തെ നവാസ് സാർ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഒരു ലീൻ മോഡൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. എല്ലാ സ്റ്റാർട്ടപ്പുകളും ഈ പറയുന്ന ലീൻ മോഡലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ അവരുടെ പ്രോഡക്റ്റ് നിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് അവർക്ക് കൊണ്ടുപോകാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പം ഒരു ഇൻഡസ്ട്രി ആയിട്ട് അസോസിയേറ്റ് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ദ സ്റ്റാർട്ടപ്പ് ആസ് വെൽ ആസ് ദ ഇൻഡസ്ട്രി. പിന്നെ ഇപ്പൊ MSME-നെ പറ്റി സംസാരിക്കുവാണെങ്കിൽ ഇപ്പം എല്ലാ ഡിസിഷനും ഡേറ്റ ഡ്രിവൺ ആയിരിക്കണം. ആക്ച്വലി ഇപ്പം ഡേറ്റ ഡ്രിവൺ ആയി കഴിഞ്ഞാൽ ഇതിന്റെ നമ്മൾ എടുക്കുന്ന ഈ പറയുന്ന യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, അതിന്റെ ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് നമുക്ക് വളരെ നല്ലതുപോലെ ചെയ്യാൻ പറ്റും. ഈ പറയുന്ന എല്ലാ ഈ സാസ് മോഡലുള്ള മിക്ക സ്റ്റാർട്ടപ്പുകളും അല്ലെങ്കിൽ ഈ പറയുന്ന IoT ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ, എല്ലാ സ്റ്റാർട്ടപ്പുകളും ഈ ഡേറ്റ ഒരു ഡാഷ്ബോർഡിലാക്കി നമ്മുടെ ഈ പറയുന്ന പ്രൊഡക്ഷൻ ലൈൻ ആണെങ്കിലും ഈ പറയുന്ന മാർക്കറ്റിംഗ് ആണെങ്കിലും മാനേജ്മെന്റ് ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും റിക്രൂട്ട്മെന്റ് ആണെങ്കിലും ഇതിന്റെ എല്ലാം നമുക്കൊരു ഡാഷ്ബോർഡ് തന്ന് നമുക്ക് ആ ഡേറ്റയിൽ അടിസ്ഥാനമാക്കി നമുക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് സ്റ്റാർട്ടപ്പുകളെ കൊണ്ട് നമുക്ക് വളരെ നല്ലൊരു ഉപയോഗപ്പെടും. നമ്മളിപ്പം ഒരു ബാങ്ക് ലോണിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പ്രൊജക്ഷൻസ് കൊടുക്കാറുണ്ട്. അത് നമുക്ക് ജസ്റ്റ് പ്രൊജക്ഷൻസ് ആയിരിക്കും. പക്ഷെ ഈ പറയുന്ന സ്റ്റാർട്ടപ്സുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഡേറ്റ ഡ്രിവൺ ആൻഡ് ദാറ്റ് വിൽ ബി ആക്ച്വൽ. സോ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മള് പ്രൊജക്ഷൻസ് കണ്ടുപിടിച്ച് ആ ഒരു ലെവലിലല്ലായിരിക്കും സ്റ്റാർട്ടപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മുമ്പോട്ട് പോയാൽ നമുക്ക് ഈ പറയുന്ന നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. അനുജി, ഞാൻ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. അത് പ്രൈമറിലി ഞങ്ങളുടെ ആ ഒരു പ്ലാറ്റ്ഫോമാണ്. This is primarily, it's a business for startups platform where we call it as a cross-sell platform. Cross-sell platform കൊണ്ട് ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊളാബറേറ്റ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് രണ്ടുപേരും വിൻ ചെയ്യുകയാണ്. വിൻ ചെയ്തിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് അവർക്ക് മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് ഈ പറയുന്ന ക്രോസ്-സെൽ പ്ലാറ്റ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ലാസ്റ്റ് 2 times 2 ബിഗ് ഡെമോ ഡേ നടത്തിയിട്ടുണ്ട്. അത് പ്രൈമറിലി ഈ പറയുന്ന എന്റർപ്രൈസ് ടെക്കിലും ഈ പറയുന്ന ഫിൻടെക്കിലും ഉള്ള എല്ലാ പല സെക്ടേഴ്സിലുള്ള സ്റ്റാർട്ടപ്സിനെ ഞങ്ങൾ അതിലേക്ക് ഷോക്കേസ് ചെയ്തു. അതിൽ പ്രൈമറിലി പുറത്തു നിന്നുള്ള ഇപ്പം ഇന്റലക്ട്, ഇപ്പൊ എമിറേറ്റ്സ് അല്ലെങ്കിൽ ഫ്രാൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ബഹ്റൈൻ, ഇവിടെ നിന്നുള്ള ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരെ ഈ പറയുന്ന സ്റ്റാർട്ടപ്സിന്റെ പ്രോഡക്ട്സ് നോക്കി അതിനെ അഡോപ്റ്റ് ചെയ്ത് അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾക്ക് ഈ പറയുന്ന നമുക്കൊരു MSME എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വളരെ കൂടുതൽ അവസരങ്ങളുണ്ട് ആക്ച്വലി ഈ പറയുന്ന സ്റ്റാർട്ടപ്പുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതില് സിമ്പിൾ ഇതാണ്. പ്രൈമറിലി ഞങ്ങൾ സ്റ്റാർട്ടപ്സിന്റെ പ്രോഡക്ട്സ് ഷോക്കേസ് ചെയ്യാറുണ്ട്. ഇതില് ഈ പറയുന്ന ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന കോപ്പറേറ്റീവ് ബാങ്കിങ് സോഫ്റ്റ്വെയർ ആണെങ്കിലും അല്ലെങ്കിൽ ERP സൊല്യൂഷൻസ് ആണെങ്കിലും എന്റർപ്രൈസ് ആപ്ലിക്കേഷൻസ് ആണെങ്കിലും ഇതെല്ലാം ഇപ്പം ഫോർ എക്സാമ്പിൾ അവരുടെ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഞങ്ങൾ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അവരുടെ പ്രോഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ഇപ്പം അവർ ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാകും. ഇതൊക്കെ ഈ പറയുന്ന പ്രോഡക്റ്റ് ഷോക്കേസിനകത്ത് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രി ചാലഞ്ചസ്, ഇപ്പം KSSIAയും വൃദ്ധിയും കൂടി സ്റ്റാർട്ടപ്പ് മിഷനും കൂടി അസോസിയേറ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രി ചാലഞ്ചസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇതിപ്പോ എമിറേറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്, അവരുടെ ഇൻഡസ്ട്രി ചാലഞ്ചാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത്. അപ്പം ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി ചാലഞ്ച്
എക്സിബിറ്റ് ചെയ്തതിന് ശേഷം ഇതിന് എഗൻസ്റ്റ് ആയിട്ട് സ്റ്റാർട്ടപ്സിനെ നമ്മൾ അതിനകത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഈ പറയുന്ന 1-on-1 ഇന്ററാക്ഷൻ ആണ് ഈ പറയുന്ന സ്റ്റാർട്ടപ്സുമായിട്ട് നടത്താറുള്ളത്. അറ്റ് എ ലേറ്റർ സ്റ്റേജ് ഈ പറയുന്ന ഇൻഡസ്ട്രി ചലഞ്ചിന് എഗൻസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഈ പറയുന്ന പർട്ടിക്കുലർ സ്റ്റാർട്ടപ്പ് കൊടുക്കുകയും അവർ ഓക്കെ ആണെങ്കിൽ അവർ POC കൊടുക്കുകയും നെക്സ്റ്റ് ലെവലിലേക്ക് ഡിസ്കഷൻ കൊടുത്ത് സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് കിട്ടുകയാണ്. ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയൊരു പ്രോഡക്റ്റ് സൊല്യൂഷൻ കിട്ടി, അവരുടെ ഇൻഡസ്ട്രി ചലഞ്ചിന് വഴി ഒരു പുതിയ പ്രോഡക്റ്റ് സൊല്യൂഷൻ കിട്ടുകയും അത് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനും പറ്റുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് ഒരു റിവേഴ്സ് പിച്ച് എന്ന് പറയുന്ന ഒരു ഇതാണ്. അത് പ്രൈമർലി ഇപ്പം കൂട്ടുകാരൻ ഗ്രൂപ്പ് ആണെങ്കിലും ജാക്ക് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ അവരുടേതായ രീതിയിൽ ജാക്ക് ഫ്രൂട്ട് റിലേറ്റ് ചെയ്ത് കുറെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്തു. ആ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സിന് അഗൻസ്റ്റ് സ്റ്റാർട്ടപ്സിനെ ഞങ്ങൾ പിച്ച് ചെയ്യിപ്പിച്ചു. അപ്പം അത് വളരെ 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 നല്ല രീതിയിൽ അത് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഈ പറയുന്ന ഈ സിമിലർ കേസസിൽ തന്നെ ഈ പറയുന്ന KSSIAക്കും ഈ പറയുന്ന വൃദ്ധിയും ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ jointly collaborate and do similar kinds of programs which have output. സജി സാർ പലപ്പോഴും പറയാറുണ്ട്, നമ്മളെല്ലാ പ്രോഗ്രാമും ചെയ്യും, നമ്മൾ എന്തും ഔട്ട്പുട്ട് ഓറിയന്റഡ് ആയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അപ്പം ആ ഒരു ഇതിൽ തന്നെയാണ് ഞാനും പറയുന്നത്, ഈ പറയുന്ന ഇതിന് ക്ലിയർ ഔട്ട്പുട്ട് ഉണ്ട്. ഈ പറയുന്ന ഇപ്പം ഏറ്റവും ക്രാക്ക് ചെയ്യാൻ പാടുള്ള ഒരു സെക്ടറാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. എന്നാൽ കേരളമാണ് ഈ പറയുന്ന ഗവൺമെന്റ് പ്രൊക്യൂർമെന്റിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്നത്. ഇപ്പം ടോപ്പ് പെർഫോമർ എന്ന് പറയുന്ന ഇത് സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വൺ ഓഫ് ദ മേജർ ഹൈലൈറ്റ് വാസ് ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ്. Government department finds it more comfortable working with startups rather than working with the big industries. So in similar lines, we can also align with the industries, the MSME sectors, and collaborate with the startups and take the product to the next level. It will be a win-win situation for both the industry as well as the startup. അപ്പം ഈ പറയുന്ന ഇപ്പം ഒരു കൂട്ടുകാരൻ ഗ്രൂപ്പ് ആണെങ്കിൽ അവരുടെ ലോജിസ്റ്റിക്സ് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന വെയർ ഹൗസ് റിലേറ്റ് ചെയ്തോ ഇങ്ങനെ കുറെ സെറ്റ് ഓഫ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു. അവര് ഈ പറയുന്ന സ്റ്റാർട്ടപ്സിന്റെ അടുത്ത് ഒന്ന് പ്രസന്റ് ചെയ്തു, അതിന് അഗൻസ്റ്റ് ആയിട്ട് സൊല്യൂഷൻസ് അവർക്ക് വന്നു. പിന്നെ അതിനുശേഷം ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഇറ്റ് വിൽ ബി എ 1-on-1 ഫെസിലിറ്റേഷൻ. ഈ പറയുന്ന ബിഗ് ഡെമോ ഡേ എന്ന് പറയുന്നത് primarily ഇപ്പം ലാസ്റ്റ് വാസ് വിത്ത് 28 എന്റർപ്രൈസ് സൊല്യൂഷൻസിന് വേണ്ടിയിട്ടായിരുന്നു ബിഗ് ഡെമോ ഡേ നടന്നത്. അപ്പം അശ്വിൻ നമ്മുടെ നെക്സ്റ്റ് സ്പീക്കർ ആണ്. അപ്പം ഇതിനകത്ത് പേര് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം വരുന്നത് അവരുടെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും അതിനകത്തേക്ക് വരുന്നത്. where you can interact with the startup, understand the product, tell your problem statement, and if that particular product fits to your organization, you can adopt that. So അത് വളരെ വളരെ സിംപ്ലിഫൈ ചെയ്താണ് ഈ പറയുന്ന ഹോൾ പ്രോസസ്സും നടക്കുന്നത്. അപ്പം ഇനി നെക്സ്റ്റ് ബിഗ് ഡെമോ ഡേ വി എക്സ്പെക്ട് KSSI as well as Vrddhi to be part of this, and MSME ഇതിനകത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് മൊത്തത്തിൽ ഈ ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ചോദിക്കാം. താങ്ക് യു അശോക്. സോ അശോക് ഇപ്പൊ കാണിച്ചത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെമോ ചെയ്ത് കാണിച്ചു തന്നത് ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമാണ്, ഒരു പോർട്ടലാണ്, ബിസിനസ് പോർട്ടൽ. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നമുക്ക് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലാറ്റ്ഫോം തന്നിരിക്കുകയാണ്. സ്റ്റാർട്ടപ്പിനെയും ബാക്കി അതർ എൻഡിലുള്ള ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രീനെയും കൊളാബറേറ്റ് ചെയ്ത് രണ്ടുപേരിനെയും ഹാൻഡ് ഷേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ നമുക്ക് അശോക് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ഇതില് നമ്മൾ ഇപ്പൊ കണ്ടതെന്ന് വെച്ചാല് ഓരോ ഗ്രൂപ്പിനും അവരുടേതായിട്ടുള്ള ആശയങ്ങളും അവരുടേതായിട്ടുള്ള പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ഉള്ള സ്റ്റാർട്ടപ്സിനെ അതിലോട്ട് കൊളാബറേറ്റ് ചെയ്ത് നമ്മളുടെ മുന്നിലോട്ട് വെക്കാനുള്ള ഒരു പദ്ധതി അവരുടെ അടുത്ത് ഉണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് വേറെ പുതിയ സ്റ്റാർട്ടപ്സ് ആണെങ്കിൽ അവരിനെയും കൂടി ഇതിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ ബിഗ് ഡെമോ ഡേ എന്ന് പറയുന്ന മാതിരി ബിഗ് ഡെമോ ഡേ എക്സ്ക്ലൂസീവ് ഫോർ KSSIA നമുക്ക് ഒരുക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ ഉള്ളിൽ വരുന്ന ഓരോ സെക്ടറിലേക്കും നമുക്ക് ഇതേമാതിരി പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ
അതിൽ നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോരോ സെക്ടറിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്സിനെയും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമ്മളുടെ മുന്നിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഈസി ബിസിനസ് പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ അശോക് നമ്മളടുത്ത് കാണിച്ചിരിക്കുന്നത്. Am I right, Ashok? Yes, exactly. Right. അപ്പൊ ഇവിടെ അശോക് പറഞ്ഞ 2 വേർഡ്സിന് ഞാൻ ഒന്നും കൂടി നമ്മുടെ മെമ്പേഴ്സ്മാർക്കും അറിയാൻ വേണ്ടിയിട്ട് പറയുന്നത്, നമ്മൾ IT-യിൽ നമ്മൾ സാസ് പ്രൊഡക്ട്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് വെച്ചാൽ നമുക്ക് ഫുൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ആ സോഫ്റ്റ്വെയറിന്റെ ഒരു പങ്ക് കൊടുത്തിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ചെറുകിട വ്യവസായികൾക്ക് മൊത്തം ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. വേറൊരാൾ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നു, നമ്മൾ അതിനെ സർവീസ് ആയിട്ട് ഉപയോഗിക്കുന്നു, അതിനുള്ള ചാർജ് കൊടുക്കുന്നു. അപ്പൊ അതിലും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കുറവായിട്ടാണ് വരിക. വേറെ ഒരു വേർഡ് ഉപയോഗിച്ചു, ഡേറ്റ ഡ്രിവൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ആശയങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഏത് ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡേറ്റ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഡിസിഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ ആയാലും ശരി, മാർക്കറ്റിംഗ് ആയാലും ശരി, സെല്ലിംഗ് ആയാലും ശരി, കസ്റ്റമർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ശരി, എല്ലാ കാര്യത്തിനും നമ്മൾ ഇപ്പൊ തീരുമാനം എടുക്കുന്നതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഗട്ട് ഫീലിംഗും മാർക്കറ്റിന്റെ നമ്മുടെ അറിവ് വെച്ചിട്ടായിരിക്കും. അതിന്റെ ഉപരി നമ്മൾ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമിലോട്ട് പോയാൽ ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലാണ് ഡേറ്റ ഉണ്ടാവുക. നമുക്ക് ഏത് കസ്റ്റമറിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, ഏത് ഇൻഡസ്ട്രീന് വേണ്ടി പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, അതൊക്കെ ഡേറ്റ ഉപയോഗിച്ചിട്ട് തീരുമാനമെടുക്കാം. നമ്മുടെ മനസ്സിലെ ഗട്ട് ഫീലിംഗ് യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അശോക് ഇപ്പോൾ പറഞ്ഞ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. താങ്ക് യു വെരി മച്ച് അശോക് ഫോർ ഷെയറിംഗ് അപ്പ് വിത്ത് അസ്. ആ ഒരു ബൈ ആൻഡ് സെൽ പ്ലാറ്റ്ഫോം എനിക്ക് തോന്നുന്നത് നമുക്ക് കുറെ ഉപകാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വൃദ്ധിയും KSIയും കൂടി പങ്കുവെച്ച് നമുക്ക് ഇതേമാതിരി ഒരു പർട്ടിക്കുലർ സെക്ടറിനെ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് ബിൽഡ് ചെയ്ത് തന്നെ നമുക്ക് അതിനെ വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരു ഡെമോ ഡേ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വി വിൽ വർക്ക് ടുവേർഡ്സ് ദാറ്റ്. One minute, Anil. Yes. നമ്മുടെ ഇതിനുള്ളൊരു സർവേ നമുക്ക് ഇവർക്ക് KSSIA മെമ്പേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മുടെ കയ്യിലൊരു സർവേ, ഇവരുടെ പ്രോബ്ലം സർവേ നമ്മൾ സ്റ്റാർട്ടപ്പ് മിഷന്റെ കയ്യിലുണ്ട്. You can tell that also that we will send. അപ്പൊ ഇപ്പൊ ആജൻ സാർ പറഞ്ഞ മാതിരി കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു കസ്റ്റം ബേസ്ഡ് ഒരു സർവേ ഉണ്ട്. ചെറിയ കോംപ്ലിക്കേറ്റഡ് സർവേ അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അശോക്. സിമ്പിൾ ആയിട്ടുള്ള സർവേ ആണെങ്കിൽ നമ്മുടെ MSME സെഗ്മെന്റുകാർക്ക് അവരുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഇടാനും അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാനും പറ്റുന്നതാണെങ്കിൽ I think we will be able to run it across with KSIA and we will be able to collect information. Right? So thank you very much Ashok. And happy for that. We look forward to more interaction with you and your support as always. And thank you very much for sharing this detail. Next നമ്മളടുത്ത് ഇപ്പോൾ പങ്കുവെക്കാൻ പോകുന്നത് 2 സ്റ്റാർട്ടപ്പ് കമ്പനികളാണ്. വ്യത്യസ്തമായിട്ട് ഉള്ള രംഗങ്ങളിൽ പ്രമുഖ അച്ചീവ്മെന്റ് നേടിയ 2 സ്റ്റാർട്ടപ്സ് ആണ്. 2 സ്റ്റാർട്ടപ്സ് 2 കോ-ഫൗണ്ടേഴ്സ് ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പ്രത്യേകിച്ചും പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ സെഗ്മെന്റിന് നമ്മുടെ സെക്ടറിന് പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് അവരുടെ ഓഫറിങ്സ് കസ്റ്റമൈസ് ചെയ്യാനും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് പങ്കുവയ്ക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ഇപ്പോൾ നമ്മളടുത്ത് സംസാരിക്കാൻ പോകുന്നത് റാപ്പിഡോർ ആണ്. അതിൻ്റെ co-founder Mr. Thompson Zakaria. I would like Thompson himself to introduce very briefly and talk about what are the offerings that he has, or in fact Rapidor has, which can be beneficial for MSME sector. Over to you, Thompson. Thank you very much. Enike screen share cheyan pattumo? Sure. Right, sure. So I think I'll just എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മെയിൻ എയിം ഇപ്പം നമ്മുടെ കമ്പനിയെ കുറിച്ച് സംസാരിക്കുകയല്ല, ബട്ട് അതിൽ കുറച്ച് ഭാഗങ്ങൾ പറയും ടു സീ വാട്ട് ക്യാൻ ബി റെലവെന്റ്, നമുക്ക് എന്തൊക്കെ യൂസ്ഫുൾ ആണെന്നുള്ളത് കാണാൻ വേണ്ടി മാത്രമാണ്. അപ്പം ജസ്റ്റ് മൊമെന്റ്, നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടെക്നോളജി ഇസ് ജസ്റ്റ് വൺ ഓഫ് ദി തിങ്സ് യു ഹാവ് ടു യൂസ്. നമ്മൾ ഉപയോഗിക്കേണ്ട ഏതോ ഒരു കാര്യമാണ്, പക്ഷേ ദ ഹോൾ കോർ കോൺസെപ്റ്റ് അബൌട്ട് what we want to do as a small and medium enterprise is really, it's all about the business model. How can we make revenue? നമ്മൾ എങ്ങനെ അടച്ചു പൂട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റും? കറക്റ്റ് ആയിട്ട്
യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തുവാണ് വയബിൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം. സോ നമുക്ക് പെട്ടെന്ന് ഒന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയും how we can move ahead and just quickly have a thought on this. I thought നമ്മുടെ ഏറ്റവും ഫെമിലിയർ ആൻഡ് പോപ്പുലർ ആയിട്ടുള്ള രണ്ട് കഥാപാത്രങ്ങളെ നമുക്ക് നോക്കാം. രാംദാസും വിജയനും. ഇവരെപ്പോഴും ഓരോരോ സിറ്റുവേഷൻസിൽ വി ക്യാൻ സീ ദം ആസ് അവർ MSME ഓഫ് ബിസിനസ് ഓണർ. ഇപ്പം അവർ കേട്ടിരിക്കുന്ന ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വേണം. ആൻഡ് ദേ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മുടെ സജി സാറിന്റെ സ്ലൈഡ് ആണ്, ഐ ജസ്റ്റ് ബോറോഡ് ഫ്രം ദ സ്ക്രീൻ ടുഡേ. അപ്പം യൂസിങ് ഡിജിറ്റൽ ടെക്നോളജീസ് ഹൗ ക്യാൻ ദേ റിയലി മൂവ് ഫോർവേഡ്, അവർക്ക് എങ്ങനെ മുന്നോട്ട് നീങ്ങാൻ പറ്റും എന്നൊക്കെ ചിന്തയാണ്. അപ്പൊ എല്ലാവർക്കും വലിയൊരു സങ്കല്പങ്ങളുണ്ട്. അത് എനിക്ക് എന്റെ ബിസിനസ് ഇങ്ങനെ നടത്തണം, അങ്ങനെ നടത്തണം, എനിക്ക് ഈ വർക്ക് ഫ്ലോ വേണം, എനിക്ക് ആ സ്ക്രീൻ വേണം. SAP പോലെ ഒരു സംഭവം ഇല്ല, എന്നാലും വേണ്ടിയതെല്ലാം SAP പോലെയുള്ള കാര്യങ്ങളാണ്. ഈ ഒരു സീൻ നമുക്ക് ക്ലിയർ ആണെങ്കിൽ അവർ വലിയൊരു വീട് നോക്കി പോകുന്നൊരു സിറ്റുവേഷൻ ആണ്. ബെഡ്റൂം, AC, TV, ഫ്രിഡ്ജ്, കാർ എല്ലാം വേണം. എന്നാൽ എല്ലാം ഒരു 250 റുപ്പീസിൽ കിട്ടുവാണെങ്കിൽ വളരെ ഹാപ്പി ആയിരിക്കും. ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ കുറെ സ്റ്റാർട്ടപ്സ് ഉണ്ട്. അവര് 250 റുപ്പീസിൽ തരാൻ തയ്യാറാണെങ്കിലും 250 അല്ല, പക്ഷേ വാട്ട് ദേ ഗിവ് അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കണം. അത് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എടുത്തിട്ടും കാര്യമില്ല. നമുക്ക് വേണ്ടിയതാണെന്ന് ക്ലിയർലി മനസ്സിലാക്കാനും പറ്റണം. നമ്മുടെ ബിസിനസ് പ്രോസസ്സസ്, ഓപ്പറേഷൻസ്, കാര്യങ്ങളൊക്കെ എന്തുവാന്ന് വെച്ചാൽ അത് കറക്റ്റ്ലി മാനേജ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് നോക്കണം. പിന്നെ ഇതെല്ലാം നമ്മൾ നോക്കിയെടുത്ത് വരുമ്പോഴത്തേക്ക് സജി സർ പറഞ്ഞ പോലെ റാപ്പിഡോ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഓപ്പറേഷണൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും ഓവറോൾ ബിസിനസ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനും, ആൻഡ് ഇന്നത്തേക്ക് മാത്രമല്ല ഒരു 5 വർഷം 10 വർഷം ആവുമ്പോഴും നമ്മുടെ ബിസിനസ് റെലവെന്റ് ആയിരിക്കണം. സോ നമുക്ക് പണ്ട് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റത്തില്ലായിരുന്നു ഒരു വണ്ടി തന്നെ ഓടി സ്വയമേ നിയന്ത്രിച്ച് ഡയറക്ഷൻ എടുത്തിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ നമുക്ക് ഇന്ന് ലിഫ്റ്റിന്റെ അകത്ത് തന്നെ നോക്കുമ്പോഴത്തേക്കും ലിഫ്റ്റ് ഓപ്പറേറ്റർ ഇല്ല. പക്ഷെ ഒരു 25 വർഷം മുമ്പ് അല്ലെ 30 വർഷം മുമ്പ് ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് എല്ലാത്തിനകത്തും ഉണ്ടായിരുന്നു. അതുപോലെ ഇന്നെല്ലായിടത്തും ഡ്രൈവേഴ്സ് ഉണ്ടെങ്കിലും ഇനി ഡ്രൈവേഴ്സ് ഇല്ലാത്തൊരു കാലഘട്ടത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ബിസിനസ് എന്തുകൊണ്ട് വൈ കനോട്ട് വി റൺ ഇറ്റ് ഓൺ ഓട്ടോ പൈലറ്റ് ആണ് നമ്മളുടെ ചിന്ത. ആൻഡ് ഈവൻ ആസ് യു പ്രോഗ്രസ് ഫോർവേഡ് നമ്മുടെ ബിസിനസ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാൻ പറ്റണം. സോ എനി ബിസിനസ് ഓണർ വെൻ ദേ ഡിസൈഡ് ഓൺ എ സൊല്യൂഷൻ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ്, മൈക്രോ എന്റർപ്രൈസ്, ലാർജ് എന്റർപ്രൈസ്, അത് അവർക്കൊരു സിമ്പിൾ വർക്ക് സ്പേസ് ആയിരിക്കണം. പണ്ട് അത് ഓഫീസ് ആയിരുന്നു, ഇന്ന് നമ്മുടെ മൊബൈൽ ഫോൺ ആണ്. ബട്ട് ഇറ്റ് ഹാസ് ടു ബി എ റോബസ്റ്റ് പ്ലാറ്റ്ഫോം ഓൾസോ. പിന്നെ കണ്ടിന്യൂസ്ലി പ്രോഗ്രസീവ് ഓട്ടോമേഷൻ. ദിസ് ഇസ് വാട്ട് വി ആസ് എ കമ്പനി അറ്റ് റാപ്പിഡോർ ആർ ട്രൈങ് ടു ഡു. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് what we are also doing is trying to collaborate with other people. ഇപ്പൊ നാളെ നമുക്ക് ഇൻവോയ്സിംഗ് വരും, ഇ-വേ ബില്ല് വരും, ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് യു ഷുഡ് നോട്ട് നീഡ് ടു സഡൻലി സ്റ്റോപ്പ് യൂസിങ് എ സിസ്റ്റം. അത് ഇപ്പോഴത്തെ കൊള്ളത്തില്ല, യൂസ്ഫുൾ അല്ല, പക്ഷേ ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു അഡാപ്റ്റ്. സോ നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. ടുഡേ വി ആർ വർക്കിംഗ് ഓൺ ഹാവിംഗ് ദി ഇൻവോയ്സിംഗ്, ഇ-വേ ബിൽ കാര്യങ്ങളെല്ലാം സെൻട്രലി ഇതിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഒത്തിരി ചെറിയ കമ്പനീസ് ഒക്കെ അടച്ചു പൂട്ടുന്നത് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് എ ബാഡ് ബിസിനസ് മോഡൽ. ഇറ്റ് ഇസ് നോട്ട് ബിക്കോസ് ദേ ഡിഡ് നോട്ട് അഡാപ്റ്റ് ഓർ അഡോപ്റ്റ് ടെക്നോളജി, ബട്ട് ഇറ്റ് ഇസ് ബിക്കോസ് they have issues with working capital. സമയത്തിന് ആൾക്കാരെ ക്യാഷ് കളക്ഷൻസ് ബുദ്ധിമുട്ടായിരിക്കും, സമയത്തിന് കിട്ടത്തില്ലായിരിക്കും. ഇപ്പൊ നമ്മള് കോ-ഫൗണ്ടേഴ്സ് ഞങ്ങൾ 3 പേരാണ് ഈ കമ്പനി സ്ഥാപനം തുടങ്ങിയത്. ഞങ്ങളത് നോക്കി വന്നപ്പോഴത്തേക്ക് a critical part for a small and medium or MSME is that we should be able to also link with the bank, and we have taken significant steps in that direction. We have signed up with HDFC so that business loans can be availed through our application. അതിന്റെയൊക്കെ പൈലറ്റ് ടെസ്റ്റ് റൺസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂൺ ആഫ്റ്റർ ദിസ് വി ആർ ഓൾറെഡി ഇൻ ദ പൈപ്പ് ലൈൻ വിത്ത് ICICI ഓൾസോ. സോ ഈ പ്രമുഖ ബാങ്കുകളുടെ കൂടെ വി ആർ ട്രൈങ് ടു കൊളാബറേറ്റ് ആൻഡ് ബ്രിങ് ദിസ് എലിമെന്റ് ഓൾസോ ഇൻ ടു ഇറ്റ്. വൈ? ബിക്കോസ് അവർ ബാക്ക്ഗ്രൗണ്ട് ഇസ് ഓൾസോ ഇൻ ദാറ്റ്. റിസ്ക് അനലിറ്റിക്സിലാണ് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇരിക്കുന്നത്. ആൻഡ് വി ഹാവ് മെയ്ഡ് സിസ്റ്റംസ് ദാറ്റ് ക്യാൻ സ്കെയിൽ ആൻഡ് ദാറ്റ് ക്യാൻ വർക്ക്. ഇത് നമ്മളൊരു എക്സ്പെരിമെന്റ് ആയിട്ടല്ല ചെയ്യുന്ന. ഒത്തിരി അനേക ബിസിനസ്സസ് നമ്മുടെ പ്ലാറ്റ്ഫോം ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. More than 55 to 60 crores worth of orders are processed on platform every single month today, and we expect അടുത്തൊരു 8 to 12 months അത് 500 crores worth of business each month ആകണം എന്നാണ്. ആ രീതിയിലാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടെന്ന സിസ്റ്റം നമുക്ക് എന്തോ വേണ്ടി നമുക്ക് മനസ്സിലാക്കണം ആദ്യം. ആൻഡ് ഫൈനലി ദ ഡിസിഷൻ ഇസ് വിത്ത് ദ ബിസിനസ് ഓണർ. അപ്പം ഒരു ബിസിനസ് ഓണറിന്റെ ഹാൻഡ് ഹെൽഡ് മൊബൈൽ ഇന്നത്തെ ഓഫീസ് സ്പേസിൽ we want to make it actionable. We want to try and see that he can actually understand what his business is going through.
ഈ സ്ക്രീനിൽ ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ കാണാമെങ്കിലും the most important part is that എത്ര ക്യാഷ് മാർക്കറ്റിൽ കിടപ്പുണ്ട് എനിക്ക് കിട്ടാനുള്ളത്, ഔട്ട്സ്റ്റാൻഡിംഗ് റിസീവബിൾസ്, that would be the most critical part that business owners should manage. And as Vrddhi Consulting or other organizations will come and discuss, അവർ പറയുന്ന ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്താൽ സക്സസ്ഫുൾ ആകുമെങ്കിൽ ആ ക്ലസ്റ്റർ ഓഫ് കമ്പനീസ് ഹു ക്യാൻ അഡോപ്റ്റ് ദാറ്റ്, we are happy to bring in that sort of a workflow so that in a cost effective way, വളരെ തുച്ഛമായ വിലയ്ക്ക് you should be able to really run your business and it should be profitable for you. Because at the end of the day, നമ്മൾ വലിയ ടെക്നോളജി വെച്ചതുകൊണ്ടും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് സിസ്റ്റംസ് മേടിച്ചത് കൊണ്ടും ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്താലും കാര്യങ്ങൾ വിറ്റ് ക്യാഷ് വരണം എന്നില്ല. So the business model being the core focus, what is a solution that is viable for you? ഒത്തിരി പേര് വളരെ പ്രൗഡായിട്ട് പറയുന്ന സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് ഓണേഴ്സ് എനിക്കറിയാം, ഞങ്ങൾ SAP ആണ്. പക്ഷേ ഇഫ് യു ക്ലിയർലി സീ, അത് നമ്മൾ ഒരു വലിയ സിസ്റ്റം വെച്ചിട്ട് കാര്യമില്ല. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ മേടിക്കാൻ നല്ല വില, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അതിലും സമയം, അത് മാറ്റാനാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റത്തില്ല. So what we are also doing is we are developing our business in such a way that even other developers, or we can open source the modules, and നമുക്ക് പുതിയൊരു മോഡ്യൂൾ വേണമെങ്കിൽ നാളെ പെട്ടെന്ന് ഒരു മോഡ്യൂൾ വന്നു ഇനി തൊട്ട് ഇങ്ങനെ ഫയലിംഗ്സ് ചെയ്യണം, quickly we should be able to enable one business to do it and adapt it into our platform. അങ്ങനെയാണ് നമ്മൾ ഇൻവോയ്സിങ്ങും e-way bills ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. Everything is not done in-house, but we collaborate with the right people to ensure the services are available at almost a negligible cost, considering you are doing business for profitability. അപ്പം എല്ലാ ERPയും എല്ലാവർക്കും സിമിലർലി വർക്ക് ചെയ്യണമെന്നില്ല. ഈ സീനിൽ നമ്മൾ കാണുന്ന മോഹൻലാലും ശ്രീനിവാസും പശുക്കളെല്ലാം മേടിച്ചിട്ട് ഇന്ന ആള് പറഞ്ഞു ഇന്ന ERP കൊള്ളാം, അത് ഇവർ മേടിച്ചു, പക്ഷെ ഇവർക്ക് അത് വർക്ക്ഔട്ട് ആയില്ല. പിന്നെ തിരിച്ച് ഇന്ന ആളുടെ അടുത്ത് പോവും, അത് വർക്ക് ചെയ്തില്ല, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല. ഇങ്ങനത്തെ ഇഷ്യൂസ് വരാതിരിക്കാൻ ഐ തിങ്ക് ഇറ്റ് ഇസ് ഓൾവേസ് ഗുഡ് ആസ് എ ക്ലസ്റ്റർ വി വർക്ക് ആസ് എ ഗ്രൂപ്പ്. ഒരു കോമൺ സെറ്റ് ഓഫ് ഇഷ്യൂസ് ഉള്ളത് ഒരു കൺസൾട്ടിംഗ് ഹൗസുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റും. ഞങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ഒത്തിരി സക്സസ്ഫുൾ പ്രൊജക്ട്സ് ഉണ്ടെങ്കിലും അതുപോലെ തുല്യമല്ലെങ്കിലും അതിനെക്കാട്ടിൽ ഇച്ചിരി കുറവായിട്ടുള്ള ഫെയിലിയേഴ്സും ഉണ്ട്. ആ ഫെയിലിയേഴ്സ് വരുന്ന എവിടെയാണെന്ന് വെച്ചാൽ ദ ബിസിനസ് ഓണർ ബ്രിങ്സ് ഹിസ് ഈഗോ ഇൻസൈഡ്. എനിക്ക് ഇങ്ങനെയാണ് പ്രോസസ് നടത്തേണ്ടത്, ഇങ്ങനെ നടന്നില്ലെങ്കിൽ ഒരിക്കലും നടക്കത്തില്ല. അവര് ഓപ്പൺ അല്ല. വി ഷുഡ് ബി ഓപ്പൺ. സെക്കൻഡ് പ്രോബ്ലം വരുന്ന കസ്റ്റമൈസേഷൻസ് ഭയങ്കരമായിട്ട് ചോദിക്കും. അപ്പൊ കസ്റ്റമൈസേഷൻസ് ഒത്തിരി ചെയ്യുമ്പോഴത്തേക്കോ മെയിൻ്റെനൻസും അതുപോലെ കൂടും, പിന്നെ അതിന് കോസ്റ്റ് വരും. പിന്നെ ഈ സം ഓഫ് ദി സ്മോൾ ബിസിനസ്സസ് വിൽ സേ ഞങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വേറെ 100 പേര് എടുക്കും. ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ചില സ്റ്റാർട്ടപ്സ് ചെയ്യും. വി ഓൾമോസ്റ്റ് ഓൾവേസ് സേ നോ ടു ഇറ്റ്. കാരണം ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഒത്തിരി കസ്റ്റമൈസേഷൻ ചെയ്ത കമ്പനീസ് പോലും ആ കസ്റ്റമൈസ് ചെയ്ത ഭാഗങ്ങൾ ആദ്യം ഉപയോഗിക്കാറില്ല. അവരുടെ ഒരു തോട്ട് പ്രോസസ്സിലാണ്. കാരണം ഒത്തിരി എംപ്ലോയീസ് who are not engineers or who are not even business people properly will give thousands of opinions. അതെല്ലാം എടുക്കാതിരിക്കാൻ നോക്കണം. ഞാൻ പറഞ്ഞു വരുന്ന ഒത്തിരി pitfalls ആണ്. So നമ്മൾ ഉദ്ദേശിക്കുന്ന have a cluster of companies who can actually have a common set of problems. They don't have to be in the same industry, but they have to have the same workflows maybe. Avarku vendi we can enable quite a lot of existing workflows that our business is serving. Finally നമ്മൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഏത് മോഡ്യൂൾ വേണം, ഇത് വേണോ അത് വേണോ, at the end of it നമ്മൾ ചാകാനും പാടില്ല, വരുന്ന ERP solution providerഉം out of business ആവാൻ പാടില്ല. So having said that, a solution that we will suggest will have a cost restructuring, like Sajid sir said, a financial discipline അതിനകത്ത് വരണം. It should enhance your growth. അത് സ്കേലബിൾ ആണെന്ന് പറയുമ്പോഴത്തേക്ക് it should be profitably scaling. അപ്പോൾ പ്രോഫിറ്റ്സ് ഇല്ലെങ്കിൽ we should scale down. It is not always a scale up. We should either sometimes conserve. Okay, ഈ ഒരു സ്റ്റോം കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് എടുത്തിട്ട് പിന്നെയും ഓടാം. അല്ലെങ്കിൽ we might need to pivot. Pivot എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബിസിനസ് കുറച്ച് ചേഞ്ച് ചെയ്യണം. മേ ബി വി വർ മാനുഫാക്ചറിങ് 100 things. 100 കാര്യത്തിനകത്ത് ചിലപ്പം 50 കാര്യങ്ങൾ ആർക്കെങ്കിലും പെട്ടെന്ന് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുമായിരിക്കും. അത് വിട്ടിട്ട് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള അതിനകത്ത് പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ നോക്കണം. സോ വി നീഡ് ടു പിവറ്റ് മേ ബി. സോ ദിസ് is the concluding part on നമ്മുടെ രാംദാസും വിജയന്റെയും case. But I'll quickly say on an average what our solution provides for a business in just a very few words. So today, as you see here, we serve businesses across India and also in certain locations around the world, either in pilot mode or actually paying customers. But what defines us is actually the traction that our business has got
Uttiri prashnangala we have faced in terms of serving businesses, and that showcases in the number of the growth that we are having today and how we are moving forward. More than this growth, what I would say is these are some of the real businesses we serve in the steel industry, FMCG, distribution, manufacturing, consumer packaged goods, etc. And what we give them is a simple solution, like our Razak sir was saying, how to manage your team across different regions, be it Kerala, outside Kerala. We have simple workflows that we can also adapt to however you would want to suggest. And വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ റിപ്പോർട്ട്സും കാര്യങ്ങളും നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പം സാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു I'll just quickly show you. The most important part in our business is not what we are selling, is not the money we are making, but sustainability ku vendi the most important part is the people who work with us. ആ ഒരു ഇൻഡിവിജ്വലിനെ end of the day ഒരു കണ്ണാടി പോലെ ഒരു റിപ്പോർട്ട് കാണാൻ പറ്റുവാണെങ്കിൽ what he has done today, when did he start, when did he stop, what all did he sell, where all did he go. This is relevant for many of our clients who are manufacturers, who are distributors, who are dealers, and also who are end retail stores as well. ഇവിടെ നമ്മൾ ഇവിടെ കാണുന്ന ഒരു ടീമിനെയാണ് എൻറ്റയർ ടീം. ഇപ്പൊ എന്റെ അടിയിൽ ഒരു 5-6 പേരുണ്ട്, അല്ലെങ്കിൽ ഐ എം റിപ്പോർട്ടിംഗ് ടു one manager who has got 10 people. ആ 10 ആൾക്കാർ in detail end of the day automatically കാണാൻ പറ്റണം. Like Ashok was saying from KSUM, we enable businesses to actually own their data. In the Uttari businesses, they do not own their data. We are continuously helping them collect their data, and when they have the necessary maturity, we can introduce multiple solutions that can actually give them intelligence on their platform. So having said that, I'll just conclude with in the next 30 seconds. We want to help you actually start building a path so you can autopilot your business soon. വണ്ടികൾ ഓട്ടോപൈലറ്റ് ആണെങ്കിൽ നാളെ നമ്മുടെ ബിസിനസ് അതിന് മുമ്പേ ഓട്ടോപൈലറ്റ് ആകാൻ പറ്റണം. We help you take the necessary steps for it. Starting with product management. You can have product management on our platform. All the products you're selling, including services, easily you can manage it. You can manage all the orders that come out of the products multiple ways. You do not have to have employees full time with you. You can even deploy employees, people who are in different locations. Billing in a solution under Uttari companies, including van sales, moving out to different places. Our smallest business who uses a solution is a chapati manufacturer. അദ്ദേഹത്തിന് 2 van ഉണ്ട്, chapati manufacturer he's selling. One of our biggest clients is more than 650-700 crore business who has got multiple distributors who they want to manage on the platform. We are coming up with a new client who is in the agri-business space. He is getting from multiple principals and selling to a lot of farmers. So our product has been designed so we can configure it and get it in the way you would require. But if there is a cluster, that is the best. Payments and collections we enable. Procurements you can manage. And most important, you can orchestrate your team. നമ്മുടെ സിസ്റ്റം സ്റ്റാൻഡ് അലോൺ ആണ്. അതേസമയം ടാലി ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അതിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, SAP ഇമ്പോർട്ടന്റ് ആണെങ്കിൽ അതിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. The different solutions out there, we are smoothly integrating. So with this, I would like to say, let us choose the weapon we want. Let us choose our battles correctly, and let us together win the war. Thank you. Thanks, Thompson. Thank you very much. ഇപ്പോൾ തോംസന്റെ പ്രോഡക്റ്റ് നമുക്ക് കാണിച്ചു തന്നെന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസിന്റെ മൾട്ടിപ്പിൾ ഏരിയാസിനെ നമുക്ക് എങ്ങനെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് സിമ്പിൾ രീതിയിൽ കാര്യങ്ങൾ നേടിയെടുക്കാമെന്നാണ്. അതിനുപരി ഇവരുടെ പ്ലാറ്റ്ഫോം അവർക്ക് എന്താ കാണിച്ചെന്ന് വെച്ചാൽ എല്ലാ വേറെ സോഫ്റ്റ്വെയർസ് ഇന്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത്, തമ്മിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു കെപ്പബിലിറ്റിയും കൂടി ഉണ്ട്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് എലമെന്റ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാർട്ടപ്പ്, ഇഫ് യു തിങ്കിങ് അബൌട്ട് സ്റ്റാർട്ടപ്പ്, വാട്ട് വി വാണ്ട് ഈസ് ബേസിക്കലി ഇൻസ്റ്റെഡ് ഓഫ് ഇപ്പൊ നമ്മൾ KSSIA നോക്കുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ക്ലസ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ വെർട്ടിക്കൽസ് ഉണ്ട്, വുഡ്, ഫുഡ്, എഞ്ചിനീയറിംഗ്, അങ്ങനെ. അപ്പോൾ ഓരോ ക്ലസ്റ്റർ നമ്മൾ ഇവരുടെ ഒപ്പം ഡിസ്കസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ക്ലസ്റ്ററിന് ആവശ്യം വരുന്ന സാധനം അവർക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇൻഡിവിജ്വൽ കസ്റ്റമൈസേഷന് പുറമെ ക്ലസ്റ്റർ കസ്റ്റമൈസേഷൻ വരികയാണെങ്കിൽ നമുക്ക് അത്രയും കൂടി കോസ്റ്റ് ബെനിഫിറ്റ് നമുക്ക് നേടാൻ പറ്റും.
അപ്പോൾ അതായിരുന്നു പറഞ്ഞത്. താങ്ക് യു വെരി മച്ച് തോംസൺ. And now I would invite Ashwin Panikar. Again, ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ മാതിരി റസാഖ് സർ പറഞ്ഞ മാതിരി CRM, SCM, ERP ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്ന ഒരു വൺ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് കൊണ്ടാണ് അശ്വിൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓവർ ടു യു അശ്വിൻ ടു ജസ്റ്റ് ഗിവ് എ ബ്രീഫ് അബൌട്ട് വാട്ട് ഇറ്റ് ഈസ് and also to share about how MSME segment can get the benefit onto in terms of the product lines that you are right now in innovation, right? So over to Ashwin. Hi, good evening. Thank you, Will. Thank you for the introduction, and thank you to KSSIA for giving this opportunity. I am extremely excited to be part of this. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം KSUM ഇതിനൊരു ഇങ്ങനൊരു ഇൻവിറ്റേഷൻ വന്നപ്പം അവർ സംസാരിച്ചത് നിങ്ങളുടെ ഇന്റന്റ് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം തോന്നിയത് ഞങ്ങളുടെ പ്രോഡക്റ്റും ഞങ്ങളുടെ കമ്പനിയുടെ വിഷനും ആയിട്ട് വളരെ അലൈൻഡ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് തോന്നിയത്. സോ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട്. പക്ഷേ വേറൊരു കാര്യം, നേരത്തെ ഏതോ നമ്മുടെ റെസ്പെക്റ്റഡ് സ്പീക്കേഴ്സിൽ ആരോ പറഞ്ഞ പോലെ ഏറ്റവും അവസാനം സംസാരിക്കുമ്പം പറയാനുള്ളത് മുഴുവൻ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. എനിക്കിനി പറയാനായിട്ടൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് ദർ ആർ സർട്ടൻ ആസ്പെക്ട്സ് എനിക്ക് ഹൈലൈറ്റ് ചെയ്യണം എന്നുണ്ട്. അതിൽ ആദ്യമേ എനിക്ക് ഒരു എന്തുകൊണ്ട് ഈ ഒരു ഇനിഷ്യേറ്റീവ് എന്റെ പ്രോഡക്റ്റിൽ എന്തുകൊണ്ട് ഈ ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ടപ്സിനും വളരെ ഉപകാരമായിരിക്കും എന്നുള്ളത് എനിക്കൊന്ന് പറഞ്ഞേക്കളുണ്ട്. അശോക് കുറച്ചു മുമ്പ് അതിൽ ഹി ടച്ച്ഡ് a little bit, but can I share my screen, Anil, if you... Yes Ashwin, you can. So please tell me when you can see it. You can see it now. So ഞങ്ങളുടെ കമ്പനിയുടെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് തന്നെ ഡിജിറ്റൈസിങ് ദ വേ കസ്റ്റമർ ഇന്ററാക്ട്സ് വിത്ത് ദ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the reason why we say that is because മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഡിജിറ്റൽ ടെക്നോളജി ഇല്ലാണ്ട് there is absolutely nothing, almost nothing that is possible എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ MSME സെക്ടർ എന്ന് നമ്മൾ സാധാരണ നമ്മൾ പറയുമ്പോഴത്തേക്കും അതില് ടെക്നോളജി അത്രയും അഡോപ്റ്റഡ് അല്ലാത്ത ഒരു പിക്ചറാണ് നമ്മുടെ മനസ്സിൽ വരിക. അത് എന്തുമാത്രം ശരിയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ബട്ട് ഐ ബിലീവ് there is a slight difference. നമ്മൾ സ്റ്റാർട്ടപ്സ് എന്ന് പറയുമ്പം എല്ലാം ടെക്നോളജി ഓറിയന്റഡ് ആണ് എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പൊ എനിക്ക് പലപ്പോഴും ഈ സ്റ്റാർട്ടപ്സിന്റെ ഡെഫിനേഷൻ ഒന്ന് ഡിഫൈൻ ചെയ്താൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ അതിൽ ഒന്ന് വളരെ പെട്ടെന്ന് ഒന്ന് പോയിക്കോട്ടെ. സോ ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് യൂഷ്വലി ഇറ്റ്സ് എ ബിസിനസ് വേർ നമ്മൾ ഹൈപ്പർ ഗ്രോത്ത് അച്ചീവ് ചെയ്യാനായിട്ട് അറ്റൈൻ ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു ബിസിനസ്സിനെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് സാധാരണ പറയുക. അത് for example, അതിന് ഒരു ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹിൽട്ടൺ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്, which is the largest hotel group in the world. I think they're valued at 110 billion or something. They reached that valuation over 110 years, $96 billion or something, over 110 years. Whereas Airbnb എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ്, they overtook Hilton in less than 12 years. So അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ജനറേഷൻ വേ ഓഫ് ഡൂയിങ് ബിസിനസ്, ന്യൂ ജനറേഷൻ വേ ഓഫ് processes and customer acquisition, everything is applied to scale up to have a hyper growth. അപ്പോൾ ആ ഒരു ഹൈപ്പർ ഗ്രോത്ത് എയിം ചെയ്തിട്ടാണ് ഉള്ള കമ്പനീസിനാണ് നമ്മൾ സാധാരണ സ്റ്റാർട്ടപ്സ്. എൻ്റെ കമ്പനിയും ഞങ്ങളെല്ലാം ആ ഒരു തോംസന്റെ കമ്പനിയൊക്കെ വി ആർ ഓൾ എയിമിങ് ഫോർ ദാറ്റ് ഹൈപ്പർ ഗ്രോത്ത്. ഇതിനകത്ത് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഗ്രോത്തിൽ there is an extremely high risk that the startups take. അപ്പം ആ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഗ്രോത്ത് ഫേസിൽ ഏറ്റവും തുടക്കത്തിൽ ആണ് അത് ഏറ്റവും അധികം റിസ്ക് ഉള്ളത്. And as you know, majority of the startups fail also for many reasons. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ഒരു ബിസിനസ് വേർട്ടിക്കലിലോട്ട് ഇറങ്ങുമ്പോൾ അവരൊരു പ്രോഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോസസ് ആയിട്ട്, ഒരു ന്യൂ പ്രോസസ് അല്ലെങ്കിൽ ന്യൂ പ്രോഡക്റ്റ് ആയിട്ട് മാർക്കറ്റിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ആ പ്രോഡക്റ്റോ അല്ലെങ്കിൽ പ്രോസസ്സോ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാർക്കറ്റിന് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ മാർക്കറ്റിൽ അതിന് റെലവൻസ് ഉണ്ടോ, വിൽ പീപ്പിൾ പേ മണി ഫോർ ദാറ്റ്, ഇസ് ഇറ്റ് ഗോയിങ് ടു ക്രിയേറ്റ് വാല്യൂ എന്ന് പറയുന്ന ഇറ്റ് ഈസ് എൻ അസംപ്ഷൻ അൺടിൽ the market accepts it, right? So when the market accepts that, നമ്മൾ ഇറക്കി ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു presentation mode ഇടാവോ? I'm sorry, presentation mode മറ്റേ ഇതിന്റെ slide share. All right. Yeah, thank you. So as I was saying, ഒരു startup ഒരു product or process, when they introduce a product into the market, there comes a point where it becomes very clear that their product has to fit to the market need. Our stage modalana sherikum, the growth of the company becomes hyper. So ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റിലോട്ട് ഇറക്കി അതിനൊരു ആക്സെപ്റ്റബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, പീപ്പിൾ ആർ വില്ലിംഗ് ടു ബൈ ഇറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ എടുക്കുന്ന ഒരു പ്രോഡക്റ്റിനെ എടുത്ത് നമ്മൾ അതിനെ സ്കെയിൽ അപ്പ് ചെയ്യുമ്പോൾ, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഒരു 10 പേർക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റിനെ നമുക്ക് അതൊരു 100,000 ആൾക്കാർക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ഹൈപ്പർ ഗ്രോത്ത് വരുന്നത്. And for that specific reason, I think the KSSIA and KSUM this initiative is extremely important, because what you're trying to do now is actually taking a market, a real market, a market in avasyamulla, what does the market need ennu parayuna oru element ne distill cheythu adine identify aayittulla oru exercise aanu, and it just and all the startups have to do is take that the need, create a product that really fits the market and then adine scale here. So they, so bring it on. I mean, I am extremely excited to be part of this, and I'm hoping that we will all Dr. Saji paranja pole, we all it's a collaborative world, right? I mean, it is a synergy aanu ivide ettom atyavashyam. There is no more competition, it is more collaboration. So both the KSSIA and the startups will benefit from this. So adu parayumbethekkum enikku parayanulla oru karyam ennu vechal ende product ne kurichu enikku adhigam I'm not going to into detail with this. I will only talk about the principles of it for two reasons. One, a product like Rapido is probably ahead of us in the curve. For one reason. Second is ഞങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഒരു സ്ലൈറ്റ് പ്രത്യേകതയുണ്ട്. അത് എന്താണെന്ന് I can explain. So what is one, and how can we join hands with small scale industries in Kerala? അതിനെക്കുറിച്ച് ഞാൻ പറയാം. So we have ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ കസ്റ്റമർ എന്ന് പറയുന്ന ഒരു പ്രൊഫൈൽ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. We know who our customers are. So if you take all the enterprises in the entire world and you put them into a pyramid, I mean, these are things which you know already. എങ്കിലും ഞാൻ പറയുന്നതേ ഉള്ളൂ, ഞങ്ങളുടെ മാർക്കറ്റ് ആരാണ്, ഞങ്ങളുടെ കസ്റ്റമർ ആരാണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്. ഞങ്ങളുടെ കസ്റ്റമർ പ്രൊഫൈൽ is that set of businesses which are really at the bottom of the pyramid. അതായത് ഏത് വേർട്ടിക്കൽ എടുത്തു കഴിഞ്ഞാലും, ഏത് ബിസിനസ് എടുത്തു കഴിഞ്ഞാലും ആ ബിസിനസ്സിന് ആവശ്യമുള്ള ERP systems, so enterprise resource planning systems, so അല്ലെങ്കിൽ customer CRM, so SCM, so എല്ലാം available. Everything is available, and I don't think there is any business vertical out there is not touched upon by a digital solution that the businesses can use. But the problem there is most of these solutions, നേരത്തെ ഇതിനു മുമ്പ് പല ആൾക്കാരും ഈ മീറ്റിംഗിൽ തന്നെ പറഞ്ഞിട്ടുള്ള പോലെ ഇപ്പൊ സെയിൽസ് ഫോഴ്സിനെ പോലുള്ള ഒരു സൊല്യൂഷൻ ഒക്കെ പറഞ്ഞ it is unaffordable for most people. So our affordability ഒരു ഇഷ്യൂ ആണ്. സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ഈ അഫോർഡബിൾ ആണെങ്കിൽ കൂടി സംടൈംസ് ഇറ്റ് മേ ബി അഫോർഡബിൾ, പക്ഷേ അതിനൊരു certain element of technology understanding ആവശ്യമുണ്ട്. പലപ്പോഴും ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കില്ല. നമ്മുടെ
അറിയാം നമ്മുടെ പല ഫൈനാൻഷ്യൽ ഫിൻടെക് സൊല്യൂഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന വിധത്തിലായിരിക്കില്ല അത്. സോ വിച്ച് മീൻസ് സംടൈംസ് ദീസ് സൊല്യൂഷൻസ് വുഡ് റിക്വയർ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ട്രെയിൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം ആൾക്കാരെ വെക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാത്ത ബിസിനസ്സിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വി ആർ ടാർഗറ്റിംഗ് ദ റിയലി the businesses, solopreneurs, micropreneurs, etc., who are at the bottom of the pyramid. അതിനെ വേറൊരു വിധത്തിൽ അതിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ we are targeting businesses who are currently ഇപ്പൊ അവരുടെ ബിസിനസ് വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ ഒക്കെ, ചാറ്റ് പ്ലാറ്റ്ഫോം വഴിയോ ഒക്കെ, അല്ലെങ്കിൽ SMS വഴിയോ ഒക്കെ ആൾക്കാരുമായിട്ട് എൻഗേജ് ചെയ്യുക. അങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ ആ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലോട്ട് പോയി അവരുടെ പ്രൊഡക്ടിവിറ്റി. സോ our data shows that we are actually increasing the productivity of almost 30% with the kind of businesses that we have right now. അപ്പൊ ആ ഒരു enabling of small businesses എന്നുള്ളൊരു ആശയമായിട്ടാണ് ഞങ്ങൾ, that is what one stands for. So അതിനെ how do we bring it into ഒരു കോണ്ടെക്സ്റ്റിൽ കൊണ്ടുവരാണെങ്കിൽ we are looking at small businesses എന്തൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് ഇപ്പം ഈ പോസ്റ്റ് കോവിഡ് സിനാറിയോയിൽ McKinsey പോലത്തെ റിപ്പോർട്ട്സ് have come in and they have identified വേൾഡ് മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ ബിസിനസ്സസ് ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലംസ് ഉണ്ട്. അതിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ക്യാഷ് ഫ്ലോ പ്രോബ്ലംസ് ആണ്. തോംസണും പലരും അതിന് പറഞ്ഞു. ക്യാഷ് ഫ്ലോ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രോബ്ലം. അതിന്റെ താഴെ നിൽക്കുന്നത് കസ്റ്റമർ റിട്ടൻഷൻ ആണ്. സോ കസ്റ്റമർ റിട്ടൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ മാറി. കോവിഡ് വന്നതിന് ശേഷം, അതിന് മുമ്പാണെങ്കിലും ഡിജിറ്റൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നപ്പോൾ തന്നെ ദ ബിഹേവിയർ ഓഫ് കസ്റ്റമേഴ്സ് ആർ ചേഞ്ചിങ്. ഇപ്പൊ ട്രഡീഷണൽ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പല ബിസിനസ്സിനും അവർക്ക് കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് തിങ്. തേർഡ് ഇത് പറയുന്നത് നമ്മൾ ഈ particularly post COVID scenario, when you have to control your finances, I mean Dr. Saji പറഞ്ഞു പോലെ it is not rocket science. You have to reduce your cost and increase your revenue somehow. I mean that is as simple as that. പക്ഷേ reducing cost എന്ന് പറയുമ്പം there എപ്പോഴുള്ള ഒരു question ആണ്, how do we reduce cost by balancing the growth, or do we compromise on quality, or do we compromise on growth? എന്നുള്ള ഒരു question will always be there. So the element that those decisions are very important, right? I mean balancing your growth versus quality. And of course isn't the compliance or regulations are changing. COVID has changed a lot of regulations, and founder dependence, I mean how founders are coping with this post COVID and all that. I mean I'm not going into that. ഞങ്ങളുടെ focus എന്ന് പറയുന്നത്, if our platform is focused on looking at the first three major problems that the small businesses normally have. ഇതിൽ തന്നെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്, ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് നേരത്തെ ഇത് I think Mr. Nawaz who mentioned or Mr. Razak who mentioned that if you take any ERP or any software for that matter, I can challenge probably ഈ മീറ്റിംഗിലുള്ള എല്ലാവരും ഞാൻ ചാലഞ്ച് ചെയ്യാം. If you're using Microsoft Word or Microsoft Excel, which I'm sure most of you are, I can challenge you that probably you are using maybe 10% of its capability, അല്ലെങ്കിൽ 20% of ഒരു മൈക്രോസോഫ്റ്റ് എക്സലിന്റെ കേപ്പബിലിറ്റിയുടെ ഒരു 20% പോലും നിങ്ങൾ അതിനകത്ത് ഉപയോഗിക്കുന്നില്ല. 80% of it is unused. Maybe very, very, very rarely people use it. So, but then you are paying for that 100% of the functionality. So, our focus has been to provide what is necessary. 20% functions will give 80% productivity. എന്നുള്ള ഒരു Pareto principle apply ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. So, how do we bring all this into one? So, one എന്ന് പറയുന്നത് മലയാളത്തിൽ ഒന്നെന്നും പറയാം. One എന്ന് പറയുന്നത് it's a mobile first do it yourself no frills ERP platform. അതാണ് ശരിക്കും പറഞ്ഞാൽ വൺ എന്ന് പറയുന്നത്. അതിൽ ഓരോ പോയിന്റും ഞാൻ പറയാം. മൊബൈൽ ഫസ്റ്റ് എന്ന് പറയാൻ കാര്യം,
you know that the world is moving into mobile devices, right? I mean, people are transacting, people are communicating, people are engaging on their mobile device more than they're doing on their desktops. But mobile കൂടിയാണ് പല കാര്യങ്ങളും നടക്കുന്നത്. I think 20 മാർച്ചിൽ ഒരു സർവേയിൽ കണ്ടത് 7 out of 10 digital transactions ഇന്ത്യയിൽ വേറൊന്നുമല്ല, ഇന്ത്യയിൽ 7 out of 10 digital transactions were actually done on mobile. So മൊബൈലിൽ കൂടി ചെയ്യുക എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ how do you bring a ERP system into a mobile? It means it has to be extremely simple. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇതിലിപ്പം ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തോട്ടുള്ള ഒരു ടെക്നിക്കൽ നോളജോ അല്ലെങ്കിൽ സാവിനസോ ഉള്ള ഒരു കസ്റ്റമറിനെ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ERP എന്നൊക്കെ പറയുന്ന ഒരു ഹൈഫണ്ട ഒരു പ്രോഡക്റ്റിന് പകരം വളരെ സിമ്പിൾ ആയിട്ട് ബിസിനസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. അതാണ് നമ്മൾ പിന്നെ രണ്ടാമത്തെ DIY, ഡു ഇറ്റ് യുവർ സെൽഫ്. ഈ ഞങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകിച്ച് ട്രെയിനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. ട്രെയിനിങ് തരാനായിട്ട് വി ഡു ട്രെയിനിങ്സ്, ഓൺലൈൻ ട്രെയിനിങ്സ്. 20 minutes or 30 minutes സംസാരിച്ചാൽ തന്നെ പല ബിസിനസ്സിനും അത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് നോ ഫ്രിൽസ് ERP. അത് നോ ഫ്രിൽസ് എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ഫങ്ഷൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇതിനെ ഒരു പ്ലാറ്റ്ഫോമിലാക്കി ദിസ് ഇസ് വൺ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തത് അങ്ങനെയാണ്. അപ്പൊ ആ വൺ എന്ന് അത് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആർക്കും ഫ്രീ ആയി അത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആദ്യമേ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ആപ്പാണ് കിട്ടുക. അത് ഫ്രീ ആണ് ഫോർ എനിബഡി ടു യൂസ്. ആ ഒരു ബേസിക് ആപ്ലിക്കേഷനിൽ ചില കാര്യങ്ങൾ അതിനകത്ത് ഓൾറെഡി ഇൻക്ലൂഡഡ് ഉണ്ട്. അതായത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇൻവോയ്സ് ക്രിയേഷൻ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഓട്ടോ റിമൈൻഡേഴ്സ്, ഓട്ടോ റെസീറ്റ് ജനറേഷൻ, പിന്നെ അതിനകത്തൊരു മെസ്സേജിങ് പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മൾ ഒരു വാട്സാപ്പിൽ നിങ്ങൾക്ക് അറിയാം, ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തപ്പിയെടുക്കണമെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇത് അങ്ങനൊന്നും അല്ല. സ്പാം ഫ്രീ ആയിട്ടുള്ള ഒരു മെസ്സേജിങ് ഒരു ഫംഗ്ഷൻ ഉണ്ട് അതിനകത്ത്. നമുക്ക് അതിനകത്ത് പല ഗ്രൂപ്പ്സിനെ ക്രിയേറ്റ് ചെയ്യാം, പല ലെവലിലുള്ള അഡ്മിൻസ്, ഓണറിന് ഒരു ലെവല്, സൂപ്പർ അഡ്മിന് വേറൊരു ലെവല്, പിന്നെ അതിന്റെ താഴെ ഇതിനകത്തൊക്കെ ഒരു പല റൈറ്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഓർഗനൈസേഷന്റെ ബിസിനസ് ഓർഗനൈസേഷന്റെ ഹയറാർക്കി റിഫ്ലക്ട് ചെയ്യുന്ന വിധത്തിൽ നമുക്ക് അതിനകത്ത് അഡ്മിനിസ്ട്രേഷൻ ലെവൽസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറച്ച് ഫണ്ടമെന്റൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് കോമൺ ആയിട്ട് ഏത് ബിസിനസ്സിനും ചെറിയ ബിസിനസ്സിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരത്തിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പക്ഷെ ഇത് കൂടാണ്ട് ഞങ്ങളുടെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫങ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിന് ഒരു ലിമിറ്റും ഇല്ല. നമുക്ക് എത്ര ഫങ്ഷൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്തതിനകത്ത് ഇടാൻ പറ്റും. നേരത്തെ തോമസ് ഉപയോഗിച്ച പോലെ മൊഡ്യൂളിന് പകരം ഞങ്ങൾ ആപ്ലെറ്റ്സ് എന്ന് പറയുക. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഓരോ ബിസിനസ്സിനും അവർക്ക് വേണ്ട ഫങ്ഷൻസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഡിഫറെന്റ് ആണ്. ഞങ്ങളുടെ പ്ലാറ്റ്ഫോം ആദ്യം എനിക്ക് പറയേണ്ടത് ഒരു പ്രത്യേക ഇൻഡസ്ട്രിയെ ഫോക്കസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വേർട്ടിക്കലിനെ ഫോക്കസ് ചെയ്ത് ഇറ്റ്സ് എ സെക്ടർ അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അത് ഇൻഡസ്ട്രീസിന് ഉപയോഗിക്കാം, അത് സ്കൂൾസിന് ഉപയോഗിക്കാം, അത് ചാരിറ്റി ഓർഗനൈസേഷൻസിന് ഉപയോഗിക്കാം, KSSIA ഉപയോഗിക്കാം, KSUM ഉപയോഗിക്കാം, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് ഈ ഓരോ വേർട്ടിക്കലിനും ആവശ്യമുള്ള ഫങ്ഷൻസ് ഫീച്ചേഴ്സ് ഡിഫറെന്റ് ആണ്. ഓരോ വേർട്ടിക്കൽ മാത്രമല്ല, ഓരോ ബിസിനസ്സിനും ആവശ്യമുള്ള ഫങ്ഷൻസ് ഡിഫറെന്റ് ആണ്. സോ വാട്ട് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ ആക്ച്വലി ചെറി പിക്ക്. അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സിനെ മാത്രം അതിനകത്ത് സെലക്ട് ചെയ്യുക, അതിനകത്ത് ആഡ് ചെയ്യുക. സോ ഇറ്റ് ബിക്കംസ് your app. So you can customize your app in a few minutes, maybe maximum 5-10 minutes കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു മൊബൈൽ ആപ്പ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അത് അവിടെ നിന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഒരു ഫണ്ടമെന്റൽ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം ഇപ്പൊ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളിപ്പോ ചില വേർട്ടിക്കൽസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത്.
അപ്പം ഈ ഒരു ഈവന്റ് കഴിയുമ്പോൾ we hope that we will get enough data, enough requirements, enough feedback that we can actually start ഈ പറയുന്ന ഇൻഡസ്ട്രീസിന് ആവശ്യമുള്ള ഫീച്ചേഴ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് ഡെവലപ്പ് ചെയ്ത് അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മാത്രം ആവശ്യമുള്ളത് മാത്രം ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് നമുക്ക് ഉള്ളത് വണ്ണിൻ. So it's basically an app for you that is customized for you. പക്ഷേ നമുക്ക് ഓൾറെഡി ഞങ്ങൾ 6 മാസമായാലും ഞങ്ങളുടെ പ്രോഡക്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് നമ്മൾ ട്രിവാൻഡ്രത്ത് നടത്തിയിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ പ്രോഡക്റ്റ് നമ്മൾ ശരിക്കും ഡെവലപ്പ് ചെയ്ത് ഇറക്കിയിട്ട് 6 months ആയിരുന്നു. So we have hundreds of businesses already, paid businesses, paid customers, and unpaid ആയിട്ടുള്ള ഫ്രീമിയം മോഡൽ ഉപയോഗിക്കുന്ന വേറെ ഒരുപാട് ബിസിനസ്സസ് ഉണ്ട്. Already thousands of end users ഉപയോഗിക്കുന്നുണ്ട്, and on an average we have about 22 minutes on activity. So it is growing. We are growing at a healthy level at this point in time. ഇത് ഇങ്ങനത്തെ ഒരു ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സാസ് എന്ന് പറയുന്ന സൊല്യൂഷൻസിനെ നിങ്ങൾ ആശ്രയിക്കുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങളെ പോലത്തെ ഒരു ആപ്പ് പ്ലാറ്റ്ഫോമിനെ ആശ്രയിക്കുമ്പോഴോ ഒക്കെ ഉള്ള ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെദർ ഇറ്റ് ഈസ് us or anyone else, some of the things that you need to understand very carefully and look at it is, one is your data privacy, right? So എല്ലാ ബിസിനസ്സിനും അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ബിസിനസ്സിന്റെ ഡേറ്റ അത് വേറൊരാളിലോട്ട് പോകാതിരിക്കുക അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോം അതെടുക്കാതിരിക്കുക, അത് ആ ഡേറ്റ പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് വളരെ വളരെ അധികമാണ്. സോ യു ഹാവ് ടു ടേക്ക് എ പ്ലാറ്റ്ഫോം that has the data privacy. സെക്കൻഡ് ഇസ് ഞങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് വൺ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇറ്റ് ഈസ് എ ഗ്രോത്ത് ഇനേബിളർ ആയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വി ഡോണ്ട് എക്സ്പെക്ട് ഈസ്റ്റേൺ കോണ്ടിനെന്റ്സിന്റെ ലെവലിലൊന്നും നമ്മൾ വൺ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ വളരെ ചെറുതായിട്ട് നാളെ ഈസ്റ്റേൺ കോണ്ടിനെന്റ്സോ അല്ലെങ്കിൽ BKCO ആകാൻ പ്ലാൻ ചെയ്യുന്ന ഒരു ബിസിനസ്സിന് പറ്റിയതാണ്. And when they reach that stage, they can easily transfer their data into whatever solution, whatever platform they want, and they can move on. So we will remain in that level. Adana നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന വിധം അങ്ങനെ. You will have complete control over your app. It is your app and you are controlling it. മൂന്നാമത്തെ പോയിന്റ് കൊളാബറേഷൻ ആണ്. അതിനകത്ത് റാപ്പിഡോറുമായിട്ട് നമുക്ക് സിമിലാരിറ്റി ഉണ്ട്. we can actually collaborate with other service providers to bring in. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫുൾ വാല്യൂ ചെയിൻ കിട്ടുന്ന വിധത്തിൽ നമുക്ക് ഒരു സിസ്റ്റം ഉണ്ടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. And the last part, which is very important, and that is what ഈ മീറ്റിംഗിൽ പലരും പറഞ്ഞ കാര്യമാണ്, analyzing your data, understanding your performance, understanding your output, understanding your productivity. ഇതെല്ലാം അനാലിറ്റിക്കൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കണം. ഈ കാര്യങ്ങളാണ് നിങ്ങൾ whichever platform you use, I'm not saying one, any platform that you use, these are the things that I'm sure that you will have to take a look at it. One last thing, ഞാൻ നിർത്തുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, സോ നമ്മുടെ നാട്ടില് പല സൊല്യൂഷൻസും പല പ്രോഡക്ട്സും ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രോഡക്ട്സ് പകുതിയും അഗ്രിഗേറ്റർ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ആൻഡ് ഫ്ലിപ്കാർട്ട് ആയാലും ആമസോൺ ആയാലും സൊമാറ്റോ ആയാലും സ്വിഗ്ഗി ആയാലും എനിത്തിങ്, ബുക്ക് മൈ ഷോ, എനി ഓഫ് ദാറ്റ്, ദേ ആർ ഓൾ അഗ്രിഗേറ്റേഴ്സ്. അപ്പൊ അഗ്രിഗേറ്ററിന്റെ മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് ചില പ്രത്യേകതകളുണ്ട്. കാരണം ഞാനൊരു ബിസിനസ് ആണെങ്കിൽ എനിക്ക് ഇന്നലെ വരെ 100 കസ്റ്റമേഴ്സിനെ മാത്രമേ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ എങ്കിൽ ഞാനൊരു അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോമിൽ കയറുമ്പോഴത്തേക്കും എനിക്ക് 100 കസ്റ്റമറിന് പകരം 10,000 കസ്റ്റമേഴ്സിനെ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരു ഹൈ വിസിബിലിറ്റി എനിക്ക് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സർട്ടൻ ബിസിനസ്സസ്. പക്ഷേ എല്ലാ ബിസിനസ്സിനും അത് സാധ്യമല്ല. ഇൻഫാക്ട് സം ഓഫ് ദ ബിസിനസ്സസ് ഇറ്റ് വർക്ക് നെഗറ്റീവ്ലി. അത് ഏറ്റവും പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു ഫുഡ് സെക്ടറിലാണ്. ആൻഡ് ബിക്കോസ് ഞങ്ങളൊരു പ്രോട്ടോടൈപ്പ് ട്രിവാൻഡ്രത്ത് അത് ഇറക്കിയപ്പോഴത്തേക്കും ഞങ്ങളത് മനസ്സിലാക്കിയതാണ്. Our business model is on the propagator side. Propagator side എന്ന് പറയുന്നത്, ഞാനൊരു ബിസിനസ് ആണെങ്കിൽ എനിക്ക് ഒരു സെറ്റ് ഓഫ് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട്. ആ കസ്റ്റമേഴ്സിനെ എനിക്ക് റീറ്റെയിൻ ചെയ്യണം. റീറ്റെയിൻ ചെയ്തതിനൊപ്പം എനിക്ക് അഡീഷണൽ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരണം. അത് എൻ്റെ ആവശ്യമാണ്. പക്ഷെ ഈ അഗ്രിഗേറ്ററിനകത്ത് വരുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ യു ഗോ ഓൺ ടു പല റെസ്റ്റോറൻറ്റ്സും ട്രിവാൻഡ്രത്ത് തന്നെ നമ്മൾ കാണുന്നത്, ബാംഗ്ലൂരിൽ അതിന് സ്വിഗ്ഗിക്കും സൊമാറ്റോയ്ക്കും എതിരെ റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻസ് ഇറങ്ങിയ സീൻസ് വന്നു.
പലപ്പോഴും ഏറ്റവും പോപ്പുലർ ഇപ്പൊ പാരഗൺ പോലെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവർക്ക് ഒരു ദിവസം അല്ലെങ്കിൽ അവർക്കൊരു let's say they have a captive customer, ഒരു loyal customer base of 10,000 people, let's say. ആ 10,000 ആൾക്കാർ അവർക്ക് ഓൾറെഡി ഉണ്ട്. അത് that has been built over so many years, and then they go onto a platform like Swiggy, and suddenly this 10,000 customers, ഈ പാരഗണിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സ്, they are exposed to hundreds of other restaurants as well, and suddenly അവിടെ ഈ പ്ലാറ്റ്ഫോം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കസ്റ്റമേഴ്സിനെ അവരുടെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് the only way they do is by incentivization. So aggregator platforms exist ചെയ്യുന്നത് തന്നെ incentivization എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ കൂടെ. That's their business model, right? So എവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓഫർ കിട്ടുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത് കിട്ടുക? So there are a huge number of customers who are very conscious about that. And what happens is established businesses, ഒരു ലോയൽ കസ്റ്റമർ ബേസ് ഉള്ള ബിസിനസ്സസ് ഈ അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോമിൽ കയറുമ്പോൾ പലപ്പോഴും അവർ കാണുന്നത് അവരുടെ ലോയൽ കസ്റ്റമർ ബേസ് ഡൈല്യൂട്ടഡ് ആവുകയും ആൻഡ് ദോസ് കസ്റ്റമേഴ്സ് ഇവൻച്വലി ഒരു ബിസിനസിന്റെയും കസ്റ്റമർ ആയിരിക്കില്ല. ഇവൻച്വലി ദേ ബിക്കം ദ കസ്റ്റമർ ഓഫ് ദ പ്ലാറ്റ്ഫോം ഇറ്റ്സെൽഫ്, നോട്ട് ഈവൻ ദ ബിസിനസ്സസ്. സോ ആ ഒരു കസ്റ്റമർ ലോയൽറ്റിക്ക് വരുന്ന ഒരു പ്രശ്നമാണ് ഈ അഗ്രിഗേറ്റർ. അത് എല്ലാ ബിസിനസ് മോഡൽസിലും, അത് എല്ലാ ബിസിനസ് വേർട്ടിക്കൽസിനും അത് വിച്ച് ഇസ് നോട്ട് വെരി ഇൻട്രസ്റ്റിംഗ്. സോ propagator model, which is what we are proposing ഞങ്ങളുടെ പ്രോഡക്റ്റിൽ, where you have your own application and your customers will be interacting through your application directly. പക്ഷേ the customersന് ഓരോ ബിസിനസിന്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ആപ്സ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ one platform, one app to connect with all എന്ന് പറയാൻ കാര്യം. So this is how ഞങ്ങളുടെ business model idana. This is where we are. The way forward is I think like Ashok and Mr. Anil and everyone said, let us look at the feedback from the industry and see. We will be very happy to see how we can identify features and functions and build something for a specific industry and help in the global growth. Yeah. So Atrem Barnyondo, thank you so much. Thank you for this opportunity. Good luck to all. Thanks Ashwin, thank you very much. ഇപ്പോൾ നമ്മൾ ഒരു 10-15 മിനിറ്റ്സ് 5 മണിക്ക് നമ്മൾ തീർക്കണമെന്ന് വിചാരിച്ചായിരുന്നു. കുറച്ചൊരു 10-20 മിനിറ്റ് അങ്ങോട്ട് പോയിട്ടുണ്ട്. 5:25 ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും എല്ലാം ചോദിക്കാം. ഇപ്പോൾ അശ്വിൻ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ അവരിപ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. മൊത്തമായിട്ട് ഇനി ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്യാനുണ്ട്. ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലസ്റ്ററിന് ആവശ്യമുള്ള റിക്വയർമെന്റ്സും നമ്മുടെ ബിസിനസ് നീഡ് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. അപ്പോൾ ഇറ്റ്സ് ഗുഡ് ഫോർ us if we can come back with a cluster, form a cluster and put forward set of requirements for that cluster. And if we can work with startups like one, we should be able to achieve more of our needs coming out from the startup ecosystem. Right? Thank you very much, Ashwin. Happy and very fine to hear about the product and what the one can offer to MSME segment. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നടക്കാം. അതിനു മുമ്പേ അജയൻ സർ വേറെ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? So that we can go and take a question. See, I'm really happy that the purpose served, because we heard from the industry how they have grown, how technology and innovation have helped them, and they gave them real inputs and gave the hand holding to them. And we also heard how these brilliant youngsters, how crisp, clear and focused they are on. And I really wonder how they have learned about the business at this age itself, which intricacies of the business, the customer, the purpose of the business, and even the finance. And this is good. This is what the startups can deliver to them. I think this meet and this hand holding, if we can develop straightforward, and as we were proposing, if we can get a feedback and we collect it and tabulate it and try to make, if possible, a demand day as a next stage. If we can even take one-to-one, we will take it forward. That will be something really useful. And I think that this total thing can totally change the MSME segment of Kerala. And because we have a vibrant ecosystem of startups,
with a great leader and great people, and we have good. See, I was hearing that in a recent speech that every small. You see, there's a difference between being small and dwarf. Everybody is both small and dwarf are small, but small has to grow. That is what that makes the difference between small and dwarf. So even though you are small, you have to grow. That capability you should develop. This I think will take it forward, Anil, with all the help of Kerala Startup Mission and Kalitka and the KSSIA will take it forward. Thank you. Thanks a lot, Ajay sir. I'll take a couple of questions. One of the question was from Achudan Nedungatte. This question was for Saji Gopinath sir, and I think Ashok can answer the question. The question is, what is your opinion about the startups of students in polytechnics and engineering colleges, particularly at UG levels in lower semesters? I feel that the students are likely skipping the main purpose of acquiring knowledge and hence should be limited to putting seed of the entrepreneurship. So I think what Achudan is talking about is just inculcate the habit of an entrepreneurship, but try to restrict them because they would not be catching up with the knowledge element. Ashok, what do you see from that segment? Are you seeing that as a problem, or are you seeing that as an positive element? So it's a positive thing. So primarily, so we have this IEDC network, Innovation Entrepreneurship Development Centers, which we call ourselves as a mini incubator. So, so in most of the polytechnic, we have the IEDC centers, also in the technical education, engineering colleges. So what we found in the polytechnic is that they are more technically capable, and we can take them to the next level. So from engineering, most of them are at the theory level, but in the polytechnic, most of the students are at the technical hands-on kind of thing. So we from the IEDC, nalla reethiyil ee parayunna polytechnic students ne njakku next level like kondupovan pattum. Adannulla initiatives ella nalla reethiyil nadakkunnundu. All right, thank you. Next question is from Sanuj. Sanuj, and the question is how we can address the critical data security issues if it is a sharing platform. So I think I would request Ashwin to talk about it. Typically what the issue is, and how critical is data security, when you're using a platform, right? If you can just share your thoughts on that. Sanuj, I am not an IT professional, that is a problem. But generally, data security is extremely important. I can only say from my product's point of view, the product is not a data sharing platform. Yes, it is a platform, but then we do not share the data with others. For example, if you have a set of customers on your app, and you have a messaging on your app to those customers. Ningalde customers in Tamil polum avarku contact cheyan pattilla. They may be able to see each other, but avarku contacts onnum kittilla. So the platform is built in a without spamming illande data secure aayittulla oru vidathilana nammal approach cheyyunnathu. So talking from our point of view, ഞങ്ങളുടെ പ്രോഡക്റ്റിന്റെ point of view എന്ന് പറയുകയാണെങ്കിൽ the data is completely secure. It will not be I can give you an example. One of our customers is a school, and the school principal had a scenario where അവര് 5 കൊല്ലമായിട്ട് വളർത്തിക്കൊണ്ടിരുന്ന ഒരു സ്കൂൾ ഒരു സുപ്രഭാതത്തിൽ അവരുടെ അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ or assistant headmaster or somebody started another school and took away half of their students to that school, so and that happened through a WhatsApp, which avaru polu ariyand WhatsApp il separate oru group create cheyidu adina anganathe idu ഞങ്ങളുടെ platformil it will not happen. That is all I can tell you. If you want more details, of course we can get on a one-on-one conversation. Thanks, Ashwin. Thank you very much. The another question, or probably sort of a suggestion, I would say, is from Shaji Sebastian. Right. What he's saying is payment of the fixed charge to KSEBL during the lockdown period was a great concern for industries all across Kerala. As a class electrical consultant, we have been having solar with storage solution for maximum demand control.
as said in the session, in the technology-driven system, why can't we have a trial in one of the factory of any entrepreneur? So I think from a collaboration perspective, I think KSSIA can facilitate, and a lot of factories would be really interested to, if you have a solution, if you want to do a POC, നമുക്കത് ചെയ്യാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അത്ര ഒരു ചലഞ്ച് അല്ല. But we need to have a solution coming out from any of the startup for us to pick that up. Now, another question from Anas is to Ashwin. Ashwin, is your one similar to Khata book? In principle, it might sound, because Khata book, what they do is they approach really small businesses by providing them some simple solutions, and from there they built. But they were focusing on one particular aspect of their business, which is the finance. So, in our case, it is not ഞങ്ങൾ ഒരു specific function അല്ല നമ്മൾ choose ചെയ്യുന്നത്. We are functions feature agnostic as well, so they can choose the functions as they want. എല്ലാ ബിസിനസ്സിനും ഒരേപോലത്തെ റിക്വയർമെന്റ് ആയിരിക്കില്ല. So yeah. All right, thanks Ashwin, thanks for clarification. Khalid ka unmute ചെയ്തിട്ട് ചോദിക്കാം. Khalid ka hand raise ചെയ്തിട്ടുണ്ട്. ഞാൻ തോംസൺ സെക്രട്ടറിയാണ് ചോദ്യം ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ റാപ്പിഡോ എന്ന് പറഞ്ഞ ഈ സോഫ്റ്റ്വെയർ ഈ യൂസർ ബേസ്ഡ് സബ്സ്ക്രിപ്ഷൻ ആണോ, അതല്ലെങ്കിൽ നമ്മൾ ടാലിയൊക്കെ വാങ്ങിക്കുന്ന മാതിരി ഔട്ട്റൈറ്റ് പർച്ചേസിൽ സോഫ്റ്റ്വെയർ വാങ്ങിക്കുന്ന സിസ്റ്റം ആണോ, ഏതാണ് സിസ്റ്റം എന്നുള്ളത്, അല്ലെങ്കിൽ മോഡ്യൂൾ വൈസ് ആണോ, പല മോഡ്യൂൾസും കൂടി എല്ലാ മോഡ്യൂൾസും ഒന്നിച്ചെടുക്കുന്നതാണോ, അല്ല ഒരു മോഡ്യൂൾസിന് മാത്രം ചാർജ് നമുക്ക് ആവശ്യമുള്ള CRMോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് അതിന് മാത്രം സബ്സ്ക്രിപ്ഷൻ കൊടുത്താൽ മതിയോ? അങ്ങനെയാണെങ്കിൽ യൂസർ ഫീ എങ്ങനെയാണ്, ഒരു യൂസർ സബ്സ്ക്രിപ്ഷൻ ഫീ എന്താണ്? സാപ്പ് നമുക്ക് യൂസർ വൈസിലാണ് കൊടുക്കുന്നത്, അതേപോലെ തന്നെ സാപ്പിന്റെ അതേ സിസ്റ്റം ആണോ? ഇപ്പൊ ടാലി ആണെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ വാങ്ങി ഇപ്പോൾ മൾട്ടി യൂസർ സോഫ്റ്റ്വെയർ വാങ്ങൽ 60,000 രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞ് പിന്നെ അവർ അപ്ഡേഷൻ എത്ര വരുന്നുണ്ടെങ്കിൽ ആ അപ്ഡേഷനൊക്കെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. ഒരു സിംഗിൾ യൂസർ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ ആണെങ്കിൽ 15,000 റുപ്പീസ് മുടക്കിയാൽ മതി. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് പാർട്ട് എങ്ങനെയാണ്? ഇത് ഷെയറിംഗ് ബേസിസ് ആണോ അല്ലെങ്കിൽ യൂസർ ബേസിസ് ആണോ? അങ്ങനെയാണെങ്കിൽ യൂസർ ഫീ എത്രയാണ്, എത്ര യൂസേഴ്സിന് ഇത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു പോയിന്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്താൽ എനിക്കും അതേപോലെ എന്റെ ബാക്കിയുള്ളവർക്കൊക്കെ അത് കുറച്ചും കൂടി നന്നായിരിക്കും തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഐ തിങ്ക് ഇത് ആൻസർ ചെയ്യാൻ നമുക്കൊരു 3 ലെവലിൽ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മൾ ബിസിനസ് നടത്തുമ്പോഴത്തേക്ക് വി വോണ്ട് ടൂൾസ്, കുറച്ച് ടൂൾസ് ആവശ്യമുണ്ട്. ഇപ്പം അനിലും പറഞ്ഞ, അജിൻ സാറും പറഞ്ഞായിരുന്നു, സാസ് എന്ന് പറയുമ്പോഴത്തേക്ക് വി ആർ കൺവേർട്ടിംഗ് ഫ്രം കാപെക്സ് ടു ഓപെക്സ്. ഒരു ടൂൾ നമ്മൾ ഒറ്റയടിക്ക് മേടിക്കുകയാണെങ്കിൽ അത് നമുക്കൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. നമ്മളിത് ലീസ് ചെയ്യുന്ന രീതിയിലാണ് സാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദാറ്റ്സ് ദ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട്, നമുക്ക് ഔട്ട്റൈറ്റ് പർച്ചേസ് എടുക്കുവാണെങ്കിൽ ഇത് സക്സസ്ഫുൾ ആകാൻ ഉള്ള ചാൻസ് കുറവാണ്. കാരണം വിൽ ഹാവ് ടു മേ ബി ഇൻസ്റ്റാൾ ഇറ്റ് ഇൻ യുവർ ക്ലൗഡ് സെർവർ. നമുക്ക് ഈ ടൂൾസ് ഉപയോഗിക്കാൻ നേരം ഇറ്റ് ഹാസ് ടു ബി ഓൺ ദ ക്ലൗഡ്. നമ്പർ 1. നമ്മുടെ ഓൺ പ്രിമൈസ് സെർവേഴ്സിലൊന്നും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. സോ ക്ലൗഡിലാകുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ കോസ്റ്റ് അത് തീർച്ചയായിട്ടും വരും. സെക്കൻഡ് പോയിന്റ്. തേർഡ് വൺ, KSSIA കൂടെ വി ക്യാൻ ഡിസ്കസ് ആൻഡ് സീ. കാരണം ഞങ്ങൾക്ക് ഒരു ബിസിനസ്, ജനറൽ ബിസിനസ് നടത്തുന്ന രീതി അല്ലാതെ തന്നെ വി ആർ കറന്റ്ലി, സിൻസ് വി ആർ സെലക്ടഡ് ബൈ മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, അവരൊക്കെ ആയതുകൊണ്ട് വി ക്യാൻ നെഗോഷിയേറ്റ് ടേംസ് വിത്ത് ദം ഇൻ ടേംസ് ഓഫ് ഓൾസോ സെർവർ കോസ്റ്റിംഗ്. വി ക്യാൻ വർക്ക് ഔട്ട് സംതിങ് ടു മ്യൂച്വലി ബെനിഫിറ്റ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പെർ യൂസർ കോസ്റ്റ്, നമ്മൾ ഒരു പെർ യൂസർ കോസ്റ്റിന് ബാക്കി സാസ് കമ്പനി എല്ലാം വിൽക്കാൻ കാരണം അതൊരു ഈസിയാണ് മനസ്സിലാക്കാൻ വേണ്ടി, ആസ് എ യൂസ് ഓഫ് തം, ഐ മീൻ ആസ് റൂൾ ഓഫ് തം. പക്ഷേ നമ്മളൊരു സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് എടുക്കുമ്പോഴത്തേക്ക് ഒരു ബിസിനസ് ഓണറിന്റെ ചിന്താഗതി എന്ന് വെച്ചാൽ, ഇപ്പൊ എനിക്ക് 10 എംപ്ലോയീസേ ഉള്ളൂ, 10 എംപ്ലോയീസിന് മന്ത്ലി ഞാൻ ഇത്രയും കൊടുക്കണമെങ്കിൽ നാളെ 20 ആകുമ്പോഴത്തേക്ക് എന്റെ ഔട്ട്ഫ്ലോ കൂടത്തില്ല. പക്ഷെ ഒരു ബിസിനസ് ഓണർ ചിന്തിക്കാതിരിക്കുന്നത്, ഇന്ന് 10 ഉള്ളത് നാളെ 20 ആകുവാണെങ്കിൽ ഇറ്റ് ഇസ് ബിക്കോസ് നമ്മുടെ ബിസിനസ് ഹാസ് ഗ്രോൺ. അപ്പൊ നമ്മൾ ചിന്തിക്കാറില്ല ഈ 10 പേർക്കുള്ള സീറ്റിംഗ് 20 പേർക്കുള്ള സീറ്റിംഗ് ആയിട്ട് മാറ്റണം എന്ന്, നമ്മളുടെ ഒരു റെഗുലർ ഓഫീസ് നോക്കുവാണെങ്കിൽ. അതുകൊണ്ട് തന്നെ you shouldn't worry about it. നമുക്കൊരു on an average monthly cost നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. We can say okay, ഒരു 10 യൂസേഴ്സ് ആണെങ്കിൽ on an average നമുക്ക് ഇത്രയും ചാർജ് ചെയ്യാം. സോ ഞങ്ങളുടെ കോസ്റ്റിംഗ് നോക്കുവാണെങ്കിൽ ഒരു പെർ യൂസർ ഒരു എംപ്ലോയി മാനേജ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 12 to 15 rupees, അല്ലെങ്കിൽ സംടൈംസ് 18 rupees പെർ എംപ്ലോയി
പെർ ഡേ ഒരു കോസ്റ്റ് വരുന്നുണ്ട്. നമ്മളുടെ ഓഫീസിൽ നോക്കുവാണെങ്കിൽ അവർക്ക് ഒരു ചായ അല്ലെങ്കിൽ ഒരു കടി ഒരു മേ ബി സം സ്മോൾ സ്നാക്ക് നമ്മുടെ ഓഫീസിൽ സെർവ് ചെയ്യുന്ന കോസ്റ്റേ ആകുന്നുള്ളൂ. വാട്ട് വി ആസ് ബിസിനസ് ഓണേഴ്സ് ഷുഡ് സീ ഇസ് ദാറ്റ് നമുക്കിത് ഓവറോൾ ബിസിനസ് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. അപ്പം നമ്മളുടെ സൊല്യൂഷൻ എടുക്കുവാണെങ്കിൽ ഏകദേശം 50 to 60% ബെനിഫിറ്റ്സ് എഫിഷ്യൻസി കൂടുന്ന കേസസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം വി ക്യാൻ വർക്ക് വിത്ത് KSSIA as a special module, as a special pricing for the group. We can discuss with the consulting firm and we can come up with a solution cost. It will definitely not be expensive. It will be cost effective, and in fact നമ്മുടെ അതൊരു പേ ബാക്ക് ടൈം ഒന്നും കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരാൻ പറ്റും. ഇത്രയും സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്സ് എങ്ങനെയാണ്, എത്ര മടങ്ങ് തിരിച്ചു കിട്ടും എന്നുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് കൺസൾട്ടിംഗ് ഫേമിന്റെ കൂടെ നമുക്ക് ചെയ്യാം. സോ എഫക്റ്റീവ്ലി നോക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് അറ്റ് നോ കോസ്റ്റ് or profitable to take a solution like either one or Rapido. അല്ല, അത് പറഞ്ഞതിൽ ഒരു ചോദ്യം കൂടി അതിനനുബന്ധമായിട്ട് ചോദിക്കുന്നതാണ്. ഇപ്പൊ ഔട്ട്റേറ്റ് പർച്ചേസിന് എടുത്തു കഴിഞ്ഞാൽ ചില സക്സസ്ഫുൾ ആവില്ല, ഷെയറിംഗ് ബേസിൽ എടുത്താലേ സക്സസ് ആവുള്ളൂ എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ സക്സസ് ടാലി വേൾഡ് വൈഡ് ഉപയോഗിക്കുന്നതാണ്. അത് ഔട്ട്റേറ്റ് പർച്ചേസിൽ എടുക്കുന്നത് ഏറ്റവും വലിയ സക്സസ് ആണ് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ. തീർച്ചയായിട്ടും മറ്റുള്ള CRMO അതല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അതിലില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ERP സൊല്യൂഷൻ എന്നുള്ളതിലേക്ക് വന്നില്ല. പക്ഷേ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ ആണ്, വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്നതാണ്, അത് ഏറ്റവും നന്നായിട്ട് സക്സസ് ആയിട്ട് ചെയ്യിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഔട്ട്റേറ്റിൽ പോയി കഴിഞ്ഞാൽ സക്സസ് ആവില്ല എന്ന് പറയുന്നതിൽ എന്താ കാര്യമുള്ളത്? ഔട്ട്റേറ്റിൽ കൊടുത്തുകൊണ്ട് ബാക്കെൻഡിൽ വർക്ക് ചെയ്യാണല്ലോ ഇപ്പൊ ടാലി ചെയ്യുന്നത്. ഔട്ട്റേറ്റിൽ കൊടുത്തുകൊണ്ട് ബാക്കെൻഡിൽ വർക്ക് ചെയ്തിട്ട് അപ്ഡേഷൻ കൊടുത്ത് കഴിഞ്ഞാൽ അത് സക്സസ് അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വാങ്ങിക്കാൻ തയ്യാറുള്ളവർക്ക് അങ്ങനെ കൊടുത്തുകൂടെ എന്നുള്ളതാണ്. അപ്പൊ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ അത് അങ്ങനെ കൊടുത്ത് നിങ്ങൾ ചെയ്യുന്ന അപ്ഡേഷൻ എല്ലാം അവർക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്താൽ ഇപ്പോൾ ടാലി ചെയ്യുന്ന അതേമാതിരി ചെയ്യാന്ന് വെച്ചാൽ അതല്ലേ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പോകുന്നത്. SAP SAP B1 അല്ലെങ്കിൽ SAPന്റെതോ എടുക്കുമ്പോൾ അതിന്റെ ഇൻവെസ്റ്റ്മെന്റും അതിന്റെ സബ്സ്ക്രിപ്ഷനും ഒക്കെ എടുക്കുന്ന നോക്കുമ്പോൾ അതിൽ കുറഞ്ഞ സബ്സ്ക്രിപ്ഷനും അതേപോലെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ നമ്മുടെ MSME സെക്ടറിൽ കൂടുതൽ നിങ്ങൾ പ്രൊഡക്റ്റ് ഫ്ലറിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ രീതിയിലേക്ക് കൊണ്ടുവന്നുകൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ ചോദ്യം അതാണ്. ഇതില് നമ്മുടെ ടാലി എന്ന് പറയുന്നത് ഒരു കംപ്ലയൻസ് റിലേറ്റഡ് ആണ്. അതിൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രക്ചർഡ് ഉണ്ട്, അതിന്റെ അപ്പുറം അങ്ങോട്ട് പോവില്ല. റൈറ്റ്. ഇപ്പൊ അത് എല്ലാവർക്കും ഒരേ രീതിയിലുള്ള അക്കൗണ്ടിങ് പ്രാക്ടീസസ് ആണ്. നമുക്ക് P&L എല്ലാം ഒന്ന് തന്നെയാണ്, ബാലൻസ് ഷീറ്റ് ആക്കുന്നത് ഒന്ന് തന്നെയാണ്. അപ്പൊ ഒരു കംപ്ലയൻസ് റിലേറ്റഡ് ആകുമ്പോൾ നമുക്ക് ഒരു വൺ ടൈം പ്രൈസിങ്ങും പിന്നെ അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് ഫ്രീ കിട്ടാം. പക്ഷെ നമ്മള് ട്രാൻസ്ഫോർമേഷൻ, ബിസിനസ് ട്രാൻസ്ഫോർമേഷൻ, അത് CRM എന്ന് പറഞ്ഞ അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് ആവുമ്പോൾ നമ്മളുടെ അത് ഒരു സ്ട്രക്ചർ ആണെങ്കിലും നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്ട്രക്ചർ അത് മാറിക്കൊണ്ട് വരും. റൈറ്റ്. അതിലാണ് നമ്മൾ ഈ സർവീസസ് ഓറിയന്റഡ് SaaS മോഡൽ പ്രൈസിങ് നമ്മൾ ബെനിഫിറ്റ് വരുന്നത്. അല്ലാതെ വൺ ടൈം പ്രൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവ്സ് ആണ് നമ്മൾ കൂടുതൽ കാണുന്നത്. ചെറിയ സോഫ്റ്റ്വെയർ കംപ്ലയൻസ് റിലേറ്റഡ് ആണെങ്കിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ കേട്ടിരിക്കുന്നത് ബോത്ത് റാപ്പിഡോയിലത്തെ തോംസണും വണിലത്തെ അശ്വിനും പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ക്ലസ്റ്ററിന് പറ്റുന്നത്, ഇപ്പൊ ഓരോരോ ക്ലസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ക്ലസ്റ്ററിന് പറ്റുന്ന രീതിക്കുള്ള കസ്റ്റമൈസേഷൻ അവർക്ക് ചെയ്തു തരാൻ പറ്റും. അപ്പൊ എന്താ വെച്ചാൽ ആ കസ്റ്റമൈസേഷന്റെ കോസ്റ്റ് വരുന്നത് നമുക്ക് അത്ര പേരായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കോസ്റ്റിംഗ് കുറെ കുറവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിലുള്ള കസ്റ്റമൈസേഷൻ അവർക്ക് ചെയ്ത് പിന്നെ പ്രൈസിങ് പെർ യൂസറോ SaaS മോഡലോ ലൈസൻസിങ് സബ്സ്ക്രിപ്ഷൻ മോഡൽ ഏതെങ്കിലും മോഡൽ പ്രൈസിങ് വർക്ക്ഔട്ട് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞത്. Now back to Thompson. Sure. Thank you, Anil, for the detailed clarification. In fact, 90% Anil cover ചെയ്ത് കഴിഞ്ഞു. So second thing, നമ്മളിപ്പം സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒരു ബിൽഡിംഗ് മേടിക്കണോ അതോ അത് ലീസ് ചെയ്യണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ഇതും. ഒരു ബിൽഡിംഗ് മേടിക്കാനുള്ള കോസ്റ്റ് വളരെ അധികമാണ്. വി ആർ സ്റ്റക്ക് വിത്ത് ഇറ്റ്. ലീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വി കൻ ഐദർ മൂവ് ഔട്ട് ഓർ മൂവ് ടു എ ബിഗർ സൊല്യൂഷൻ, നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടും. സെക്കൻഡ് തിങ്, നമുക്ക് ഒരു കോസ്റ്റ് അക്കൗണ്ടന്റുമായിട്ട് ക്ലിയർലി വർക്ക് ചെയ്തിട്ട് വിത്ത് KSSIA വി കൻ അറൈവ് അറ്റ് സം സോർട്ട് ഓഫ് കോസ്റ്റിംഗ് where running cost is taken care of and everything. We are open to consider, and നമുക്ക് തീർച്ചയായിട്ടും അത് വാല്യുബിൾ ആണെങ്കിൽ we can look forward. No is never an answer from our side. നമ്മുടെ സൈഡിൽ നിന്ന് രണ്ടുപേരും മുന്നോട്ട് നീങ്ങാൻ പറ്റണം without having to shut down. അത്രേ ഉള്ളൂ. ഈ വൺ ടൈം കോസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അതിനുള്ളിൽ നിൽക്കത്തില്ല. നമുക്ക് കസ്റ്റമൈസേഷൻസ്, ഈവൻ ടാലി ആണെങ്കിലും ഒത്തിരി ആൾക്കാർ ഒത്തിരി എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒത്തിരി പേർക്ക് ടാലി ദേ ആർ മൂവിങ് ടു ദ ക്ലൗഡ്, അപ്പം സെർവർ കോസ്റ്റും വരുന്നുണ്ട്.
ഈ റണ്ണിങ് കോസ്റ്റ് ഒക്കെ ഇപ്പം ഇൻഫാക്ട് ഞങ്ങൾ മൈക്രോസോഫ്റ്റുമായിട്ട് ജനറലി ഓപ്പൺലി പറയുന്നത് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം ഇപ്പം നമ്മുടെ സൊല്യൂഷൻ ഇസ് അവൈലബിൾ ഓൺ ദിയർ ക്ലൗഡ് ആസ് എ വൺ ടൈം കോസ്റ്റ് സൊല്യൂഷൻ. നമ്മൾ ഐദർ എനി ഓഫ് ദ കമ്പനീസ് ഇൻക്ലൂഡിംഗ് maybe VKC, SLK Foods, Happy Jam, നമുക്ക് you can go online to the Azure marketplace, select the application, buy it at one time cost. പിന്നെ അതിനകത്ത് വേണ്ടിയ കസ്റ്റമൈസേഷൻസ് വേണമെങ്കിൽ ആൾക്കാർ അവൈലബിൾ ആണ്, who will customize at a cost. പിന്നെ മൂന്നാമത്തേത് അത് മന്ത്ലി റൺ ചെയ്യണം. ഇപ്പൊ നമുക്ക് ഡിനയൽ ഓഫ് സർവീസ് ഒക്കെ വരും, ഒത്തിരി വരെ സെയിം ടൈമിൽ മൊബൈൽ ആക്സസ് ചെയ്ത് സെയിം ടൈമിൽ നമ്മുടെ സെർവർ ആക്സസ് ആണെങ്കിൽ സെർവർ ഡൗൺ ആവും ജനറലി, നമ്മുടെ ഇൻ ഹൗസ് ഓഫീസ് സെർവർ ആണെങ്കിൽ. ഹൗ ക്യാൻ ഓൺ ദ ക്ലൗഡ് server can be maybe elastic or it more can fire up based on how orders happen. പിന്നെ another കാര്യം നമ്മൾ നോക്കേണ്ടത് ജസ്റ്റ് ക്വിക്ലി പറയാൻ വേണ്ടി, so multiple pricing models are there. നമ്മളൊന്ന് എഗ്രി ആണെങ്കിൽ I can even collaborate with Microsoft to say that ഇങ്ങനത്തെ ഒരു മോഡൽ they'll pay one time, നിങ്ങൾ സെർവർ കോസ്റ്റിംഗിന്റെ പ്രൈസ് ഇവിടെ നിന്ന് ഡയറക്ട്ലി മേടിച്ചോ. So പക്ഷേ servers വേണം. Our entire architecture is such that this is the way. Second thing, to add to the security part, it's 100% taking care of all data security. നാളെ നിങ്ങളുടെ ഓഫീസിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഇന്ന എംപ്ലോയിയുടെ ഇന്ന ആപ്പ് ഫോണിൻ്റെ അകത്തെ എൻ്റെ ബിസിനസ് ഡേറ്റ ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഡിലീറ്റ് ഇറ്റ് സിറ്റിംഗ് ഇൻ യുവർ ഓഫീസ്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളുടെ പരിമിതിക്കുള്ള നമുക്ക് വേണ്ടി സെറ്റ് ഓഫ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, അതില്ലെങ്കിൽ അത് പറ്റത്തില്ല. സോ ഫോർ ദീസ് റീസൺസ് വർക്ക് ചെയ്യാൻ വേണ്ടി that will be important. But again, we are very open to discuss and see how it can be beneficial for a group. KSSIA group beneficial ആണെങ്കിൽ തീർച്ചയായിട്ടും we are open to discuss. ഖാലിദ്, വേറൊരു കാര്യം നമുക്ക് ഉപകാരപരമായിട്ട് കിട്ടുന്നത് സ്റ്റാർട്ടപ്സ് ആവുമ്പോൾ, ഇപ്പൊ ടാലി ഇപ്പൊ നമ്മൾക്ക് KSSIക്ക് വേണ്ടിയിട്ട് 2 ഫീച്ചർ ആഡ് ചെയ്യണം പറഞ്ഞാൽ ടാലി ഒന്നും ആഡ് ചെയ്യില്ല. പക്ഷെ സ്റ്റാർട്ടപ്സ് നമുക്ക് നമ്മളെ രീതിയിൽ നമുക്ക് മാറ്റം വരുത്തി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവർ ആ രീതിയിലുള്ള ചേഞ്ചസും വരുത്തിയിട്ട് നമ്മുടെ സംഘടനയിൽ വരുന്ന ഇൻഡസ്ട്രിക്ക് സ്പെസിഫിക് ഉള്ള ആൾക്കാർക്ക് പറ്റിയ രീതിയിൽ അവർ ടൈലർ ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു മാനസിക തിങ്കിങ് കൊണ്ടാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. അത് നമുക്ക് ആ രീതിയിൽ ചെയ്യാൻ പറ്റും, ആ ഗുണം നമുക്കുണ്ട്. KSSIയിലും ഡിഫറെന്റ് മോഡൽ ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കുമല്ലോ. ഏതെങ്കിലും ഒരു മോഡ്യൂൾ വന്നതുകൊണ്ടോ ഏതെങ്കിലും ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടോ എല്ലാവർക്കും അത് ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് തോന്നുന്നില്ല. അതായത് ഡിഫറെന്റ് ടൈപ്പിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പൊ ഡിഫറെന്റ് ടൈപ്പിലുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള തന്നെ ഡെവലപ്പ് ചെയ്യേണ്ടി വരും, ഓരോരുത്തർക്കും ഓരോരുത്തരായിട്ട് കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. ആ കസ്റ്റമൈസേഷൻ ഇപ്പം എന്തായാലും നടക്കേണ്ടി വരും. അപ്പൊ ഞാൻ ഇതിന്റെ യൂസർ കോസ്റ്റ് എങ്ങനെ കുറക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ നോക്കിയുള്ളൂ. ഇപ്പൊ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും ഇതില് ഇവർക്ക് പിന്നെ കസ്റ്റമൈസേഷൻ ഒരു ചാർജ് എന്തായാലും വേണ്ടി വരും. ആ ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള ആ രീതിയിലേക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ചാർജസ് എന്തായാലും വരും. ആ ചാർജസും അതേപോലെ തന്നെ ഇവർക്ക് സബ്സ്ക്രിപ്ഷൻ ചാർജും കൂടി വരുന്ന സമയത്ത് ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആവുന്ന രീതിയിലായിരിക്കണം MSME എന്നുള്ള ആൾക്ക്. MSMEക്ക് അധികം വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ അഫോർഡ് ചെയ്യാനോ പറ്റില്ല. അപ്പൊ അവർക്ക് കുറേ കൂടി കുറഞ്ഞ ലെവലിലുള്ള സബ്സ്ക്രിപ്ഷൻ ചെയ്തുകൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമേ എന്റെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ. തീർച്ചയായിട്ടും we can work it out. ഒരു കോസ്റ്റിംഗ് നോക്കിയിട്ട് we are very open to work with the consultant you have in mind and നമുക്ക് ചെയ്യാം. Okay, Razak sir was raising the hand. I think Razak sir has got. I just നമ്മൾ ഏത് ഇൻഡസ്ട്രി എടുത്താലും അതിന്റെ ബേസിക് സ്ട്രക്ചർ ഓൾമോസ്റ്റ് കോമൺ ആയിരിക്കും. പിന്നെ അതിൽ നിന്ന് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് പോകേണ്ടി വരുള്ളൂ. അതായത് പിന്നെ MSME എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാവും. അതിൽ നിന്ന് നമ്മുടെ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് ചില മാറ്റങ്ങൾ മാത്രമേ വരുത്തേണ്ടി വരുള്ളൂ. അതെ, ആൻഡ് ഓൾസോ ഏത് ഓപ്പറേഷൻസ് ആണ് നമുക്ക് നോക്കിയിട്ട് അത് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ്സ് ഫൈലിംഗ് ഫോർ എവരിബഡി വി ക്യാൻ ഹാവ് സംതിങ് കോമൺ. ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ നോക്കാൻ പറ്റും. Alright, any other questions before we wind up? എന്തെങ്കിലും questions ഉണ്ടോ? Mr. Hashim ഒരു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. Mr. Hashim, ഹലോ. yes, കേൾക്കുന്നുണ്ടല്ലോ. ബാബു എന്തോ പറയുന്നു പറയണ്ടേ? ശരി, ഹാഷിം പറയൂ. ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, ഇത്തരത്തിലൊരു സന്ദർഭം ഒരുക്കിയതിന് ഇതിന്റെ സംഘാടകർ KSSIA ഉൾപ്പെടെയുള്ളവർക്ക് അഭിനന്ദനം. രണ്ടാമത്തത്, ഇപ്പം നമ്മുടെ സ്പീക്കേഴ്സിൽ ഒരാൾ ഒരിക്കൽ സൂചിപ്പിച്ചു, MSME എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്. അത് ശരിയുമാണ്. നമുക്ക് എങ്ങനെ MSMEകളെ പൂർണ്ണമായും
ഇത്തരത്തില് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലേക്ക് അവരെ കൂടി ഉൾപ്പെടുത്തി കൊണ്ടുവരുന്നതിന് എന്ത് മാർഗമാണുള്ളത്? ഇപ്പം ഈ മീറ്റിങ്ങിനകത്ത് തന്നെ MSME ഡെപ്യൂട്ടി ഡയറക്ടർ വെള്ളദുരൈ സാർ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എങ്ങനെ മൊത്തം MSMEയിലെ ഒരു 50% ഇത്തരത്തിലുള്ള ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു പഠനമോ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു മാർഗമോ സ്വീകരിക്കാൻ കഴിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക് യു വെരി മച്ച്. നല്ലൊരു അഭിപ്രായമാണ്. ഐ തിങ്ക് ഇങ്ങനത്തെ വർക്ക്ഷോപ്സ്, ഇങ്ങനത്തെ ഒരു കൊളാബറേഷൻ, KSSIയും വൃദ്ധിയും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, ഇങ്ങനത്തെ ഒരു കൊളാബറേഷൻ, ഇങ്ങനെ വ്യത്യസ്ത കൊളാബറേഷൻസ് കൊണ്ടുവന്നിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്, ഇതൊരു ചേഞ്ച്, മൈൻഡ് സെറ്റ് ചേഞ്ച് ആണ് നമുക്ക് കൊണ്ടുവരേണ്ടത് MSME സെഗ്മെന്റിലോട്ട്. ഒരു സ്ഥലത്തെ ചാലഞ്ച് എന്ന് വെച്ചാൽ നോളജ് ഉണ്ട്, ആ നോളജ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കും, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സ്, കുറെ സ്റ്റാർട്ടപ്സ് ഉണ്ട് ഇപ്പൊ നോക്കിയെന്നോ, അപ്പൊ നമ്മളിപ്പോ സൈറ്റിൽ നോക്കിയാലും ഇപ്പൊ അവരുടെ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ ബിസിനസ് പോർട്ടൽ നോക്കിയാലും കുറെ സ്റ്റാർട്ടപ്സ് എൻഗേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതെങ്ങനെ കൊളാബറേറ്റ് ചെയ്യും, ആ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു നമുക്ക് ആവശ്യം. ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഗവൺമെന്റ് വിചാരിച്ചാൽ വേറെ രീതിയിലും നമുക്ക് ചെയ്യാം. പക്ഷെ ഇങ്ങനത്തെ ഒരു കൊളാബറേഷൻ ഇസ് എ റൈറ്റ് വേ ടു സ്റ്റാർട്ട് തിങ്കിങ് ഓൺ ദിസ് ഡിറക്ഷൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാബുട്ട പ്ലീസ് അൺമ്യൂട്ട് ചെയ്യാം. ബാബു അൺമ്യൂട്ട് ചെയ്യണം. ബാബുട്ട് അൺമ്യൂട്ട് ചെയ്യണം. അൺമ്യൂട്ട് ആയിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു പ്രോഗ്രാം ഇത്രയും ഭംഗിയായി നിർവഹിക്കുന്നതിന് വേണ്ടി ഇതിന് മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാവരോടുള്ള നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. MSME സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇന്നത്തെ ഈ കാലത്തിന്റെ പ്രത്യേകതയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വളർച്ചയ്ക്ക് ഉതകുന്ന രൂപത്തിലേക്ക് ഈ സ്റ്റാർട്ടപ്പുകളെയും കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാവരിലേക്കും ഇത് എത്തിക്കാനുള്ള ഒരു ക്യാമ്പയിൻ വർക്ക് KSSIയുടെ നേതൃത്വത്തിൽ നടക്കണം എന്നൊരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു ശ്രദ്ധ ക്ഷണിക്കലാണ്, രാജ്യത്ത് ആദ്യമായി ഉയർന്ന വാറണ്ടിയോടുകൂടി, ഏറ്റവും ഉയർന്ന വാറണ്ടിയോടുകൂടി, മറ്റാരും കൊടുക്കാത്ത വാറണ്ടിയോടുകൂടി, ആഫ്റ്റർ സെയിൽ സർവീസോടുകൂടി ഈ 15-ാം തീയതി ഓറിയോണിന്റെ ഇൻവെർട്ടർ ലോഞ്ച് ചെയ്യാണ്. ബഹുമാനപ്പെട്ട VKC MLA ആണ് അത് ലോഞ്ച് ചെയ്യുന്നത്. ഇത് എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അറിയിക്കുകയാണ് ചെയ്യുന്നത്. നന്ദി, നമസ്കാരം. എനിക്കിവിടെ ആശയം പറഞ്ഞൊരു മറുപടി പറയണ്ടേ. നമ്മൾ KSSIA പിന്നെ മിനിസ്ട്രി ഓഫ് MSMEക്ക് ഈ അതേപോലെ MSME യൂണിറ്റുകൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി, കമ്പ്യൂട്ടറൈസേഷൻ ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിന് സബ്സിഡൈസ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് മിനിസ്ട്രി ഓഫ് MSMEക്ക് കൊടുക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മിനിസ്ട്രി ഫോർ MSME എന്തെങ്കിലും ഒരു സബ്സിഡൈസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ MSME യൂണിറ്റുകളെയും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആശിം ഇവിടെ ചോദിച്ച ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. Thanks, Khalid. Thank you very much. I think, Ajay sir, we will get into conclusion. I think we are running late. We'll conclude, Right. Yes, okay. Last question, Johnny Varghese, please. Short question, long answer. നമുക്ക് QR കോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബില്ലിംഗ് സൊല്യൂഷൻ അല്ലെങ്കിൽ കസ്റ്റമർ ട്രാക്കിംഗ് അങ്ങനെയുള്ള ഒരു സിസ്റ്റം റാപ്പിഡോറിന്റെ കേസിൽ ചെയ്യാൻ സാധിക്കുന്നതാണോ? ഓർ വൺ എന്ന് പറഞ്ഞ അവരുടെ കേസിലും അത് പോസിബിൾ ആണോ? ഒന്നും കൂടി ചോദിക്കാം ജോണി, എന്താ പറഞ്ഞത്? QR കോഡ് ഇന്റഗ്രേഷൻ ആണോ നമ്മൾ നോക്കുന്നത്? QR കോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബില്ലിംഗ് സൊല്യൂഷൻ, കസ്റ്റമർ ട്രാക്കിംഗ്, അപ്പൊ അത് ഈ രണ്ട് കമ്പനികളുടെ കേസിൽ പോസിബിൾ ആണോ? So maybe I can answer that first. From the one in the perspective, we are open to developing any features and functions that ഒരു പക്ഷേ ഒറ്റ ഇതേ ഉള്ളൂ, നമുക്ക് ഒരു പർട്ടിക്കുലർ ഒരു കമ്പനിക്ക് വേണ്ടി മാത്രം അത് സാധ്യമായില്ല. പക്ഷെ ഒരു സെറ്റ് ഓഫ് കമ്പനീസിന് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് കസ്റ്റമർ, നേരത്തെ മിസ്റ്റർ അനിൽ പറഞ്ഞ ഒരു ക്ലസ്റ്റർ ഓഫ് കമ്പനീസിന് അങ്ങനെ ഒരു റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ that is definitely something that we can look into and develop. We will be open to that. അനിൽ നമ്മുടെ MSMEയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ വെള്ളദുരൈ നമ്മളെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ മീറ്റിങ്ങിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു കമന്റ്സ് പറയാനുണ്ടെങ്കിൽ ഒരു അവസരം കൊടുക്കുന്നത് നന്നായിരിക്കും. തൃശൂർ DI ഡെപ്യൂട്ടി ഡയറക്ടറാണ് വെള്ളദുരൈ, പങ്കെടുക്കുന്നുണ്ട്. Okay, good evening, Velladurai sir. I would request you to share your opinion about such type of series that KSSIA is doing in this particular city. Good evening, Khalid sir. Good evening, Anil Balan sir.
and good evening, Babu sir, and good evening, VK Razak sir, and all other dignitaries also. This is a wonderful initiative on your part. Particularly, KSA has taken a lot of pain and effort in organizing similar programs. And this third such program, I really thank KSSIA and also Kerala Startup Mission in organizing this program. From ministry's side, we are always ready to support the industry in all possible forms with our existing schemes, and if necessary, if you give any representation, we will try to incorporate the guidelines in future schemes also, that also we can take. And with other currently running schemes, we will be very glad to give those benefits to each and every unit who has participated here, and also other MSMEs of Kerala, whole Kerala. Thank you, sir. We will be very glad to have any kind of queries and schemes beneficiaries from you. Thank you. Thank you very much, sir, for the good words. Appreciate it. Thank you for joining this webinar series. It was a pleasure having you here in this session, and thanks for taking it up with the higher ups in terms of whatever the decision has happened here. കോഴിക്കോട് KSI പരിപാടിയിൽ സാർ ആദ്യമായിട്ട് വരുന്നത്. ഒരുപാട് മെയിലും കാര്യമൊക്കെ അയക്കലുണ്ട്. ഇതുവരെ ഒരു പരിപാടി നടത്താൻ കഴിഞ്ഞിട്ടില്ല സാർ. Thank you. Anyway. Well, sir, what Mr. Sunil Nath was talking about is, it was a rare chance for us to have you here in a program hosted by KSSIA. So thank you for joining this webinar series. Sure, Sunil Nathji. Thank you. Okay, to conclude the webinar series, may I request Secretary Mr. Haridas sir to present the vote of thanks. Over to you, sir. Okay, welcome. എല്ലാവർക്കും നമസ്കാരം. KSSIA കോഴിക്കോടും വൃദ്ധി കൺസൾട്ടിംഗ് ആൻഡ് ട്രെയിനിങ് സർവീസസും ചേർന്ന് നടത്തിവരുന്ന ഹാൻഡ് ഹോൾഡിംഗ് MSME എന്ന വെബിനാർ സീരീസിന്റെ 3ാം ഭാഗമാണ് ഇന്നിവിടെ നടന്നത്. ഇന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കൂടി ഇതിന്റെ ഒരു ഭാഗമായി വന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രതിസന്ധി കാലത്ത് ഇത്തരത്തിലുള്ള സെമിനാറുകൾ വ്യവസായികൾക്ക് ഏറെ ഉപകാരപ്രദമാകും എന്നുള്ളതാണ് നാം പ്രതീക്ഷിക്കുന്നു. ഇവിടെ എല്ലാവരും ഈ പ്രതിസന്ധി കാലത്ത് എങ്ങനെ നമ്മുടെ പ്രവർത്തിച്ചു വരുന്ന ഒരു സിസ്റ്റത്തിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്തി നമുക്ക് നമ്മുടെ ഈ പ്രയാസങ്ങളൊക്കെ നേരിടാൻ സാധിക്കും, അല്ലെങ്കിൽ നേരിടാൻ നമുക്ക് കഴിയും എന്നുള്ളതിനെ കുറിച്ചാണ് പലരും സംസാരിച്ചത്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ CEO ഡോക്ടർ സജി ഗോപിനാഥ്, അതേപോലെ തന്നെ നമ്മുടെ ഈസ്റ്റേൺ ചെയർമാനായ ശ്രീ നവാസ് മീരാൻ, VKC ഗ്രൂപ്പ് MD ശ്രീ VKC റസാഖ് എന്നിവർക്ക് ഈ വെബിനാർ സീരീസിന്റെ പേരിൽ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ബിസിനസ് ഡെവലപ്മെന്റ് ഇൻക്യുബേഷൻ ഹെഡായ ശ്രീ അശോക് കുര്യൻ, സംരംഭകരായ ശ്രീ തോമസ് കറിയ, ശ്രീ അശ്വിൻ പണിക്കർ എന്നിവർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ വെബിനാറിൽ സ്വാഗത പ്രസംഗം നടത്തിയ KSSIA കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ശ്രീ AV സുനിൽനാഥ്, വൃദ്ധി മാനേജിംഗ് പാർട്ണർ ശ്രീ K അജയൻ, പാർട്ണർ സുന്ദർ രാമൻ, ഹോസ്റ്റും കോർഡിനേറ്ററുമായ അനിൽ ബാലൻ എന്നിവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിൽ ആദ്യമായിട്ട് ഇതിന്റെ ഓപ്പണിംഗ് സ്പീച്ച് നടത്തിയ കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായ ശ്രീ M ഖാലിദ് അവർക്ക് ഞങ്ങളുടെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ വ്യവസായികൾക്കും മറ്റു പ്രമുഖ വ്യക്തികൾക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. Thank you, sir. Thank you very much. I think conclude with the conclusion. We're thankful to Vrddhi and the managing partners, both Mr. Ajayan sir and Mr. Sundaram Raman, and the KSA members of KSSA hosting this webinar series. Wishing you a very happy weekend, good evening, and this is the closure of the program. Thank you. Thank you, Anil. Thank you, Anil. Thank you. Thank you all. Thank you.